നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പശ്ചാത്തലത്തിലും സമസ്ത മേഖലകളിലും പണമെത്തിക്കാനും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ അനുസ്യൂതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ച സർക്കാർ ഉറച്ച ചുവടുവയ്പ്പുകളോടെ മുന്നോട്ടെന്ന ധനമന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാനത്തിനുള്ള കേന്ദ്ര വിഭവ കൈമാറ്റത്തിൽ വർഷം 50,000 കോടി രൂപയിലധികം വെട്ടിക്കുറവ് വരുത്തിയിട്ടും ആവശ്യത്തിന് ചെലവഴിക്കാനായത് തനത് വരുമാനത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞ വർധനവിലൂടെയാണ്. കേന്ദ്രത്തെ പഴിച്ചുള്ള വാർഷിക നെഞ്ചത്തടിക്കും നിലവിളിക്കുമിടയിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് നികുതിയേതര വരുമാന വളർച്ച 17.4% ഉയർന്നെന്ന് ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി അവകാശപ്പെട്ടു. പതിവ് പോലെ കോടികളുടെ പദ്ധതി പ്രഖ്യാപനങ്ങൾ, ശതകോടികളുടെ വകയിരുത്തലുകൾ. ഈ നീക്കിയിരിപ്പുകൾക്ക് എവിടെ നിന്നാണ് പണം? കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചത് യാഥാർത്ഥ്യമാക്കിയോ അതോ ജലരേഖയായോ? വികസനത്തിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് സർക്കാരിൻ്റെ പക്കലുണ്ടോ? കയ്യടി കിട്ടാനും കണ്ണിൽ പൊടിയിടാനും മാത്രമാണോ പ്രഖ്യാപനങ്ങൾ? നമുക്ക് പരിശോധിക്കാം. CMP നേതാവും ആസൂത്രണ ബോർഡ് മുൻ അംഗവുമായ CP ജോൺ, BJP വക്താവ് അഡ്വക്കേറ്റ് S ജയസൂര്യൻ, സാമ്പത്തിക വിദഗ്ധരായ ഡോക്ടർ മേരി ജോർജ്, ഡോക്ടർ ജോസഫ് സെബാസ്റ്റ്യൻ, ഡോക്ടർ SP രാജേഷ്, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെ, ഞാൻ ഈ സംവാദം CP ജോണിൽ നിന്ന് ആരംഭിക്കുകയാണ്. CP, 2021-22, 2024-25 കാലത്ത് വളർച്ച 15.8% ഉയർന്നു. ഈ സർക്കാരിൻ്റെ കാലത്ത് നികുതിയേതര വരുമാന വളർച്ച 17.4% ഉയർന്നു. ഈ ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞതാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പോലും നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കാതെ സർക്കാർ സമസ്ത മേഖലകളിലും നേട്ടം കൈവരിച്ചു എന്നാണ് ധനമന്ത്രിയുടെ അവകാശവാദം. ഇതൊക്കെ തള്ളണോ കൊള്ളണോ? കണക്കിലെ കളിക്കപ്പുറത്ത് ഈ ബജറ്റിൻ്റെ സവിശേഷതകളായി ഉയർത്തിക്കാട്ടാവുന്ന വല്ലതുമുണ്ടോ CP ജോൺ? നമ്മളിപ്പോൾ ഒരുപാട് ചർച്ച കഴിഞ്ഞല്ലോ ഉച്ചയ്ക്ക് ശേഷമുള്ള അവസരത്തിൽ. നമുക്ക് കണക്കുകളിലൂടെ മാത്രം സംസാരിച്ചാൽ മതി. നമുക്ക് എല്ലാ പുസ്തകങ്ങളും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. മാത്രമല്ല, സാമാന്യം ഭംഗിയായിട്ട് അത് ഗവൺമെൻറ് അടിച്ചു തന്നിട്ടുണ്ട്. ഒരു പോപ്പുലർ വെർഷനും അടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ കണക്ക് മാത്രം പറയാം. 21-22 1.63 ലക്ഷം കോടിയാണ്. പക്ഷേ 22-23 1.58 ഞാൻ പുസ്തകത്തിൽ നിന്ന് വായിക്കുകയാണ്. അത് കഴിഞ്ഞ് 1.59 കഷ്ടിച്ചൊന്ന് ഉയരുമ്പോഴും 21-22 എത്തുന്നില്ല. 23-24 എക്സ്പെൻഡിച്ചറിൽ. അതേപോലെ തന്നെ 24-25 1,84,000 കോടിയാണ് ബജറ്റ് എസ്റ്റിമേറ്റ് ചെയ്തത്. അതാണല്ലോ കറണ്ട് ഇയർ. ആ കറണ്ട് ഇയറിൽ ഇപ്പോൾ നിൽക്കുന്നത് 1.78 നിൽക്കുന്നത്. അത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആണ്. പക്ഷേ കൃത്യമായി CAGയുടെ റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അവർ ബുക്ക് ചെയ്തിട്ടുള്ള 1.25 1,25,000 കോടി. പക്ഷേ ബാലഗോപാൽ പറയുന്ന ബജറ്റ് സൈസ്, അത് വരവും ചെലവും തുല്യമാക്കിയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് മതിയാണല്ലോ. അത് 1,98,000 കോടി രൂപയാണ്. ഇത് യുക്തിസഹമായിട്ടുള്ള ഒരു കാര്യമല്ല. ഒന്ന്, ഇനി സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂവിൽ 22-23 71,000 എന്നുള്ളത് പിന്നെ 74,000 ആയിട്ട് കൂടി. അപ്പോൾ എത്ര പെർസെൻറ്റാണ് നിങ്ങൾ നോക്കിക്കൊള്ളണം. 3/74 74 3, അപ്പോൾ 15% ഒന്നുമില്ല. അത് കഴിഞ്ഞ് അത് 84 എസ്റ്റിമേറ്റിൽ കൂടി. ഇനി കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നത് 91. ഇനി നോൺ ടാക്സ് റവന്യൂവും ഏതാണ്ട്, ഞാൻ കണക്കുകൾ വായിക്കുന്നില്ല, ഏതാണ്ട് അതുപോലെ അരിച്ച് കയറുന്നേ ഉള്ളൂ. 15,117 എന്നുള്ളത് 16,345 ആയിട്ട് മാറിയിട്ടുണ്ട്. 18 ആയിട്ടുണ്ട്. പിന്നെ വരുന്നത് സെൻട്രൽ ട്രാൻസ്ഫർ. അത് ഞാൻ വായിക്കുന്നില്ല. സെൻട്രൽ ട്രാൻസ്ഫറിൽ തീർച്ചയായിട്ടും വേണമെങ്കിൽ വായിക്കാം. 45,63 എന്നുള്ളത് 41,691 ഞാൻ പറയുന്നത് 2022-23 45
22, 23, 24 33, പിന്നീട് 24, 25 35, പിന്നെ ഇപ്പം എക്സ്പെക്റ്റ് ചെയ്യുന്നത് 41, 691. ഇതാണ് യാഥാർത്ഥ്യം. ഇതാണ് ബജറ്റിൻ്റെ കണക്ക് എന്ന പുസ്തകം മാത്രമാണ് ഞാൻ വായിക്കുന്നത്. ഇത് ആണ് എക്സ്പെൻഡിച്ചർ പാറ്റേണിൽ നമ്മൾ യാതൊരു മുൻഗണനയില്ല. പക്ഷേ ഒരു വാക്ക് പറഞ്ഞു നിർത്താം. ഇവിടെ ബജറ്റിൽ കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ, ഞാൻ വഞ്ചന എന്നുള്ള വാക്കൊന്നും സാധാരണ ഉപയോഗിക്കുന്നതല്ല പൊതുമണ്ഡലത്തിൽ, പക്ഷേ ഈ ബജറ്റ് പ്രസംഗത്തിൻ്റെ 3-ാം ഭാഗം 74-ാം പേജ് 249-ാം ഖണ്ഡികയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, സംസ്ഥാന പദ്ധതി വിഹിതം മുൻവർഷത്തെ 30,370 കോടി രൂപയിൽ നിന്നും 32,500 കോടി രൂപയെ വർദ്ധിപ്പിക്കുന്നു. ഡിക്ലറേഷനാണ്. മൊത്തത്തിൽ കൂടുമ്പോൾ 41, അത് ബാധകമല്ല. സത്യത്തിൽ എത്ര കോടിയുണ്ട്? 30,370 കോടി എന്നുള്ളത് ഞാൻ കൃത്യമായി പറയാം. 17/7/2024 മുതൽ അദ്ദേഹം തന്നെ അധ്യക്ഷനായ ക്യാബിനറ്റ് സബ് കമ്മിറ്റി അത് വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങി. ഈ സമയമായപ്പോഴേക്കും, ഫെബ്രുവരി ആയപ്പോഴേക്കും 50% പ്ലാൻ കട്ട് ചെയ്തു. ഔദ്യോഗികമായി എക്സിക്യൂട്ടീവ് ഓർഡറിൽ കൂടെ കട്ട് ചെയ്തു. പട്ടികജാതിക്കാർക്കാണല്ലോ ഏറ്റവും കൂടുതലൊരു നമ്മൾ മാറ്റിവെക്കുന്ന, അവരുടെ ഫണ്ടിൽ തുടരുമെന്ന് പറയുന്നത്. 3,000 കോടി എന്നുള്ള 1,500 കോടി പോലും ഇല്ല. പഞ്ചായത്തിന് 7,500 കോടി കൊടുത്തു എന്നുള്ളത് 3,000 കോടി കൊടുത്തിട്ടില്ല പഞ്ചായത്ത് രാജിന്. എന്ന് പറഞ്ഞാൽ 30,000 കോടിയുടെ പ്ലാൻ കഴിഞ്ഞ നിയമസഭ പാസ്സാക്കിയത് 15,000 കോടിയായിട്ട് സിസ്റ്റമാറ്റിക്കായി വെട്ടിക്കുറച്ച മന്ത്രി പറയുകയാണ് 30,370 ഞാൻ 32,500 ആക്കുന്നു. വഞ്ചനാപരമല്ലേ ആ സ്റ്റേറ്റ്മെൻറ്റ്? അതിനിടയിൽ ഒരു വരി ഞങ്ങൾക്ക് വെട്ടിക്കുറയ്ക്കേണ്ടി വന്നു. ഈ കാര്യം മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരുന്നു. 300-ാം നമ്പർ വകുപ്പിൽ കൂടി, അല്ലെങ്കിൽ സെക്ഷൻ 300 കൂടി സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു എന്നെങ്കിലും പറയാതെ, ഇത് കേൾക്കുന്നവരെ സംബന്ധിച്ച് ഇതൊന്നും ആർക്കും ഇതിൻ്റെ ഫിഗറൊന്നും അറിയില്ല എന്നാണോ വിചാരിക്കുന്നത്? അപ്പം അതുകൊണ്ട് ഈ പദ്ധതി വിഹിതം 15,000 കോടി രൂപ വെട്ടിക്കുറച്ചു. ഇത് ഒരു വഞ്ചനാപരമായ സമീപനമാണ്. സത്യസന്ധത ഇല്ലായ്മയാണ് ഈ ബജറ്റിൻ്റെ മുഖമുദ്ര എന്നാണ് എനിക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത്. CP, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശതകോടികളുടെയും സഹസ്ര കോടികളുടെയും പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ എവിടെ നിന്നാണ് CP പണം? മാത്രമല്ല, കഴിഞ്ഞ ബജറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലും ഇതുപോലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ നമ്മുടെ ജനങ്ങൾ ഇത് കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട് കേട്ടോ. അതിൽ പറഞ്ഞ ചിലതൊക്കെ ആവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല, അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. പല പ്രഖ്യാപനങ്ങളും അത് ജലരേഖയായി മാറിയിരിക്കുന്നു. അതിനെക്കുറിച്ചൊരു പരാമർശം പോലുമില്ല. മാത്രമല്ല CP, പ്രോഗ്രസ് റിപ്പോർട്ട് കാണിക്കേണ്ടതല്ലേ അല്ലേ? കഴിഞ്ഞ ബജറ്റിൽ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അത് യാഥാർത്ഥ്യമാക്കി അല്ലേ? യാഥാർത്ഥ്യമാക്കി അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണ്ടേ? അല്ലെങ്കിൽ ഇത് ഈ കണ്ണിൽ പൊടിയിടുന്ന പോലെ പറയണ്ടേ? കണ്ണിൽ പൊടിയിടുന്നത് പോലെയല്ലേ? അതാണ് എൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അതാണ് 30,370 എത്ര ശതമാനം? ഇപ്പോൾ 90 മതി, 80 മതി, 85 മതി, ഒക്കെ സ്വാഭാവികമാണ്. ചിലപ്പോൾ വെട്ടിക്കുറവൊക്കെ വരും. പക്ഷെ കമ്മിറ്റി ഉണ്ടാക്കി വെട്ടിക്കുറച്ച് ഇതിന് AS കൊടുക്കരുത്, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കരുത് എന്ന് ജൂലൈ മാസത്തിൽ പറഞ്ഞു. Q2 രണ്ടാമത്തെ ക്വാർട്ടറിൽ പറഞ്ഞിട്ട് ഇപ്പോൾ ഒറ്റ അടിക്ക് പറയാണ് ഞാനിതാ ഭയങ്കരമായി ചെയ്യാൻ പോവുകയാണ്. ഇതെനിക്ക് വളരെയധികം പ്രതിഷേധമുള്ളതാണ്. അതേപോലെ തന്നെ വരുമാനത്തിന് ചെറിയ വർധന ഉണ്ടായിട്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ എനിക്ക് വിഷമമില്ല. പക്ഷേ പറയത്തക്ക ഭയങ്കര വരുമാനമൊന്നുമില്ല. പ്രതീക്ഷിക്കുന്നത് 90,514 കോടിയാണ്. മൊത്തം 15,000, അതായത് നമുക്ക് 1,52,000 കോടിയുടെ ഒരു വരുമാനമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ വായിച്ച സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ മാത്രമാണ്. അത് 91,514 ആയിട്ടാണ്. കാരണം പിന്നെ നോൺ ടാക്സ് റവന്യൂ ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ ട്രാൻസ്ഫർ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഈ ടാക്സ് പിരിച്ചെടുത്തു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. 2, എക്സ്പെൻഡിച്ചർ 2021-22 ഒട്ടും അധികമായിട്ടില്ല. അതുകൊണ്ട് ഈ ഗവൺമെൻറ് അങ്ങേയറ്റം രോഗാതുരമായിട്ടുള്ള ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് കൊണ്ട് നീതി ആയോഗ് പറഞ്ഞു. ആ ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ താഴെ നിൽക്കുന്ന 4-ാം കള്ളിയിൽ നിൽക്കുന്ന, 4 കള്ളികളായിട്ട് തിരിച്ചിട്ടുള്ള 4-ാം കള്ളിയിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റായിട്ട് തുടരുകയാണ്. അതിൽ സെൻറ്ററിൻ്റെ കയ്യിൽ നിന്ന് കുറച്ചുകൂടെ പൈസ കിട്ടേണ്ടിയിരുന്നില്ല വെച്ചാൽ, ഞങ്ങൾ ഒരു കാര്യം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു KN ബാലഗോപാലിനെ.
അദ്ദേഹം 16-ാം ധനകാര്യ കമ്മീഷൻ്റെ ആളുകളോട് വന്നപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം കൃത്യമായി, പ്രതിപക്ഷ നേതാവും കൺവീനറും അദ്ദേഹത്തോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു, ഞങ്ങൾ പോയി കൊടുത്ത മെമ്മോറാണ്ടത്തെ എങ്കിലും അപ്രീഷിയേറ്റ് ചെയ്തതിൽ എനിക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റ് ദയനീയമായിട്ടുള്ളൊരു ബജറ്റാണ്. ഒരു പ്രസംഗം, നല്ലൊരു പ്രസംഗം പോലും ആയില്ല. അല്ല, കൊല്ലം ജില്ലയെ പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ട് പുള്ളി. എന്തായാലും അതെങ്കിലും ചെയ്തു. കൊട്ടാരക്കരയിൽ നിന്നുള്ള പ്രതിനിധി ആയതുകൊണ്ട് ആ ഒരു സ്നേഹം കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് അവിടെ ബീഹാറാണെങ്കിൽ ഇവിടെ കൊല്ലം. കൊല്ലത്തോട് പുനലൂർ വരെ കാണിച്ചിട്ടുണ്ട്. അതെ, VKP ഇതാണ് അതിൻ്റെ പേര്, വിഴിഞ്ഞം കൊല്ലം പുനലൂർ. അതെ അതെ, വിഴിഞ്ഞം കൊല്ലം പുനലൂർ. പിന്നെ CP, ഇതിൽ സാധാരണക്കാർക്ക് ആശ്വാസത്തിന് വല്ല വകയുണ്ട്? ഇപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്, ഇനിയിപ്പം പിന്നെ തിരഞ്ഞെടുപ്പ് വരാൻ പോവല്ലേ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അത് വർദ്ധിപ്പിക്കും, ഒരു 100 രൂപയെങ്കിലും വർദ്ധിപ്പിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല അല്ലേ? അത് വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ഇത്രാം തീയതിക്ക് മുമ്പായിട്ട് ഇത് മുഴുവൻ കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞില്ല, 3 മാസത്തെ കൊടുക്കുമെന്ന് പറഞ്ഞത്. മറ്റൊരു കാര്യം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം സ്കിപ്പ് ചെയ്തു. ആ സ്കിപ്പ് ചെയ്ത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേമനിധി പെൻഷനാണ്. ക്ഷേമനിധികളെക്കുറിച്ച്, ക്ഷേമനിധികൾ അങ്ങേയറ്റത്തെ തകർച്ചയുടെ വക്കിലാണ്. 20 ലക്ഷം പേരുള്ള നിർമ്മാണ തൊഴിലാളി, 7 ലക്ഷം പേരുള്ള തയ്യൽ തൊഴിലാളി തുടങ്ങി 35 ലക്ഷം ആളുകൾ അംഗങ്ങളായിട്ടുള്ള ഒരു ക്ഷേമനിധിയുടെ ശൃംഖല കലാകാലമായി, പതിറ്റാണ്ടുകളായി നമ്മൾ കെട്ടിപ്പൊക്കി എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ കെട്ടിടം നിർമ്മിക്കുമ്പോൾ കിട്ടേണ്ട സെസ് പിരിക്കാൻ ഇന്ന നടപടി എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ക്ഷേമനിധി കിട്ടും. ഇപ്പോൾ ആളുകൾ അതിൽ ചേരുന്നില്ല. ഇപ്പോൾ ഞാനൊരു യൂണിയൻ്റെ സെക്രട്ടറിയാണ്. ആളുകളെ സമീപിക്കുന്ന സമയത്ത് അവരിപ്പോൾ ഞങ്ങൾക്ക് വേണ്ട, ഇതൊന്നും കിട്ടില്ല, ഇതിപ്പോൾ സാധാരണ പെൻഷനും കിട്ടില്ല, ഈ പെൻഷനും കിട്ടില്ല, ഇനി കാശ് കളഞ്ഞിട്ട് കാര്യമില്ല എന്ന സ്ഥിതിയിൽ തൊഴിൽ അധ്വാനിക്കുന്ന കൂലിപ്പണിക്കാരാണല്ലോ ഇവരൊക്കെ, അല്ലെങ്കിൽ തയ്യൽക്കാരെ പോലുള്ള സാധാരണ മനുഷ്യർ, അല്ലെങ്കിൽ ഈറ്റ പനമ്പ് ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾ, അവരുടെ ഗവൺമെൻറ് അല്ലേ സത്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ഇപ്പോൾ ഞങ്ങളൊക്കെ പ്രതിദാനം ചെയ്യുന്ന പാർട്ടികളൊക്കെ, ലെഫ്റ്റ് പാർട്ടികളൊക്കെ അവരിൽ ഊന്നിയിട്ടാണ് നിൽക്കുന്നത്. അവർക്ക് ഒരു ആനുകൂല്യവും അധികമായി കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവരടച്ച പണം കൊണ്ട് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും പ്രഖ്യാപിക്കുന്നതിൽ ഈ ഗവൺമെൻറ് ലേബർ സെക്ടറിൽ ദയനീയമായിട്ടുള്ള പരാജയമാണ്. നമ്മുടെ കിഫ്ബി പെട്ടിക്കകത്തായോ? കിഫ്ബി ഡൈഡ് യങ് എന്നാണ് ഞാൻ ഒരു ചർച്ചയിൽ പറഞ്ഞത്. കിഫ്ബി ചെറുപ്പത്തിലേ മരിച്ചുപോയി. പക്ഷെ നാടൻ ഭാഷയിൽ പറയും, വന്ന വെള്ളം നിന്ന വെള്ളവും കൊണ്ടുപോയി എന്നൊരു ചൊല്ലുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ, കൃഷിക്കാർ പറയും. എന്ന് പറഞ്ഞതുപോലെ കിഫ്ബി വന്ന വെള്ളം നിന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനാണ്. പ്ലാനിനെ കൊന്നു, കിഫ്ബിയും മരിച്ചു. നമ്മൾ പണ്ട് ഒരു ചുരുക്കപ്പേര് പറയുമല്ലോ, നിന്നെയും കൊല്ലും ഞാനും ചാവും എന്ന് പറഞ്ഞ പോലെയാണ് കിഫ്ബി നിൽക്കുന്നത്. കിഫ്ബി വന്നിട്ട് പ്ലാനിനെ കൊന്നു, എൻ്റെ കിഫ്ബി മരിച്ചു. അപ്പം നിന്നെ കൊല്ലും ഞാനും ചാവും എന്നുള്ളതാണ് കിഫ്ബിയുടെ പ്രഖ്യാപനം. ഇനിയിപ്പോൾ കിഫ്ബിയിൽ നിന്നും റവന്യൂ ജനറേറ്റ് ചെയ്യുമെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇന്നൊരു പത്രത്തിൽ തോമസ് ഐസക്ക് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇനി റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്. നേരത്തെ പറഞ്ഞതല്ലേ, നമ്മുടെ അബ്രാഹ്മനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവരെല്ലാം കൂടി ഇരുന്ന സമയത്ത് നമ്മളെല്ലാം, ഞങ്ങളും ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയുന്നവരല്ലേ, കൃത്യമായിട്ട് പറഞ്ഞു. അന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചു, പ്രതിപക്ഷം വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിച്ചു, നിങ്ങളുടെ ഈ മോട്ടോർ വെഹിക്കിളിൻ്റെയും പെട്രോൾ സെസ്സും കൊണ്ട് അടച്ചു തീരില്ല. അപ്പോൾ വലിയ ഗ്രാഫുകൾ വരയ്ക്കുകയും അതിൻ്റെ ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ കാണിച്ച് ഞങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തി. ഞാൻ ബോധ്യപ്പെട്ടില്ല, എനിക്ക് ബോധ്യപ്പെടില്ല, അന്ന് മുതൽ ഞാൻ ബോധ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു, കിഫ്ബിക്ക് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ സ്റ്റാറ്റസ് കൊടുക്കണം. അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ്, സ്പെഷ്യൽ സ്റ്റാറ്റസ് വെഹിക്കിൾ കൊടുത്തിട്ട്, പർപ്പസ് വെഹിക്കിൾ കൊടുത്തിട്ട് പണം ഉണ്ടാക്കാൻ. ഇപ്പം NHAI, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, അവർ ഇത്തിരി കൂടുതൽ പിരിക്കുമെന്ന് നമുക്ക് തോന്നും. പക്ഷേ അവർ കടമെടുത്ത പണത്തിന് തിരിച്ചു കൊടുക്കാനുള്ള ഒരു തിരിച്ചടവ് പദ്ധതി അവർക്കുണ്ട്. ഇവർക്ക് തിരിച്ചടവ് പദ്ധതിയില്ല, വാങ്ങിക്കുന്ന പദ്ധതി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തിരിച്ചടവുമില്ല,
മുതലുമില്ല, പലിശയില്ല എന്നുള്ള സ്ഥിതിയിലാണ് കിഫ്ബിയുടെ സ്ഥിതി. സി പിക്ക് തിരക്കുണ്ടെന്നറിയാം. ഒരു കാര്യം കൂടി, ഈ കിഫ്ബി വഴി ഉണ്ടായിട്ടുള്ള ഈ അമിത ഭാരം ഉണ്ടല്ലോ അല്ലേ, അപ്പോൾ അതൊക്കെ ഇനി എങ്ങനെയാണ് അത് വീട്ടുക? അത് എന്താണ്? എന്തെങ്കിലും ഇപ്പം തോമസ് ഐസക്കിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മാന്ത്രിക ദണ്ഡ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ബാലഗോപാൽ ഇത് എങ്ങനെ ഈ ഒരു പ്രശ്നത്തെ അദ്ദേഹം നേരിടും? ബാലഗോപാലിന് ഇടയ്ക്ക് പിന്നെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? ഈ കാര്യത്തിൽ തോമസ് ഐസനേക്കാളും ഭേദം ബാലഗോപാലാണ്. കാരണം ബാലഗോപാൽ വന്ന മുതൽ തന്നെ ഇനി ആരും കിഫ്ബി പദ്ധതിയുമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പാർട്ടിക്കാരോടും MLA-മാരോടും ഉദ്യോഗസ്ഥന്മാരോടും പറഞ്ഞിരുന്നു. കിഫ്ബി വയബിൾ അല്ല എന്ന് ബോധ്യപ്പെട്ട ഒരു ധനമന്ത്രിയാണ് ബാലഗോപാൽ. പക്ഷെ അതിനു മുമ്പേ കിഫ്ബി എവിടെയൊക്കെയോ കയറിപ്പോയി. കിഫ്ബി പോയി ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാനിനെ കൊന്നു കഴിഞ്ഞ് സ്വയം മരിക്കാൻ നിൽക്കുകയാണ്. ഇപ്പം അതിനിടയിലാണ് കേന്ദ്ര ഗവൺമെൻറ് കിഫ്ബിക്ക് വേണ്ടി വാങ്ങിച്ച പൈസ നിങ്ങളുടെ പബ്ലിക് ഡെറ്റിൻ്റെ ഭാഗമാകുമെന്ന് പറഞ്ഞത്. ഇതങ്ങനെ ആകുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിഞ്ഞുകൂടെ? പെട്ടെന്ന് അറിയില്ല എന്ന് പറയുകയാണോ? ഗവൺമെൻറ് ഗ്യാരണ്ടി നിന്നാൽ അത് പബ്ലിക് ഡെറ്റാണ്. അത് കിഫ്ബിക്ക് വേണ്ടി നിന്നാലും മറ്റൊരാൾക്ക് വേണ്ടി നിന്നാലും പബ്ലിക് ഡെറ്റാണ്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്നിട്ടുള്ള ഞാൻ അറിയുന്നത്, ഞാൻ ഇൻസൈഡർ അല്ല, ഞാൻ അറിയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ പറയുന്നത് നിങ്ങളുടെ കിഫ്ബിക്ക് റേറ്റിംഗ് തരാൻ കഴിയില്ല. കാരണം ആളുകളോട് ബോണ്ട് എടുക്കണം എന്ന് പറയുകയാണല്ലോ. ഈ ബോണ്ട് എടുക്കുന്നവർക്ക് ഉറപ്പില്ല ഇത് തിരിച്ചു കിട്ടുമെന്ന്. ബോണ്ട് എടുത്താൽ പണവും അതിൻ്റെ പലിശ തിരിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ കടമെടുത്തിട്ടുള്ള നമ്മൾ ഇംഗ്ലണ്ടിൽ പോയിട്ട് ലണ്ടനിൽ പോയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബെല്ലടിച്ചു എന്നൊക്കെ പറയുന്നത് അവിടെ ഷെയർ ഫ്ലോട്ട് ചെയ്തൊന്നുമല്ല, അത് കടപ്പത്രമാണ് എടുത്തത്. അത് 9 മസാല ബോണ്ടാണെങ്കിൽ കടമാണ്. അപ്പോൾ ആ കടം 9.2%. അപ്പം അങ്ങനെയുള്ള കടം എടുക്കാൻ പോലും നിങ്ങൾക്ക് റേറ്റിംഗ് ഇല്ല. നിങ്ങളുടെ റേറ്റിംഗ് ഇല്ലാത്തതിൻ്റെ മെയിൻ കാരണം നിങ്ങളിങ്ങനെ ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്, തിരിച്ചു വരുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ഈ ചെറിയ ഈ മോട്ടോർ വെഹിക്കിളും അല്ലെങ്കിൽ ഈ പറയുന്ന സെസ്സും റോഡ് സെസ്സും കൊണ്ടൊന്നും കാര്യമില്ല എന്ന ബോധ്യം വന്നതോടുകൂടി കിഫ്ബിയുടെ ആർക്കിടെക്ചർ, ഫിനാൻഷ്യൽ ആർക്കിടെക്ചർ ഇന്ന് തകർന്നു വീണിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരൊറ്റ ചോദ്യം കൂടി, ഇനി അതിനെ റിവൈവ് ചെയ്തെടുക്കാൻ കിഫ്ബിയെ പൂർണ്ണമായും ഉടച്ചു വാർക്കണം. യെസ്, കേന്ദ്ര സാമ്പത്തികമായി ഞെരുക്കുന്നു. ഞാൻ ഇരിക്കാം, കുഴപ്പമില്ല. ആണോ? കേന്ദ്ര സാമ്പത്തികമായി ഞെരുക്കുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു പ്ലാൻ ബി ഉണ്ട് എന്ന് ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ആ പ്ലാൻ ബി എന്താണെന്ന് ബജറ്റിലൊന്നും കാണുന്നില്ല. ആ പ്ലാൻ ബി ആണ് നോ പ്ലാൻ. ഞാനത് ആദ്യമേ പറഞ്ഞാൽ പ്ലാൻ ബി അല്ല, നോ പ്ലാൻ. പദ്ധതി വെട്ടിക്കുറയ്ക്കുക എന്നതാണ് പ്ലാൻ. അത് ചെയ്തല്ലോ, അതെ അതെ, അത് ഭംഗിയായിട്ട് നിർവഹിച്ചല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ 15,000 കോടി ആ വകയിൽ കിട്ടിയില്ലേ? അതുകൊണ്ട് ഇപ്പോൾ ഈ പ്ലാനിൽ 2 തരം കാര്യങ്ങളുണ്ട്. ഒന്ന് ഓൺഗോയിങ് പ്ലാനുണ്ട്, ഒന്ന് ഓൺഗോയിങ് പ്രോജക്റ്റുകളുണ്ട്, പിന്നെ ഒന്ന് പുതിയ പദ്ധതികൾ. പുതിയ പദ്ധതി എന്ന് പറയുന്ന പ്ലാൻ എന്ന് പറയുന്ന ആ സ്പേസ് ഇല്ലാതായിട്ട് എത്രയോ വർഷങ്ങളായി. ഓൺഗോയിങ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇനി ഓൺഗോയിങ്ങും ഇല്ല, എല്ലാം വെട്ടിക്കുറച്ചു. അതുകൊണ്ട് കിഫ്ബി ഡൈഡ് യങ്. ഇനി അതിനെ പൊളിച്ചെഴുതി എന്തെങ്കിലും ചെയ്യാനേ പുതിയ ഗവൺമെൻറ് വന്നാൽ ചെയ്യാൻ കഴിയുള്ളൂ. ഡോക്ടർ രാജേഷ്, സാധാരണ ജനങ്ങൾ നോക്കുന്നത് ഇത് ജനകീയ ബജറ്റാണോ, ജനോപകാരപ്രദ ബജറ്റാണോ, അല്ലേ ജനങ്ങളെ ദ്രോഹിക്കുന്ന ബജറ്റാണോ എന്നൊക്കെയാണല്ലോ. ആ ഒരു കാറ്റഗറൈസേഷനാണല്ലോ നമ്മൾ നടത്താറുള്ളത്. ബജറ്റിനെ പൊതുവെ എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ? ഈ ബജറ്റിനെ നമ്മൾ ഇതിൽ വലിയ പ്രതീക്ഷകളൊന്നും നമുക്കില്ലാത്തതുകൊണ്ട്, വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല. കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ ധനസ്ഥിതി വളരെ മോശമാണല്ലോ, വൾണറബിൾ സിറ്റുവേഷനാണല്ലോ. അപ്പോൾ ധന മാനേജ്മെൻറ്റ് വളരെ മോശമായിരുന്നു. ഇതിനു മുമ്പ് ഇറങ്ങിപ്പോയ ഗവൺമെൻറ്റും ആ സ്ഥിതിയിലാണ് ഇതെല്ലാം ആക്കി വെച്ചത്. കറപ്ഷനും കാര്യങ്ങളൊക്കെ ആയി.
ഇവർ അത് തുടർന്നുകൊണ്ട് പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇതിനെ കാണുന്നുള്ളൂ. ജനങ്ങൾക്കൊക്കെ ഇതിനോടൊക്കെ മരവിപ്പ് വന്നുപോയി, ഇതിനൊക്കെ വെറുപ്പായിപ്പോയി. ഇതൊന്ന് എന്താന്ന് ഇപ്പം എൻ്റെ അടുത്ത് തന്നെ അദ്ദേഹം ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ 2 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്ത് 2 മണിക്കൂർ ചർച്ച ചെയ്യാൻ എന്താ കാര്യങ്ങൾ, എന്തെങ്കിലും നടപ്പാക്കുക എന്ന പദ്ധതികളല്ലേ നമ്മൾ ചർച്ച ചെയ്യണ്ടോ, ഇതിൻ്റെ ഫിഗേഴ്സൊക്കെ വായിച്ചു നോക്കേണ്ട കാര്യമുള്ളൂ. ഇതിപ്പോൾ ബാലൻസ് ഷീറ്റ് പോലെയാണെങ്കിൽ എന്തെങ്കിലും വല്ല സസ്പെൻസ് അക്കൗണ്ടൊക്കെ വെച്ചിട്ട് ടാലി ചെയ്തിട്ടുണ്ടാവും, അത് നമുക്ക് പറയാനുള്ളൂ. പക്ഷെ ഞാൻ ഈ ധനമന്ത്രി എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം കുറച്ചും കൂടി എന്താ പറയുക പ്രാഗ്മാറ്റിക് ആയിട്ട് കാര്യങ്ങളെ കാണുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന് ശേഷം ഈ ബഡ്ജറ്റിന് ശേഷം അദ്ദേഹം ഒരു ചാനലിൽ ഇരുന്ന് ഒരു അഭിമുഖവും കാര്യങ്ങളൊക്കെ ഒരു ചർച്ചയിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം ആ സമയത്തൊക്കെ എക്സ്പ്രസ് ചെയ്ത പല കാര്യങ്ങളും കുറേ കൂടി സത്യസന്ധമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നികുതി പിരിക്കുന്ന കാര്യത്തിലൊക്കെ വളരെയധികം പുറകോട്ട് പോകുന്ന സിറ്റുവേഷനാണ്. ഇപ്പം അദ്ദേഹം തന്നെ പറഞ്ഞു ഗോൾഡ് ഇമ്പോർട്ട് ആയിട്ട് വരുന്ന എത്ര 9,000 some crores ഫിഗറാണ് അദ്ദേഹം പറഞ്ഞത്, 9,000 some crores. അതിൻ്റെ മുഴുവൻ നികുതി ഞങ്ങൾക്ക് പിരിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം ഓപ്പണായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് GST ആയിട്ട് തന്നെ. അപ്പോൾ ഇത്തരത്തിൽ പിരിച്ചെടുക്കാനുള്ള സംഖ്യകൾ തന്നെ കൃത്യമായിട്ട് അത് പിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇലക്ട്രിസിറ്റീൻ്റെ ബില്ലുകൾ ഇതൊക്കെ ഡീഫോൾട്ടായിട്ടൊക്കെ കിടക്കുന്ന അത്തരം ഇതൊക്കെ വലിയ തുകയാവുന്നല്ല ഞാൻ പറയുന്നത്, ആ രീതിയിൽ. പിന്നെ ധനം കിട്ടിയാൽ തന്നെ അത് വിനിയോഗം ചെയ്യുന്ന രീതിയിൽ നമ്മൾ കണ്ടില്ലേ, തൊഴുത്തുണ്ടാക്കുന്നു, സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്നു, വേറെ എന്തെല്ലാം കാര്യങ്ങളിലാണ്. അപ്പോൾ ഈ പണം കൃത്യമായി ഡിപ്ലോയ്മെന്റ് നടത്തുന്ന കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ ഇപ്പൊ കിഫ്ബിയെ പറ്റി പറഞ്ഞു. തുടക്കം മുതൽ ഈ കിഫ്ബിയുടെ പല ഡിസ്കഷനിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, എനിക്ക് അതിനെപ്പറ്റി നല്ല ഓർമ്മയുണ്ട്. ഈ കിഫ്ബി വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞത് ഈ മറ്റേ നമ്മുടെ മുൻപത്തെ ധനമന്ത്രി അദ്ദേഹത്തിന്റെ മാജിക്കാണ്, അതിൽ നിന്ന് ഇൻഫ്ലോ ഉണ്ടാവും, പ്രൊജക്റ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് വെറും ഔട്ട്ഫ്ലോ അല്ല ഇൻഫ്ലോ ഉണ്ടാവും എന്നൊക്കെ പറയും. ഇവർ ഓരോ വർഷവും നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ പിന്നീട് ഉണ്ടാവുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അത് നമ്മുടെ കയ്യിലില്ലല്ലോ. ഇതൊക്കെ കുറേ പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ പോകുന്നു എന്ന് ഉള്ള കാര്യമുള്ളൂ. ടൂറിസത്തിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന കേരളം വളരെ ടൂറിസത്തിന് അട്രാക്ട് നമ്മൾ ഈ നികുതിയേതര വരുമാനത്തെ പറ്റിയിട്ടാണ് കൂടുതൽ ചിന്തിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ടൂറിസത്തിന് നല്ല സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് കേന്ദ്രമന്ത്രി ഉണ്ട്, ടൂറിസത്തിൻ്റെ ഒരു കേന്ദ്രമന്ത്രി വളരെ ആക്റ്റീവായിട്ട്. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ പഠിച്ചിട്ട് ഇതിനുള്ള നല്ല കൃത്യമായ റിപ്പോർട്ടുകൾ സമർപ്പിച്ചാൽ സ്വാഭാവികമായിട്ട് ഫണ്ട് വരുന്നുള്ള ഒരു ഇതിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ തല്ലുകൊള്ളും, ഒരു സംശയമില്ല. താങ്കൾക്ക് അറിയാലോ നന്നായിട്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ടൂറിസത്തിന്റെ പഠിച്ച് അതിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഉണ്ടാക്കണം, ഞാൻ മനസ്സിലാക്കി. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഈ മറ്റേ എനിക്കൊരു ടൂറിസം പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു പ്രൊജക്റ്റ് കിട്ടിയിരുന്നു ഞാൻ IIM വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പം ഞാൻ അവിടെ സെൻറ്ററിൽ പോയിട്ട് സംസാരിച്ചിരുന്നു, സെക്രട്ടറിമാരൊക്കെ ആയിട്ട് പലതായിട്ടും സംസാരിച്ചു. അപ്പോൾ ഈ ടൂറിസത്തിൻ്റെ ഒരു സെക്രട്ടറി പ്രത്യേകമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റിനെ പറ്റിയിട്ട് അവർക്ക് നല്ലൊരു ഇതുണ്ട്. അവർ പറഞ്ഞു നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ ഫണ്ടൊക്കെ ഉണ്ട്, ഫണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് കൃത്യമായ കാര്യങ്ങൾ നമ്മൾ പ്ലാനും പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കണം. പക്ഷെ ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ തെലുങ്കാനയിൽ നിന്നൊക്കെ വരുന്ന ആളുകളെ പറ്റിയിട്ട് അവർ എൻ്റെ അടുത്ത് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തു. അവരവിടെ താമസിക്കുകയാണ്. ആക്ച്വലി ഇത് കൊടുത്ത് ഡിപ്ലോയ്മെന്റ് ചെയ്ത് ഫണ്ട് അവർക്ക് കിട്ടിക്കഴിഞ്ഞാലും ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് അത് 3 yearsന്റെ ആണെങ്കിൽ 3 yearsന്റെ അടുത്ത് ഇന്ററിം റിപ്പോർട്ട് എല്ലാവരും വളരെ കൃത്യമായിട്ട് കൊണ്ടുപോയി ഫയൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് അത് വാങ്ങിച്ചെടുക്കാനുള്ള ഒരു സംഗതി ഉണ്ട്. ഇതിപ്പോൾ ഈ ബഡ്ജറ്റിന്റെ സമയത്ത് കുറച്ച് ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ വരുന്ന ഫണ്ടുകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കറിയില്ല. പിന്നെ ഒരുപാട് ജനക്ഷേമമായിട്ടുള്ള ഫണ്ടുകളിൽ നിന്ന് എത്രയോ ഇത് നടത്തിയിട്ടുണ്ട്. ഈവൻ ട്രഷറിയിൽ വരെ അഴിമതി നടത്തിയിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ. പിന്നെ അതിനെപ്പറ്റി എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു ഡെവലപ്മെന്റ് വരുന്നത് ഞാനതൊരു പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു ഒഴുക്ക് വല്ലാതെ ഉണ്ടായിട്ടുണ്ട്. ആളുകൾ പറയുന്നത് അതൊരു ബിഹേവിയറൽ ചേഞ്ച് സംഭവിച്ചതാണ്. എനിക്ക് തോന്നുന്നില്ല അതങ്ങനെ പ്രത്യേകിച്ച് ഒരു ബിഹേവിയറൽ ചേഞ്ചിന്റെ ഭാഗമായിട്ടല്ല. നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഹൈലി കോമ്പറ്റേറ്റീവായിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ IITയും കിട്ടി, IIM വന്നു, പാലക്കാട് IITയും കിട്ടിയിട്ടുണ്ട്. ഇനി എയിംസിന്റെ ഒരു പ്രശ്നം മാത്രമേ അവിടെ കിടക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ധാരാളം IIMsകളെ ഗവൺമെന്റ് കൊണ്ടുവന്നല്ലോ, 22 IIMs വന്നു കഴിഞ്ഞു. എല്ലാ സംസ്ഥാനത്തിനും ഒരു IIM എന്നുള്ള നിലയ്ക്ക് IITs വരുന്നുണ്ട്. അതേമാതിരി എയിംസും വന്നിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ
ഗെയിംസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലേക്ക് അതിപ്പോൾ UGC പുതിയ പുതിയ ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ട് കാര്യങ്ങളുണ്ട്. അതായത് ഇവരെ അഭ്യസ്ത വിദ്യരാക്കുക എന്നുള്ള, അതായത് ഇവർക്ക് ടെക്നിക്കലി എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആളുകളെ പുറത്തിറക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അതിൽ നമ്മൾ കുറച്ചും കൂടി ഊന്നൽ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് UGCൻ്റെ പുതിയ ഗൈഡ് ലൈൻസ് തന്നെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ ഒരു സംഗതി കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ കൺവെൻഷണലായ അധ്യാപകർ ഫാക്ച്വലായ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ കുറേം കൂടി പ്രാക്ടിക്കലായിട്ട് എന്താണ് ഇൻഡസ്ട്രിക്ക് വേണ്ടത്, അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് കുറേം കൂടി ഇത് കൊടുക്കാനാണ് UGC കുറേ മാറ്റങ്ങളും ഗൈഡ് ലൈൻസും കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ കുറേ ചില രീതിയിലൊക്കെ ഇവിടെ എതിർക്കുന്നുണ്ട്. അപ്പോൾ കുറേ കേന്ദ്രങ്ങൾ കൊണ്ടുവരുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പോസിറ്റീവാണ് ഈ മെട്രോനെ പറ്റി പറയുന്നത്, ഇൻക്ലൂഡിങ് കാലിക്കറ്റിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്. കാലിക്കറ്റ് എന്നുള്ളതുകൊണ്ട് എനിക്കതൊരു സന്തോഷമായിട്ടാണ് ഞാൻ കാണുന്നത്. അതേപോലെ തന്നെ ട്രിവാൻഡ്രത്ത് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇത് ഡോക്ടർ രാജേഷ് ഇതൊക്കെ നടക്കുമോ? ഡോക്ടർ രാജേഷ്, ഇതിനു മുമ്പുള്ള ഗവൺമെന്റ്, അതാണ് ഞാൻ പറഞ്ഞത്, നടക്കുമെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കഥയായിട്ട് പറയാം. അതാണ് ഇത് നടക്കുമോ, ഇതിന് ഫണ്ട് വരെ വരുത്തി ഇത് നടക്കുന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല. ഞാനതാ പറഞ്ഞത്. ഇത് പണ്ട് കോൺഗ്രസിന്റെ സമയത്ത് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന MK മുനീർ പറഞ്ഞിട്ടുള്ള കാര്യം അവിടുന്ന് തുടങ്ങുന്നു. ഇതിപ്പോ 10 കൊല്ലം കഴിഞ്ഞു. അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് മെട്രോ കൊണ്ടുവരും, മിനി മെട്രോ കൊണ്ടുവരും. നടന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നല്ലതാണ്. പക്ഷെ നടക്കുമോ എന്നുള്ള കാര്യത്തിലാണ് വലിയൊരു ചോദ്യങ്ങൾ. അതാണ് ഇതൊരു വലിയ ഒരു ഇമ്പാക്റ്റ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ 750 കോടി ഇപ്പൊ ഇവർ വയനാട്ടിന് കണ്ടെത്തി കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഇവരുടെ ധന മാനേജ്മെന്റ് ആണ്. പിന്നെ കുറച്ച് ഓഫ് കോഴ്സ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കമ്മീഷൻ ഉണ്ടാക്കിയതാണല്ലോ, കോടി വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ ചൂരൽമല ദുരന്തത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എനിക്ക് തോന്നുന്നു 700-ലധികം കോടി രൂപ വന്നിട്ടുണ്ട്. അവർക്കത് പാർഷ്യലി അവർക്ക് വിനിയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. സെന്ററിന്റെ ഭാഗത്തു നിന്ന് അഡിക്വേറ്റ് സപ്പോർട്ട് വേണമെന്നുള്ള കാര്യത്തിൽ ഞാനും പറയുന്നുണ്ട്. അത് കൊടുത്തേ മതിയാവും ആ ഒരു രീതിയിൽ. പിന്നെ ഈ ഡെവല്യൂഷൻ കുറച്ച് കുറഞ്ഞിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലൊക്കെ പോയല്ലോ ഫൈനാൻസ് കമ്മീഷന്റെ. അപ്പൊ അതിന്റെ പ്രകാരം സെൻട്രലിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതുണ്ട്. 100% ഇവർ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ധന മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പക്ക മോശമാണ്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ മാറ്റം വന്നാൽ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് പറഞ്ഞാൽ അതിനും ജനങ്ങൾക്ക് പ്രതീക്ഷയില്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാണ്. കാരണം രണ്ട് കൂട്ടർ ഇതേമാതിരിയാണ്, എല്ലാ കാര്യങ്ങളും ഇതാക്കുന്നുണ്ട്. ഈ ഫണ്ട് കൃത്യമായിട്ട് വിനിയോഗിക്കുന്നു, അത് എങ്ങോട്ട് പോകുന്നു പോലും നമുക്ക് അറിയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ തട്ടിപ്പുകളും കാര്യങ്ങളും സംഭവങ്ങളാണ് നടക്കുന്നത്. അപ്പൊ ജനങ്ങൾക്ക് ഉള്ള ഒരു പോസിറ്റീവ്. ഇപ്പൊ കോർട്ടിന്റെ ഇത് കണ്ടില്ലേ, ഇപ്പൊ ഒറ്റയടിക്ക് ഇത്രയും വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ്. ഇപ്പൊ സാധാരണ 10 രൂപ കൊടുത്താൽ മതി. ഹൈക്കോർട്ടിലെ ഒരു അപേക്ഷയുടെ ഒരു ബെയിലിന്റെ ഒരു ആപ്ലിക്കേഷന് 10 രൂപയേ ഉള്ളൂ. ആ 10 രൂപ ഇപ്പൊ 500 രൂപയായി മാറി ഹൈക്കോടതിയിൽ. മറ്റേ നമ്മുടെ സാധാരണ സെഷൻസ് കോർട്ടിൽ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ കിട്ടണമെങ്കിൽ ഇപ്പൊ 250 രൂപ വേണം. അപ്പൊ ഈ സർഫേസിന്റെ കാര്യത്തില് ഈ ഭൂമി ഏറ്റെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇത് വർദ്ധിച്ചിട്ടുണ്ട്. 150 രൂപയാണ് ആളുകളെ പറ്റിയിട്ട് നമ്മൾ ഇതുവഴി 150 കോടി രൂപയുടെ വരുമാനമാണ് ഈ കോടതി വ്യവഹാര ഫീസുകൾ അത് വർദ്ധിപ്പിക്കുക വഴി ലക്ഷ്യമിടുന്നത്. അതെ അതെ ഈ 150 കോടിയാണ് ഇവര് ഉണ്ടാക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ നികുതി വർദ്ധിപ്പിച്ചു എന്നുള്ളത്. ചെറിയ സെന്റ് സ്ഥലമൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആരോ പറയുന്ന അടി പക്ഷേ കർഷകരെ സംബന്ധിച്ച് ഇതൊരു വലിയ അടിയായി മാറും. പിന്നെ ഇവർക്ക് ഈ രീതിയിൽ എങ്ങനെ വന്നാലും ജനങ്ങളെ പിഴിയുക, കൈവെക്കുക എന്നുള്ളതാണ് അവർ കാണുന്നത്. പക്ഷെ ഇവർക്ക് പിരിക്കാനുള്ള ഈ GST പോലത്തെ കാര്യങ്ങളിലൊക്കെ കുറേ കൂടി പിരിച്ചെടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ഒക്കെ ചെറുകിട ആളുകളെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത്. ഇപ്പൊ E-way ബില്ല് വന്നപ്പോഴും ഇത് ശരിക്കും ഏറ്റവും അധികം വലിയ സ്വർണ്ണക്കടക്കാരെ സംബന്ധിച്ച് ഒരു പ്രശ്നം സംഭവിച്ചിട്ടില്ല. സംഭവിച്ചിരിക്കുന്ന ഈ ചെറിയ തട്ടാമാരെ പോലെയുള്ള ആളുകൾക്കാണ് ഈ E-way ബില്ലിൽ ഭയങ്കര പ്രശ്നങ്ങളായിട്ടുള്ളത്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷോർട്ടർ ട്രാൻസ്ഫർ വരുന്നുണ്ട്. അപ്പൊ അതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കും എന്ന് ഒരു പ്രതീക്ഷ നമുക്ക് ആവശ്യമില്ല. ഇതിനു മുമ്പ് പ്രസ്താവനകൾ നടത്തിപ്പോയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഡോക്യുമെന്റ് ഈ തോമസ് ഐസക് തന്നെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങ് ഓർക്കുന്നുണ്ടാവുന്നു. പ്രോഗ്രസ് കാർഡ് തരുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രോഗ്രസ് കാർഡ് തരും എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷെ ഒരു ഇതും കാണിച്ചില്ല. കാരണം പ്രോഗ്രസ് കാർഡ് കാണിക്കാൻ പറ്റില്ല അവർക്ക്. അവരെന്ത് കാണിക്കും?
ഇതാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ് വേഴ്സസ് പെർഫോമൻസ്. ഇതിൽ നിന്ന് എങ്ങനെ ഫണ്ട് കണ്ടെത്തുക, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവും. ഇതൊക്കെ കിട്ടും, ഭാവിയിൽ ഇങ്ങനെ പലത് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഇവരിത് ഉണ്ടാക്കിയിരിക്കുന്നത്, എസ്റ്റിമേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ബഡ്ജറ്റിന്റെ എസ്റ്റിമേഷൻ ശരിക്കും ടാലിയായി പോകണം, ഓൾമോസ്റ്റ് ടാലിയായി പോകണം. ലയബിലിറ്റി ആൻഡ് അസറ്റ് സൈഡ് കൃത്യമായിട്ട് എങ്ങനെയാണ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൽ നിന്നാണല്ലോ അസറ്റ് ക്രിയേഷനായിട്ട് വരുന്നത്. അപ്പൊ ഈ കിഫ്ബി എന്ന് പറഞ്ഞതും ഈ ഗവൺമെന്റ് സ്പെൻഡ്, ഇനി ആകെ ഇവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് എന്താ, സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരു ഓർഡർ അനുകൂലമായിട്ട് കിട്ടണം. അത് കിട്ടുമോ? 2000 രൂപ കടവ് എടുക്കാനൊക്കെ സംസ്ഥാനത്തിന് അനുവദിക്കുന്നു പറഞ്ഞിട്ട് സുപ്രീം കോടതി ഇവർക്ക് അനുകൂലമായ ഒരു ഓർഡർ എങ്ങാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കുറേ കൂടി കടം എടുക്കാം, അത്രയേ ഉള്ളൂ. ഇപ്പൊ 100% 100 crores ഇത് കടം വന്നതിന്റെ 60% 1 ഇയറിന്റെ ഉള്ളിൽ റെമിറ്റ് ചെയ്യേണ്ട ഇതാണ്. ഇപ്പൊ ശമ്പള കമ്മീഷനെ വെച്ചില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ പറയുന്നത് അതൊരു കുറച്ചും കൂടി ഒരു പ്രൂഡന്റ് ആയിട്ട് ശ്രീ ബാലഗോപാൽ ചെയ്തു എന്ന് ഞാൻ പറയുന്നത്. കാരണം ബാക്കിയുള്ളവർക്കൊക്കെ 10 വർഷം കൂടുമ്പോഴാണ് ശമ്പളം പരിഷ്കരിക്കുന്നത്. ഇവിടെ 5 വർഷം കൂടുമ്പോൾ ഭയങ്കര ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. പല രീതിയിൽ നല്ല രീതിയിൽ സ്കെയില് ശമ്പളം വാങ്ങുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ നല്ല രീതിയിൽ സ്കെയില് വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അവരിൽ നിന്നുള്ള പ്രൊഡക്ടിവിറ്റി കിട്ടുന്നുണ്ടോ നമുക്ക്, അതാണ് ചോദിക്കുന്നത്. കൈക്കൂലിയും മറ്റു കാര്യങ്ങളൊക്കെ വർദ്ധിക്കുക എന്നല്ലാണ്ട് ഇത് പ്രൊഡക്ടിവിറ്റി ആയിട്ടൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. അതേമാതിരി തന്നെയാണ് ഈ വലിയ കേന്ദ്രങ്ങളായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉയർത്തുമെന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഭ്യസ്തവിദ്യരായ ആളുകൾ പുറത്തിറങ്ങുമ്പോൾ അവർക്ക് തൊഴിൽ കിട്ടണം, അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിനെ കിടപിടിക്കുന്ന രീതിയിൽ അതിലും നല്ല എനേബിളിംഗ് എൻവയറമെന്റ് ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്ന തീർച്ചയായിട്ടും കൊണ്ടുവരാൻ പറ്റും. ആ ഒരു എനേബിളിംഗ് എൻവയറമെന്റ് കൊണ്ടുവരണം. ഇപ്പൊ ഇവര് 16 വർഷം മുമ്പാണ് ഈ മറ്റേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ച ആളുകളാ. അന്ന് നമ്മളെ റിട്ടയർഡ് അംബാസിഡർ ശ്രീനിവാസൻ സാറെ ഒക്കെ അടിക്കുകയും അങ്ങനെ വലിയ ബഹളമൊക്കെ നടത്തിപ്പോയതാ. ഇപ്പൊ വന്നില്ലേ ഫോറിൻ യൂണിവേഴ്സിറ്റി തകർക്കുന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല. ഫോറിൻ യൂണിവേഴ്സിറ്റി കാരണം രാഷ്ട്രീയത്തിനൊക്കെ ഇത് വിട്ടിട്ട് നല്ല റിസർച്ചും നല്ല ഇതുള്ള നല്ല അധ്യാപകർ, അവർ ഫോറിൻ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ അവർ അധ്യാപകർക്കൊക്കെ നന്നായി പേ ചെയ്യും. നല്ല പ്രഗത്ഭന്മാരായ അധ്യാപകർ വരെയും കുറേ കൂടി കാര്യങ്ങളും കുറേ കൂടി നല്ല രീതിയിൽ പോകുന്ന വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവർ ചൂഷണം ചെയ്യും, അതിന് ഗവൺമെന്റ് അതിൻ്റെ കൃത്യമായ നിയമ കാര്യങ്ങൾ എടുക്കണം. ഇപ്പൊ തന്നെ UGCയിൽ വന്ന പുതിയ നിയമം കണ്ടില്ലേ, വൈസ് ചാൻസലറായിട്ട് ഇൻഡസ്ട്രി എന്നുള്ള എക്സ്പെർട്ട്. ഓഫ് കോഴ്സ് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും എന്താണെന്ന് പറയുക, പ്രാക്ടിക്കൽ സൈഡ് അവർ നല്ല പ്രാക്ടീഷണേഴ്സ് ആണ്. അവർക്ക് തിയറട്ടിക്കൽ സ്റ്റഫ് എങ്ങനെ പ്രാക്ടീഷൻ ആക്കാമെന്നും ദീർഘവീക്ഷണങ്ങൾ എങ്ങനെ ചിന്തിക്കാമെന്ന്, എങ്ങനെ ഒരു ഹോളിസ്റ്റിക് വ്യൂ ഉണ്ടാക്കാന്നൊക്കെയുള്ള നല്ല നോളജബിളുള്ള ആളുകൾ, അവരെയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ആളുകൾ അവരെയൊക്കെ ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ കൊണ്ടുപോകണം. ടൂറിസം നല്ല പൊട്ടൻഷ്യൽ ഉള്ള കാര്യം. ഇപ്പോൾ ഇവർ കമ്പയർ ചെയ്തിട്ട് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള ഫിഗേഴ്സാണ് അവർ എടുക്കുന്നത്. കോവിഡ് നിശ്ചലമായി പോയല്ലോ, 0 ആയല്ലോ. അപ്പൊ അതിനുശേഷം ഞാൻ ഈ വർഷം കഴിഞ്ഞ വർഷം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ വർഷം 10 ചെയ്ത 100% ഗ്രോത്ത് ആയി. അപ്പൊ ആ രീതിയിലാണ്. പക്ഷെ എന്നാലും അദ്ദേഹം പറഞ്ഞു ധനസ്ഥിതി ഇതായി. പക്ഷെ ഞാൻ പറയുന്ന കുറച്ചും കൂടി തോമസ് ഐസക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടും കുറേ കൂടി അത് നടപ്പാക്കില്ല എന്നുള്ള കാര്യമല്ല. എങ്കിൽ പോലും ഇപ്പൊ ക്ഷേമ പെൻഷൻ 1600 ഒരു അടി മുന്നോട്ട് പോകാൻ പോയിട്ട് എന്താ കാര്യം, 10,3800 കോടിന്റെ ബാധ്യത പിന്നെയും കൂടി വരികയാണ്. അപ്പൊ വെറുതെ പ്രസ്താവന നടത്തിയില്ല. അപ്പൊ അദ്ദേഹം അങ്ങനെ പ്രസ്താവന നടത്തിയിട്ടില്ല. ഈ 1600 രൂപയാണെങ്കിലും 3 മാസം പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. DAയുടെ ഗഡുക്കൾ കൊടുത്തു തീർക്കാണ്ട് അങ്ങനെ പല ഇതുണ്ട്. അപ്പൊ അങ്ങ് ആദ്യം തന്നെ ആങ്കർ സൂചിപ്പിച്ച രീതി തന്നെയാണ് എനിക്കും തോന്നുന്നത്. പാവം അദ്ദേഹത്തിന് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. MCOM മറ്റേ ലോയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ ആളാണ് ഈ ബാലഗോപാൽജി എന്ന് പറയുന്നത്. നല്ല വ്യക്തിയാണ്, വ്യക്തിത്വം ഒരു പ്രശ്നമില്ല. അദ്ദേഹം എന്ത് ചെയ്യാൻ പറ്റും, ഇതാണ് നമ്മളെ സമ്പത്ത്. പിന്നെ ഇങ്ങനെ അലോക്കേഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഫണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെയാണ്. പിന്നെ ജനങ്ങളെ ഇങ്ങനെ നികുതി ഭാരം കൊടുത്ത് ചുമത്തുക, ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ എന്താ നടക്കുന്ന അഴിമതി കാര്യങ്ങളുടെ നിധാനമായിട്ട് ഡെയിലി സ്റ്റോറീസ് വരികയാണ്. ജനങ്ങൾക്ക് കോൺഫിഡൻസ് ഒന്നും ഇല്ല ഗവർണൻസിലൊക്കെ, എവിടെ പോയി ഇതാവും എന്നുള്ള ഒരു ഇതിലോട്ടാണ് നോക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മൾ ഇതിനെ അതാണ് ഫോറിൻ ഉള്ള റെമിറ്റൻസ് വർദ്ധിപ്പിക്കുക, അവരായിട്ട് നല്ല റിലേഷൻ ഉണ്ടാക്കുന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഒരു എനേബിളിംഗ് എൻവയറമെന്റ്, ഇൻഡസ്ട്രിയൽ എനേബിളിംഗ് എൻവയറമെന്റ് ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? പുതിയതായി വരുന്ന എന്റർപ്രണേഴ്സിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് അവരെടുത്തിരിക്കുന്നത്. രാഷ്ട്രീയമായിട്ടും അതിന് മുമ്പിൽ കൊടി പിടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. മറ്റൊരു തൊട്ടടുത്തുള്ള അയൽ സംസ്ഥാനങ്ങളെ നോക്കി നോക്ക്, ഇവിടുന്ന് കിറ്റക്സ് തന്നെ പറിച്ച് അങ്ങോട്ട് പോയി. എന്നിട്ട്
എന്തെങ്കിലും ചെയ്തോ? അങ്ങനെ അപ്പോൾ അത് പോണേ പോട്ടെ എന്ന് പറഞ്ഞ് അതിലൊക്കെ രാഷ്ട്രീയം കണ്ട് അങ്ങനെ ഇരുന്നോ? അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണെങ്കിൽ എല്ലാം കഴിഞ്ഞു. ഇപ്പൊ കേന്ദ്രം സ്റ്റാർട്ടപ്സിനൊക്കെ ഒരുപാട് ഇത് പ്ലാൻ കൊടുത്തിട്ടുണ്ടെന്ന്. സ്റ്റാർട്ടപ്പിന് 2 രീതിയിൽ കൊടുത്തിട്ടുണ്ട്. 10,000 കോടിയാണ് ഫണ്ട് എന്ന് പറഞ്ഞതും, അതുകൂടാതെ 10,000 crore 20,000 crore ഉണ്ട്. നല്ല സ്റ്റാർട്ടപ്സ്, IT റിലേറ്റഡ് ആയ സ്റ്റാർട്ടപ്പ്, ഇൻഫോസെക് എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യയിൽ വന്നതിന് ശേഷം വളരെ നല്ല ഗ്രോത്തായി. ഈ സൈബർ തട്ടിപ്പുകളെ കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ ഗവൺമെന്റ് കൊണ്ടുവന്നാണ് ഈ MSMEക്കും അതേപോലത്തെ ഇതിനും ലിസ്റ്റ് ചെയ്യപ്പെടാൻ പ്രത്യേക പ്ലാറ്റ്ഫോം കൊണ്ടുവന്നു. SME ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് IPO കൊണ്ടുവരാനും ഒക്കെ കഴിയും. അപ്പോൾ SMEസിന് നല്ല ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ അതിനുള്ള എനേബിളിംഗ് എൻവയറമെന്റ് ഒക്കെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതിന് ഇവിടുത്തെ സംസ്ഥാനത്ത് പോയിട്ട് നല്ല കഴിവുള്ള ആളുകളെ വെക്കണം. ഇതിനെയൊക്കെ പറ്റി പഠിച്ച് കാര്യങ്ങൾ, നല്ല നല്ല IAS ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെയൊക്കെ അടിക്കടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നാളെ തന്നെ ഭക്ഷ്യമന്ത്രിന്റെ തന്നെ ഒരു ഇത് കണ്ടില്ലേ നിങ്ങൾ? വളരെ കേവലം ജൂനിയറായ ആളുകളെ കൊണ്ട് വെച്ചു എന്നാ പറയുന്നത്. ഒരുപാട് ഫണ്ട് ഇവിടെ കൃഷിക്ക് അലോട്ട്മെന്റ് നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പൊ അടുത്ത് സസ്പെൻഷനായിട്ടുള്ള പ്രശാന്ത് IAS വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വലിയൊരു പ്രൊജക്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. നിസ്സാര കാര്യങ്ങളാണ്, അതൊക്കെ പരിഹരിച്ച് വേഗം അവരെ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവരണ്ടേ. ഇത് വളരെ സീനിയർ ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ പറ്റി പറഞ്ഞാൽ അദ്ദേഹം ഓഫീസിൽ പോലും വരാറില്ല. ഭാര്യയുടെ റിസോർട്ട് നോക്കി പത്രത്തിൽ എഴുതിയ എനിക്കറിയില്ല. ശരിയാണ് ഡോക്ടർ രാജേഷ്. ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ വർക്ക് ചെയ്യണ്ടേ? ശരിയാണ്. ഞാൻ വരാം. 2 അതിഥികൾ കൂടി വന്നിരുന്നു, ഒന്ന് എത്തി നോക്കിയിട്ട് പോയി. അവർ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സി പി നോക്കൂ, കഴിഞ്ഞ ബജറ്റിൽ കാരവൻ ടൂറിസത്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത് അല്ലേ? എന്തോ വലിയൊരു സംഭവം കേരളത്തിൽ നടത്തുന്നു. കാരവൻ ടൂറിസത്തിൻ്റെ അവസ്ഥ അറിയാലോ. ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ പിന്നെ CPക്ക് അറിയാം. ഇപ്പോൾ നോക്ക്, മൈസ് ടൂറിസമാണ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. മീറ്റിംഗ്സ്, ഇൻസെൻറ്റീവ്സ്, കോൺഫറൻസസ് ആൻഡ് എക്സിബിഷൻസ്, വൻകിട കൺവെൻഷൻ സെൻറ്ററുകളും ഡെസ്റ്റിനേഷൻ ടൂറിസം സെൻറ്ററുകളും വികസിപ്പിക്കും എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു, അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം IT പാർക്കുകളുണ്ട് കേട്ടോ. അങ്ങോളം ഇങ്ങോളം. ഇപ്പോൾ ഇതാ കൊട്ടാരക്കരയിൽ തുടങ്ങാൻ പോകുന്നു, കൊല്ലത്തന്നെ വേറൊരു IT പാർക്ക് തുടങ്ങാൻ പോകുന്നു. എല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ട്. അതുപോലെ ഇനിയിപ്പോൾ കൺവെൻഷൻ സെൻറ്ററുകൾ കെട്ടിപ്പൊക്കാനും അതുപോലെ ഡെസ്റ്റിനേഷൻ ടൂറിസം സെൻറ്ററുകൾ വികസിപ്പിക്കാനും ഒക്കെയാണ് ലക്ഷ്യം ഇടുന്നത്. ഈ ടൂറിസത്തിന് വളരെ സാധ്യതകളാണ്. അനന്തസാധ്യത എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, പരിമിതമായതും എന്നാൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്കോപ്പുള്ള മേഖല തന്നെയാണ് ടൂറിസം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ ടൂറിസത്തിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഒരു എനേബിളിംഗ് എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ KTDC തന്നെ ഹോട്ടൽ പണിയുക എന്നുള്ളത് ഒരു തെറ്റായ മോഡലാണ്. ഇപ്പോൾ ഞാൻ ഈ ബജറ്റിൽ വായിച്ചു, ഇൻ്റർനാഷണലായിട്ട് ഹോട്ടൽ ശൃംഖല പോലെ തുടങ്ങാനായിട്ട് എന്തോ ഗവൺമെൻറ് ഒരു പരിപാടി ഇടുന്നു. ഒരാവശ്യമുള്ള കാര്യമല്ല. അത് മറ്റൊരു വിഷയമാണെങ്കിൽ പോലും, ഇവിടെയാണെങ്കിൽ പോലും ഹോട്ടലുകൾ ഗവൺമെൻറ് തുടങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഹോട്ടൽ മുറികളും ഹോട്ടലുകളും അതേപോലെ തന്നെയുള്ള ടൂറിസത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളും മറ്റുള്ളവർക്ക് തുടങ്ങാനും എനേബിളിംഗ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കാനുള്ള പദ്ധതികളാണ് ചെയ്യേണ്ടത്. അതിൽ ഈ കാരവൻ ടൂറിസം വന്നപ്പോൾ നമ്മളതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. കാരണം കാരവൻസ് വരികയും കാരവനുകൾക്ക് പിന്നെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ ഡീസലോ പെട്രോൾ അടിക്കാനാണെങ്കിൽ അത്, ഇപ്പോൾ ഇലക്ട്രിക് കാരവനാണെങ്കിൽ കുറച്ചും കൂടെ നന്നായി അത് പ്ലഗ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവിടെ ബാത്റൂംസൊക്കെ ഉണ്ടാക്കുക, നല്ലൊരാശയമാണ്. പക്ഷേ അത് എവിടെ എത്തിയില്ല. ഇപ്പോൾ ഞങ്ങളൊക്കെ കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു പ്രധാന കാര്യമാണ് ഇപ്പോൾ ഹെൽത്ത് ടൂറിസം എന്ന് പറയുന്നത് പോലെ, ട്രീറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വർക്കിംഗ് ഹോളിഡേ. അപ്പോൾ അതിൽ സ്പോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ആൾ 8 മണിക്കൂർ വീതം അല്ലെങ്കിൽ 8-9 മണിക്കൂറൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതിന് പകരം 4 മണിക്കൂർ വർക്ക് ചെയ്യുക. കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഇപ്പോഴത്തെ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടുള്ള വർക്കാകുമ്പോൾ 4 മണിക്കൂർ വർക്ക് ചെയ്യുക. അപ്പോൾ 4 മണിക്കൂർ ഹോളിഡേ ആണ്, 4 മണിക്കൂർ വർക്കിംഗ് ഡേ ആണ്. ബാക്കി സമയങ്ങളിൽ അദ്ദേഹത്തിന് കളിക്കാനും വ്യായാമം ചെയ്യാനും അത്യാവശ്യം ട്രീറ്റ്മെൻറ്റുകൾ എന്തെങ്കിലും പല്ല് വയ്ക്കാലോ. ഇപ്പോൾ ഡെൻറ്റിസ്ട്രി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല്ല് കേട് വരുമല്ലോ ആൾക്ക് ഒരു 40 വയസ്സൊക്കെ ആകുമ്പോൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതിന് അത്തരത്തിലുള്ള എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ടൂറിസം എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കുന്നതിൽ പൂർണ്ണ പരാജയമാണ് കേരളം എന്ന് പറയാൻ പറ്റില്ല. കേരളത്തിൽ ഇപ്പോൾ ഹോളിഡേ ഹോംസ് ഉണ്ടാക്കുകയും എന്താ പറയുക നമ്മുടെ ഹോം സ്റ്റേ ഉണ്ടാക്കുകയും ചെയ്തതൊക്കെ ഒരു സക്സസ് ആണ്. ഈ ഗവൺമെൻറ് നല്ല എല്ലാ
ഗവൺമെൻറ്റുകളുടെ കാലത്ത് അത് തുടങ്ങിയതാണ്. പക്ഷേ നമുക്ക് നല്ല രീതിയിലുള്ള ഇപ്പോൾ ടെന്നീസ്, ഗോൾഫ്, ഇപ്പോൾ ഗോൾഫ് ടൂറിസം എന്ന് പറഞ്ഞൊരു വലിയ ടൂറിസം ശൃംഖല തന്നെയുണ്ട് നമ്മുടെ എസ്റ്റേറ്റുകളിൽ. അത് അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് ഇപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ സമയത്താണല്ലോ അഡ്വഞ്ചർ ടൂറിസം ഇത്തരത്തിലുള്ള 5% സ്ഥലത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രേഖ തയ്യാറാക്കിയത്. അന്ന് പ്ലാനിംഗ് ബോർഡിൽ നിന്നാണ് അത് ചെയ്തത്. ഞങ്ങളൊക്കെ അതിന് ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ പോരാ. ഇപ്പോൾ നമ്മുടെ കുളങ്ങരയെ പോലുള്ള ആളുകൾ പ്ലാനിംഗ് ബോർഡിലുണ്ട്, പക്ഷേ അവരുടെയൊന്നും ഒരു പ്രസൻസ് നമ്മൾ കാണുന്നില്ല. അതിന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ടൂറിസത്തിൽ നിന്ന് വരുമാനം വർധനിപ്പിക്കാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മൾ വെറും കേവലം നമ്മൾ ഈ ഷോപ്പിൽ പോയിട്ട് ആൾക്കാർ വാങ്ങുക, വിൽക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം നടക്കില്ല. ഇപ്പോൾ നല്ല നല്ല ഇപ്പോൾ മാളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ലുലു മാള് പോലുള്ള മാള് വരുന്നുണ്ട്. ആ മാള് വരുമ്പോൾ അവിടെ നിന്ന് വ്യാപാരം നടക്കുമ്പോൾ അത് ടൂറിസ്റ്റുകൾക്ക് വാങ്ങാനുള്ളൊരു സ്ഥലമാണെങ്കിൽ നമ്മുടെ സാധാരണ വ്യാപാരികൾക്ക് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വരില്ല. ടൂറിസ്റ്റുകൾക്ക് അവരുടെ നല്ല ബ്രാൻഡുകളും ലോക്കൽ ബ്രാൻഡുകളും ഒക്കെ വിൽക്കേണ്ടി വരുന്നതാണെങ്കിൽ ലോക്കലായ സാധനങ്ങൾ നമ്മൾ എന്താ പറയുക, സോപ്പ് ജീപ്പ് കണ്ണാടി എന്ന് പറയുന്ന പോലെ ലോക്കലായി പ്രൊഡ്യൂസ് ചെയ്തുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക, അതിനൊക്കെ വലിയ ഡിമാൻഡാണല്ലോ. ഞാനൊരു ഈജിപ്തിൽ പോയ സമയത്ത് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ വേണ്ടത്ര വിജയിച്ചില്ല. പക്ഷെ ഞാൻ പറയുന്നത് ടൂറിസ്റ്റുകൾക്ക് വന്ന് ഇവിടെ വന്ന് വാങ്ങുക, ബൈ ഫ്രം കേരള എന്നുള്ള ഒരു തരത്തിൽ ടൂറിസവുമായി അത് ബന്ധപ്പെടുത്തിയാൽ നമുക്കൊരു മെർക്കൻഡൈൽ ചരിത്രം നമുക്കുണ്ടല്ലോ. നമുക്ക് ഫാക്ടറിയേക്കാളും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും വിൽക്കുക, വാങ്ങുക എന്നുള്ളതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. സ്പൈസസ്, അപ്പോൾ ആ സ്പൈസസ് നമ്മുടെ സ്പൈസസ് മാത്രമൊന്നുമില്ല, കാശ്മീരിൽ നിന്നുള്ള സ്പൈസസും ആവാം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്പൈസസ് ആവാം, അപ്പോൾ നമ്മുടെ സ്പൈസസും ആവാം. അപ്പോൾ അങ്ങനെ ടൂറിസം എന്നുള്ളത് കേവലം വിനോദ സഞ്ചാരം എന്നതിനേക്കാൾ അപ്പുറത്ത്, ബിയോണ്ട് ഒരു വെക്കേഷൻ എന്നതിനേക്കാൾ അപ്പുറത്ത് വാങ്ങലും വിൽക്കലും ചികിത്സിക്കലും കളിക്കലും അതേപോലെ തന്നെയുള്ള ഒരു താൽക്കാലിക ജീവിതം, ഒരു 1-2 മാസം ഒരു ടൂറിസ്റ്റോടെ നിന്നാൽ നമുക്ക് വരുമാനം വർധനവുണ്ടാക്കും. ഇന്നിപ്പോൾ നമ്മുടെ GDP-യുടെ 7-8% ഇന്ന് ടൂറിസത്തിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. കോവിഡ് ഏറ്റവും കൂടുതൽ തകർത്തത് ടൂറിസത്തെയാണ്. അപ്പോൾ ആ തരത്തിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 50 ടൂറിസം ഡെസ്റ്റിനേഷൻസ് പുതുതായിട്ട് പറയുന്നുണ്ട്. കേരളത്തിനത് വെടിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അല്ലെങ്കിൽ കേരളത്തെ അവഗണിച്ചുകൊണ്ട് ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ കൊടുക്കാൻ ഒരാൾക്ക് സാധിക്കില്ല. അപ്പോൾ ആ തരത്തിൽ ഉള്ള ഒരു ടൂറിസം വികസനത്തോട് നമുക്ക് യാതൊരു വിയോജിപ്പുമില്ല. പക്ഷേ ഇതിൽ വായിക്കുമ്പോൾ ഇതൊക്കെ ഒരു സ്റ്റൈലായിട്ടുള്ള ഒരു ചൈതന്യമില്ലാത്ത വരികളായി പോയോ എന്ന് ഞാനിപ്പോൾ ഒരു വിഷമത്തോടുകൂടി പറയുകയാണ്. ഒരു അവസാനത്തെ ഒരു ബജറ്റ് അലോകപാലിൻ്റെ ഈ ഗവൺമെൻറ്റിൻ്റെ 2ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ ബജറ്റ് എന്നുള്ള നിലയ്ക്കുള്ള ഒരു പ്രസരിപ്പ് ഈ ബജറ്റിൽ കുറഞ്ഞുപോയി എന്നാണ് എൻ്റെ സ്നേഹിതന്മാരും പറയുന്നത്. ഓക്കെ, അഡ്വക്കേറ്റ് ബലദേവ്, പൊള്ളയായ പ്രഖ്യാപനങ്ങളല്ലേ ഇപ്പോൾ? ഞാൻ CP ആഡ് ചെയ്യാനുണ്ടോ? ഞാൻ ഒന്ന് ആഡ് ചെയ്തത്, ഞാനൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്, മറ്റൊന്നുമല്ല. എനിക്ക് ഈ വനം വന്യജീവി കാര്യത്തിൽ കൂടെ പറഞ്ഞിട്ട് ഞാനൊന്ന് പ്ലീസ്. ഈ വനം വന്യജീവി പ്രശ്നം ഇന്നിപ്പോൾ വലിയൊരു പ്രോബ്ലമായിട്ട് വന്നു. ഇന്നിപ്പോൾ ഒരു 50 കോടി രൂപ ഇന്ന് നമ്മുടെ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കാത്തിരുന്നൊരു കാര്യം, ഇപ്പോൾ വനം വന്യജീവി പ്രശ്നത്തിൽ നമ്മൾ വനത്തിനും എതിരല്ല, വന്യജീവിക്കും എതിരല്ല. വനവും വന്യജീവി നമ്മുടെ സമ്പത്തിൻ്റെ ഭാഗമാണ്. വാസ്തവത്തിൽ നമ്മുടെ നാഷണൽ വെൽത്താണത്. ആ നാഷണൽ വെൽത്ത് നമുക്കിന്നിപ്പോൾ ഒരു ശാപമായിട്ട് മാറുന്നു വനയോര പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൽ അടിയന്തരമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ദീർഘകാലാടിസ്ഥാനത്തിലും ഇടക്കാലത്തും ചെയ്യേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ മരിച്ചുപോയ ആളുകളുടെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു 10 ലക്ഷം രൂപ കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ ഈ കടുവ കൊന്ന് തിന്ന രാധയുടെ വീട്ടിൽ പോയി, അത് പറയാൻ തന്നെ വിഷമം തോന്നുന്നു. വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. അപ്പോൾ അവർക്ക് ഗവൺമെൻറ്റിൽ ഒരു സ്ഥിരം ജോലിയോ അല്ലെങ്കിൽ വനത്തിൽ എന്തെങ്കിലും വന ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു വനാതിർത്തിയിലാണ്, മുനിസിപ്പാലിറ്റിയിലാണ്, മാനന്തവാടി മുനിസിപ്പാലിറ്റിയുടെ 1-ാം വാർഡിലാണ് ഈ കടുവ കടിച്ചു വന്ന വനിതയുടെ വീടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ ഒരു നല്ല ഒരു താങ്ങ്
കിട്ടുമെന്നാണ് ഞാൻ കരുതിയത്. ഒന്നും കിട്ടിയില്ല. അവർക്കൊരു അവരുടെ പഠിക്കുന്ന കുട്ടികൾക്കൊരു പിന്തുണ, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് ഒരാൾക്കൊരു സർക്കാർ ജോലി. കാരണം ആയിരക്കണക്കിന് ആൾക്കൊന്നും കൊടുക്കണ്ടല്ലോ. നമുക്ക് ഒരു വർഷം 5-10 ആൾക്കാരാണ് ഈ പ്രശ്നം ഓരോ സീസണിൽ വരുന്നത്. മൊത്തത്തിൽ 1000-ഓളം ആളുകൾക്ക് വന്നിട്ടുണ്ട്. അവർ ഓരോരുത്തരെയും എടുത്ത് അത് പരിശോധിക്കുക. പിന്നെ ഈ വന നിയമത്തിൻ്റെ കാര്യത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവരാൻ ബാലഗോപാലിന് ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ IPCയുടെ ഇപ്പോൾ ശിക്ഷാ നിയമത്തിൻ്റെ പേര് മാറ്റി ന്യായ സംഹിതയാക്കി. IPCയുടെ 96 തൊട്ട് 106 വരെയുള്ള വകുപ്പുകളിൽ ആത്മരക്ഷാർത്ഥം ചെയ്യുന്നതൊന്നും കുറ്റമല്ല. നത്തിങ് ഈസ് എൻ ഒഫൻസ്. എങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ സെൽഫ് ഡിഫെൻസിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ആത്മരക്ഷാർത്ഥം തിരിച്ചടിച്ച് ഒരു മനുഷ്യൻ മരിച്ചാൽ പോലും അത് കൊലക്കുറ്റമല്ല. അപ്പോൾ അവിടെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു മൃഗം, നമ്മുടെ വിളയിൽ, നമ്മുടെ പറമ്പിൽ ഒക്കെ നിൽക്കുന്ന മൃഗങ്ങളെ തുരത്തി ഓടിക്കുമ്പോൾ അത് കൊല്ലപ്പെട്ടാൽ അതൊരു കുറ്റമല്ല എന്ന ഒരു ഭേദഗതിയുള്ളൊരു നിയമം കൊണ്ടുവരേണ്ടതായിരുന്നില്ലേ? അതിന് പണച്ചെലവൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഈ പന്നികളെ കള്ളിയാതെ അത് തീരില്ല, കൊല്ലാതെ തീരില്ല. പക്ഷെ ആനകളെ എല്ലാം കൊല്ലണമെന്ന് ഞാൻ പറയില്ല, കടുവകളെ കൊല്ലണമെന്ന് പറയില്ല. അവർക്ക് വേണ്ടത് ഈ കാട്ടിൽ ജീവിക്കാനുള്ള അവരുടെ അവസ്ഥ നന്നാക്കുക, മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അവിടെ വെള്ളവും ഭക്ഷണവും കൊടുത്താൽ ഒരു കടുവയും ഇങ്ങോട്ട് വരില്ല, ഒരാനയും വരില്ല. അപ്പോൾ ഈ ബജറ്റിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു നടപടി എന്ന് പറയുന്നത് അതായിരുന്നു. അതും ഉണ്ടായില്ല എന്നുകൂടി പറയുകയാണ്. എന്നെ പോകാൻ അനുവദിച്ചാൽ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് താങ്കൾ മുന്നോട്ട് വെച്ചത്. വളരെയധികം നന്ദി CP ജോൺ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. അഡ്വക്കേറ്റ് ബലദേവ്, പൊള്ളയായ പ്രഖ്യാപനങ്ങൾക്ക് അപ്പുറത്ത് എന്തുണ്ട്? ഇപ്പോൾ നോക്കൂ, ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒക്കെ ഉയരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പോൾ കശുവണ്ടി മേഖലയ്ക്ക് 30 കോടി, അതുപോലെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിക്ക് 750 കോടി, ലൈഫ് പദ്ധതിക്ക് 1160 കോടി, കാരുണ്യ പദ്ധതിക്ക് 700 കോടി, റോഡുകൾക്ക് 3061 കോടി, പിന്നെ തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് പറയുന്നു. റെയിൽ വികസനത്തിന് അതിവേഗ പാത വേണമെന്ന് പറയുന്നുണ്ട്. റെയിൽ മെൻഷൻ ചെയ്തിട്ടില്ല, ഇപ്പോൾ അതിവേഗ പാത എന്നാണ് പറയുന്നത്. നോക്കൂ, ഇതിനൊക്കെ എവിടുന്നാണ് കാശ്, എവിടുന്ന് പണം എടുത്ത് കൊടുക്കും? ഇപ്പം നോക്കൂ, വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ഒരു സമീപനം ആണോ ധനമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്? ആളുകൾ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്, അവ കൃത്യമായി എടുത്തു കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ അത് നടപ്പിലായിട്ടില്ല എന്ന് അവർ വിലയിരുത്തുന്നു, അവരത് ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, പക്ഷെ പലതും യാഥാർത്ഥ്യമാകുന്നില്ല, ജലരേഖയാകുന്നു, പാഴ്വാക്കുകൾ ആകുന്നു. ഇവിടെ സാധാരണക്കാരന് ആശ്വസിക്കാവുന്ന എന്തൊക്കെ പ്രഖ്യാപനങ്ങളുണ്ട് അഡ്വക്കേറ്റ് ബലദേവ്? പല ബജറ്റിലും പലതും പ്രഖ്യാപിക്കാറുണ്ട്. അത് പല ഗവൺമെന്റുകളും പ്രഖ്യാപിക്കും, പല പ്രോജക്റ്റുകളും നടപ്പിലാക്കാറില്ല. അത് പലപ്പോഴും സംഭവിക്കാറുള്ളതാണ്. ഇവിടെ ബാലഗോപാൽ ഒരു യാഥാർത്ഥ്യബോധത്തോടെയാണ് ഒരു ബജറ്റ് അവതരിപ്പിച്ചു. വേണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന 1-2 കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനൊരു ചർച്ച വരത്തില്ല. ഇപ്പൊ കേന്ദ്രം ചെയ്ത പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഇൻകം ടാക്സ്. അതിനകത്ത് വലിയൊരു വർധന നടത്തിയപ്പോൾ ചർച്ച എല്ലാ വഴിക്കോട്ടും. മറ്റു കാര്യങ്ങളെക്കുറിച്ച് പലരും ചർച്ചയിലെടുത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനിയും ബാക്കി നിൽപ്പുണ്ട് കേന്ദ്ര ബജറ്റ്. ഇവിടെ അതുപോലെ തന്നെ ബാലഗോപാൽ എന്താ ചെയ്തത്? എല്ലാവരും നോക്കിയിരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കുമെന്നുള്ളത്. മറ്റൊന്ന്, ഉദ്യോഗസ്ഥരുടെ DA കുടിശ്ശിക തീർക്കുമെന്ന്, ഉദ്യോഗസ്ഥരുടെ പെൻഷൻകാരുടെ. ഇതിനകത്തേക്ക് ബാലഗോപാൽ വലുതായിട്ട് കടന്നില്ല. കാരണം അതിനുള്ള നേരത്തെ ഇവിടെ സംസാരിച്ചിട്ട് പറഞ്ഞതുപോലെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായതുകൊണ്ട് DA നിലവിലുള്ള ക്ഷേമ പെൻഷൻ 60 ലക്ഷം പേർക്കുള്ള ക്ഷേമ പെൻഷൻ 3 ഗഡു കുടിശ്ശികയുള്ളത് കൊടുത്തു തീർക്കും, എത്രയും വേഗം കൊടുത്തു തീർക്കും എന്നാണ് പറഞ്ഞത്. ഒരു DA വർദ്ധിപ്പിച്ചു ഉദ്യോഗസ്ഥരുടെ. അവർക്ക് അടുത്ത ജൂൺ മാസത്തിൽ പുതിയ DAയുടെ സമയം കൂടെ വർദ്ധിപ്പിച്ചു. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഔദ്യോഗിക തലത്തിൽ നിന്ന് മറ്റു പ്രതിപക്ഷ കക്ഷികളൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത്. അവർ 2500 ആക്കുമെന്ന് ഞങ്ങളുടെ പ്രകടന പത്രികയിലുണ്ടായിരുന്നു. അത് ക്രമേണ ഉയർത്തി 1600 വന്ന് നിൽക്കുകയാണ്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ആ ചെറിയ സാമ്പത്തിക സ്ഥിതിയിൽ നിന്നുകൊണ്ട് കേരളത്തിന് ചെയ്യാൻ കഴിയുന്ന മേഖലകളിലൂടെയാണ് കടന്നുപോയിരിക്കുന്നത്. ശരിയാണ്, നമ്പ്യാർ ചോദിച്ചതുപോലെ തന്നെ അമിതമായ സമ്പദ്ഘടനയുള്ളൊരു സംസ്ഥാനമല്ല കേരളം.
അതിലുപരി നമുക്ക് എല്ലാവർക്കും അറിയാം, അത് പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു രീതിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ ചില മാനദണ്ഡങ്ങൾ വെക്കും. ആ മാനദണ്ഡങ്ങൾ വെച്ച് 10ാം ധനകാര്യ കമ്മീഷൻ നമുക്ക് 3% ഉണ്ടായിരുന്നു, 3.8% ആയിരുന്നു നമുക്ക് ടാക്സിന്റെ ഡിവിസിബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ അത് 1.95% ആയിട്ട് കുറഞ്ഞു. അത് ധനകാര്യ കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. കേരളത്തിലെ ജനസംഖ്യയും മറ്റു പല കാര്യങ്ങൾ അവരെടുക്കും. അപ്പൊ അതിനകത്ത് നമുക്കുണ്ടായിട്ടുള്ള ഇടിവെന്ന് പറയുന്നത് ആയിരക്കണക്കിന് കോടി രൂപ ഓരോ വർഷവും നമുക്ക് കേരളത്തിന് കേന്ദ്രത്തിന്റെ ടാക്സ് വീതം കിട്ടേണ്ടത് കുറയുകയാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയതായിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ, ആ മാനദണ്ഡങ്ങൾ വന്നപ്പോൾ ചില സംസ്ഥാനങ്ങൾക്ക് കൂടി, ചില സംസ്ഥാനങ്ങൾക്ക് കുറഞ്ഞു. അത് അവിടുത്തെ സാമ്പത്തിക സ്ഥിതി, ജനസംഖ്യാ വർധനവും മറ്റ് ജീവിത നിലവാരവും, സാമുദായിക മേഖല, സാംസ്കാരിക മേഖല, പ്രൈമറി വിദ്യാഭ്യാസം, ഇതെല്ലാം കൂടെ കണക്കുകൂട്ടിയപ്പോൾ കേരളം ആ നിലയിലൊക്കെ വളരെ മുന്നോട്ട് പോയി കണ്ടപ്പോൾ നമുക്ക് അനുഭവിച്ചുകൊണ്ടിരുന്ന വിഹിതം കുറഞ്ഞ് 1.98% ആയിട്ട് മാറിയത്. അത് വളരെ കൂടുതൽ നമ്മൾ സാമ്പത്തികമായിട്ട് ജനിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ പ്രധാനമായിട്ട് നമുക്ക് വളരെ ചർച്ചയ്ക്കെടുത്ത വിഷയം, ഇവിടെ ബഹുമാനപ്പെട്ട CP ജോൺ പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്, ശരിയാണ്. വന്യമൃഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളെ തുടർന്നും കേരളത്തിൽ വളരെ കൂടുതൽ പ്രതിസന്ധി നമ്മൾ നേരിടുകയാണ്. അത് എന്തൊക്കെയോ അതിന്റെ പിന്നിൽ ചില ലോബികളുണ്ട്. കാരണം നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ, നമ്മുടെ വീട്ടിലേക്ക് വളർത്തുന്ന ആട്, കോഴി, ഇതിനെയൊക്കെ നമ്മൾ പിടിച്ച് കറിവെച്ച് തിന്നുന്നു, പശുവിനെയൊക്കെ. പക്ഷെ നമ്മളെ ദ്രോഹിക്കുന്ന പട്ടിയെ കൊല്ലാൻ പാടില്ല, വന്യമൃഗങ്ങളെ കൊല്ലാൻ പാടില്ല. IPC മാത്രമല്ല, അതിനകത്ത് ആക്ടിൽ തന്നെ മൃഗങ്ങളുടെ ബന്ധപ്പെട്ട ആക്ടിൽ തന്നെ പറയുന്നുണ്ട് നമുക്ക് ശല്യമായിട്ട് നിൽക്കുന്ന മൃഗങ്ങളെ കൊല്ലാം. അതിന് പ്രത്യേകിച്ച് ഒരു നിയമം വേണ്ട, അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് നമ്മൾ ശല്യം ചെയ്യുന്നവരല്ല, എല്ലാ മൃഗങ്ങളെയും കൊല്ലാൻ പറ്റില്ല. പക്ഷെ അതുപോലും ട്രിബ്യൂണലിൽ ചെല്ലുമ്പോൾ ആക്ട് മാറി വെച്ചുകൊണ്ട് ട്രിബ്യൂണലും മറ്റു വിധിയൊക്കെ ഈ സംരക്ഷകർക്ക് അനുകൂലമായിട്ട് വരികയാണ്. അത് വലിയൊരു ചോദ്യമാണ്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നത്, പേര് പറഞ്ഞ പോലെ തന്നെ ചൂരൽമലയുമായി ബന്ധപ്പെട്ട് 750 കോടി രൂപ അത് സ്പെഷ്യൽ പാക്കേജ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അവരുടെയൊക്കെ പുനരധിവാസം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതാണ്. കുറച്ച് പൈസയൊക്കെ പിരിഞ്ഞു കിട്ടിയതൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഒരു പാക്കേജായിട്ട് ബന്ധപ്പെട്ട് 750 കോടി രൂപയുടെ ഒരു സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ഭവനരഹിതരുടെ കാര്യമായിരുന്നു. ലൈഫ് മിഷൻ 1160 കോടി രൂപയാണ്, വളരെ വലിയൊരു തുകയാണ് അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. കാര്യം അതിനകത്ത് കേരളം ഒരു ടാർഗറ്റ് ഇട്ടിട്ടുണ്ട്, അത്രയും പേർക്ക് വീട് വെച്ച് നൽകുക എന്നുള്ളതാണ്. ചിലർക്ക് അതിനകത്ത് വീട് മാത്രമല്ല വസ്തുവില്ലാത്തവരുമുണ്ട്. അതുകൊണ്ടാണ് അത്രയും വലിയൊരു തുക 1160 കോടി രൂപ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റ കാര്യം സൂചിപ്പിച്ചോട്ടെ. അതായത് കഴിഞ്ഞ ബജറ്റിൽ പഴയ ലക്ഷം വീട് പുനർനിർമ്മിക്കാൻ സുവർണ ഭവനം എന്നും നവയുഗ എന്നും 2 പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 10 കോടി രൂപ മാറ്റിവെച്ചു, ഒറ്റ വീട് പോലും ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല, ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൂടുതൽ എന്റെ കണക്ക് വേണമെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചില്ല, ലക്ഷക്കണക്കിന് വീട് ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് 4 ലക്ഷം വീടങ്ങണ്ടായിരുന്നു ആദ്യം ഒരു ടാർഗറ്റ് 2014 വരുമ്പോൾ ഇട്ടിരുന്നത്. അതിനകത്ത് കൃത്യമായ കണക്കെന്തെങ്കിലും ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പൊ അത്രയും വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള വീടുകൾ ഈ ഗവൺമെന്റ് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭവനരഹിതര്, ഭൂരഹിതരായിട്ടുള്ളവർ. അപ്പൊ ഭൂരഹിതർക്ക് ഭൂമിയും വീടും നൽകണം, ഭൂമിയുള്ളവർക്ക് വീട് വെച്ച് നൽകണം. അപ്പൊ 1160 കോടി രൂപ എന്ന് പറയുന്നത് ഒരു ചെറുതായ ഒരു കാര്യമൊന്നുമല്ല. ഇതിനകത്ത് ഇവിടെ നേരത്തെ ചോദിച്ചതുപോലെ വരവ് ചെലവുകൾ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. 1,01,23,351.67 കോടി രൂപയാണ് വരുമാനം പ്രതീക്ഷിക്കുന്നത്. 179,476.20 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അത് 27,123 രൂപയുടെ അതിനകത്തുണ്ടാകുന്ന ബഡ്ജറ്റ് കമ്മിയുമായിട്ട് പ്രത്യേകം കാണിക്കുന്നുണ്ട്. അധിക വിഭവ സമാഹരണം സാധാരണഗതിയിൽ ഒരു വേഗമായിട്ട് പറഞ്ഞു പോവുകയാണ്. ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ ബാലഗോപാൽ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച സാമ്പത്തിക ശാസ്ത്രം പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് അധിക വിഭവ സമാഹരണം. ഉദാഹരണത്തിന് നമ്മൾ വസ്തുവിന് ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് 50% വർദ്ധിച്ചു. ഈ 50% വർദ്ധവനെ ഇപ്പോൾ വളരെ കൂടുതൽ 1-2 ചർച്ചകളിൽ വളരെ കൂടുതലായിട്ട് പെരുപ്പിച്ച് കാണിച്ചു. ഇവിടെ നമുക്കറിയാം, എനിക്ക് തന്നെ ആകെയുള്ള 50 സെന്റ് വസ്തുവാണ്. ഇതിനടയ്ക്കുന്ന ടാക്സിനകത്ത് ഇപ്പോൾ അടയ്ക്കുന്ന ടാക്സിന്റെ കൂടെ ഒരു ഹെക്ടറിന് 2.5 രൂപ വെച്ചാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്, ഒരു ആറിന്. അപ്പോൾ 20 ആറാണ് 50 സെന്റ്. ഇതിനകത്ത് എനിക്ക് അധികം അടയ്ക്കേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് ഒരു വർഷം എന്ന് പറയുന്നത് ഏതാണ്ട് 50 രൂപയ്ക്കകത്താണ്. 5 സെന്റ് 10 സെന്റ് ഉള്ളവരാണ് കൂടുതൽ. കാര്യം ഈ കേരളത്തെ സംബന്ധിച്ച് ഒരു 25 സെന്റ് 30 സെന്റ് വസ്തുക്കളിൽ കൂടി ചില കാര്യം ഇവിടെ 4-5 ലക്ഷം രൂപയുടെ വിലപിടിപ്പുണ്ട്. അപ്പൊ ഈ 50% ആ വർധനമെന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളെ 5 സെന്റ് 10 സെന്റ് 3 സെന്റിലൊക്കെ താമസിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ BPL വിഭാഗത്തിൽ വരുന്നത്. അവർക്കൊന്ന് ഒരു ആർ എന്ന് പറഞ്ഞാൽ 2.5 സെന്റിന്റെ പുറത്ത് വരുന്ന ഈ വർധനവ്, ഒരു 2.50 വർധനവ് എന്ന് പറയുന്നത് വലിയൊരു വർധന. കേൾക്കുമ്പോൾ പറയുന്നത് എന്താ, വസ്തു നികുതി 50% വർദ്ധിപ്പിച്ചു എന്നാ, ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ മാറും എന്നുള്ള രീതിയിലാണ്. പിന്നെ കോടതിയുമായി ബന്ധപ്പെട്ട ടാക്സുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ തന്നെ വക്കീലായിട്ടാണ് നടപടിയാണോ വക്കീലെ?
ഞാൻ പറയട്ടെ, ഞാൻ തന്നെ വക്കീലായിട്ട് 35 വർഷമായി. ആ 35 വർഷത്തിന് മുമ്പുള്ള ആ ഫീസാണ് ഇന്നലെ ഈ ബജറ്റ് വരുന്നത് വരെ കൊടുത്തോളൂ. ഇടയ്ക്ക് വെച്ചൊന്ന് കൂട്ടിയിട്ട് ഞങ്ങളൊക്കെ സമരം ചെയ്ത് കൂട്ടത്തില്ല, അത് കുറച്ചു. ഈ 35 വർഷത്തിന് മുമ്പുള്ള നികുതിയാണോ ഇപ്പോഴും കൊടുക്കേണ്ടത്? ഒരു 5 രൂപ 10 രൂപ 5 രൂപ അടച്ചാൽ മതി. ഒരു ബെയിൽ ആപ്ലിക്കേഷൻ പണ്ടും അടയ്ക്കുന്നത് 5 രൂപയാണ്. ഞാൻ എൻറോൾ ചെയ്യുമ്പോഴും 5 രൂപയാണ് അടയ്ക്കുന്നത്. ഇന്ന് വരെ ഇന്നും അടച്ചത് 5 രൂപയാണ്. ഒരു അവധിക്ക് അപേക്ഷയ്ക്ക് 2 രൂപയുടെ സ്റ്റാമ്പ്. ഇതെല്ലാം 10-35 വർഷമായിട്ട് ഉള്ള രീതിയാണ്. ഒരു വർധനവും ഇതുവരെ ഇതിനകത്തുണ്ടായിട്ടില്ല. ഇടയ്ക്ക് വെച്ച് ഫാമിലി കൂടുതൽ മറ്റും വർദ്ധിപ്പിച്ചായിരുന്നു. അത് വർദ്ധിപ്പിച്ചിട്ട് ഗവൺമെന്റ് ഞങ്ങളുടെ തന്നെ വക്കീലന്മാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ സമരം ചെയ്തത്. അത് ഏകപക്ഷീയമായിരുന്നു, രാഷ്ട്രീയമില്ലായിരുന്നു, എല്ലാ പാർട്ടിക്കാരും കൂടി ഒരുമിച്ച് സമരം ചെയ്തു, അത് കുറച്ചു. അപ്പോൾ അതിനകത്തൊക്കെ ന്യായമായ ഒരു വർധനവ് 35 വർഷത്തിന് മുമ്പുള്ള രജിസ്ട്രേഷൻ ഫീസും കോർട്ട് ഫീസും ഒക്കെ ഇപ്പോഴും അതുപോലെ തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ നമുക്കതിനോട് പരിപൂർണമായിട്ട് യോജിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വരവിനകത്ത് നിന്നുകൊണ്ട് ഒരുപാട് ഗിമിക്കുകൾ പ്രഖ്യാപിക്കാതെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, പുകമറ സൃഷ്ടിക്കാതെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം എടുത്ത് കാണിച്ചുകൊണ്ട് ഒരുപാട് പെരുപ്പിച്ച് കാണിക്കാതെ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ സെക്ടർ നമുക്കറിയാലോ, വ്യവസായ മേഖലയിൽ നല്ലൊരു തുക മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ചില ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ട്. 1831.36 കോടി രൂപ വ്യവസായ മേഖലയിൽ ചില പാർക്കുകൾ തുടങ്ങുന്നതൊക്കെ ആയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ എന്റർപ്രണർഷിപ്പ് ആ തുക കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 80 കോടി രൂപ പുതിയ എന്റർപ്രണർഷിപ്പിനെ മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞ ബജറ്റിൽ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രഡേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ പാർക്ക് 11 ഇൻഡസ്ട്രിയൽ പാർക്കുകൾക്കായി 36,60,00,000 രൂപ നീക്കിവെച്ചു. ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമുക്ക് നടക്കാതെ പോയ പല പദ്ധതികളും. അതിനാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വേണ്ടേ? ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ ഇത്രയും കാര്യങ്ങൾ പ്രഖ്യാപിച്ചു, ഇത്ര തുക നീക്കിവെച്ചു, ഞങ്ങൾക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഇതൊക്കെ നടപ്പിലാക്കാൻ സാധിച്ചു എന്ന് പറയുന്നതിൽ എന്താ അവിടെ അഭിമാന പ്രശ്നമാണോ? അത് നടപ്പിലാക്കി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, കേരളം മാത്രമല്ല, കേന്ദ്ര ബജറ്റും സംസ്ഥാന ബജറ്റും പല ബജറ്റുകളിലും നടപ്പിലാക്കാൻ കഴിയാത്ത ഇവിടെ അല്ല, ഞാൻ കേന്ദ്രവും അങ്ങനെ ഒരു ബജറ്റ് അവതരിപ്പിച്ച് അവർ അത് ശരിയല്ല എന്ന അഭിപ്രായം തന്നെയാണ് എനിക്ക്. നടപ്പിലാക്കാൻ ഞാൻ പറയട്ടെ, അതായത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കേന്ദ്രവും സംസ്ഥാനം ആര് ഭരിച്ചാലും, BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഇടതുപക്ഷത്തിന് പിന്തുണ കേന്ദ്രം ഭരിച്ചിട്ടുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഇരിക്കുന്ന സാമ്പത്തിക വിദഗ്ധരുണ്ടെങ്കിൽ അവർക്കറിയാം. അതായത് കേന്ദ്രത്തിന് ഒരു ബജറ്റ് പ്രഖ്യാപിച്ചാൽ അത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന്, അവർക്ക് റിസർവ് ബാങ്ക് ബന്ധപ്പെട്ട് നോട്ട് അടിക്കുക. ഇപ്പോൾ ഇന്ത്യയിൽ സർക്കുലേഷൻ ഉള്ള 32 ലക്ഷം കോടി രൂപയാണ്. ഈ ഗവൺമെന്റ് വരുമ്പോൾ അത് 16.25 ലക്ഷം കോടി രൂപയായിരുന്നു. രണ്ടാമതായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനം ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇതൊന്നും കേരളം എന്നല്ല, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. സംസ്ഥാനങ്ങൾക്ക് നോട്ടടിക്കാനുള്ള പറ്റും. സംസ്ഥാനങ്ങൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനങ്ങൾക്കും അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കാനുള്ള പലതും അധികാരവുമില്ല, അങ്ങനെ വിറ്റഴിക്കാനുള്ള സ്ഥാപനങ്ങളുമില്ല. അപ്പോൾ ആകെയുള്ളത് എന്താ? ഇവിടെ സംസ്ഥാനത്തുനിന്ന് പിരിക്കുന്ന നികുതി വിഹിതം, കേന്ദ്രത്തിന്റെ നികുതി വിഹിതം കിട്ടുക, കേന്ദ്രം കൊടുക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ, ഈ രണ്ട് രീതിയിലുള്ള വരുമാനമാണ്. പിന്നെ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, അമിതമായിട്ട് നമുക്ക് വലിയ വ്യവസായങ്ങളൊന്നുമില്ല. വളരെ കുറച്ച് വ്യവസായങ്ങളേ ഉള്ളൂ. സംസ്ഥാന ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന ലാഭത്തിലോടുന്ന വളരെ കുറച്ച് വ്യവസായങ്ങളേ ഉള്ളൂ. കൂടുതൽ വ്യവസായങ്ങളും നഷ്ടത്തിലോടുന്നതാണ്. KSEB ആയാലും KSRTC ആയാലും അതെല്ലാം നഷ്ടത്തിലോടുകയാണ്. എന്റെ നാട്ടിലുള്ള KMML വളരെ കൂടുതൽ ലാഭത്തിലോടുന്നു. അതിന്റെ ലാഭവിഹിതം സംസ്ഥാനം കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ലാഭവിഹിതത്തെക്കാൾ കൂടുതലാണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന നഷ്ടം. എന്നാൽ അത് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചാൽ, അവിടെ ഇപ്പൊ തന്നെ KSRTC KSEB തന്നെ 30,000 പേര് ജോലി ചെയ്യുന്നു, KSRTC 25,000 പേര് ജോലി ചെയ്യുന്നു. അപ്പം ഇവരുടെയൊക്കെ തൊഴിലില്ലായ്മ എന്നൊരു പ്രശ്നമുണ്ട്. അപ്പൊ അവരുടെ തൊഴിൽ നിലനിർത്തുക, വ്യവസായം നിലനിർത്തുക, ഇങ്ങനെയൊക്കെയുള്ള കുറേയധികം കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് കേരളത്തെ പോലെ സംസ്ഥാനം നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് തനതായിട്ടുള്ള വരുമാനങ്ങൾ വളരെ കുറവാണ്. നികുതി വരുമാനങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. നികുതിയേതര വരുമാനങ്ങൾ വളരെ കുറവാണ്. പിന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വരുമാനം ഉണ്ടാക്കിക്കൂടാ. തനത് വരുമാനം കേരളം മാത്രമല്ലോ. ഈ നമ്മൾക്കിപ്പോ മഹാരാഷ്ട്ര, ഗുജറാത്ത് പോലെയുള്ള വൻകിട വ്യവസായ പാർക്കുകളും നമുക്ക് വ്യവസായികമായിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് കേരള സംസ്ഥാനമൊക്കെ വ്യവസായികമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ പഴയതുപോലെ വൻകിട വ്യവസായങ്ങൾ നമുക്ക് ഇല്ല. ഉള്ളത് കുറെ അധികം ലാഭത്തിലോടുന്നത് വ്യവസായം ഇല്ലാതെ ഇല്ല. കുറെ അധികം പറഞ്ഞില്ല, KMML വളരെ കൂടുതൽ ലാഭത്തിലോടുന്ന എന്റെ ജില്ലയിലുള്ള ഒരു സ്ഥാപനമാണ്, ലാഭത്തിലോടുന്ന വ്യവസായ സ്ഥാപനമാണ്. പക്ഷെ നഷ്ടത്തിലോടുന്ന കുറെ അധികം വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ പരിഗണിക്കുമ്പോൾ നെറ്റ് എടുക്കുമ്പോൾ നഷ്ടത്തിലേക്കാണ് പോകുന്നത്.
അപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു സാമ്പത്തിക അവസ്ഥ, ഇപ്പൊ കൊല്ലം ജില്ലയിൽ പുതിയതായിട്ട് കൊട്ടാരക്കരയിൽ IT പാർക്ക് വരുന്നു. അത് കുറെ അധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. IT മേഖലയിൽ കുറെ മാറ്റങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ്. വക്കീലെ, പരിപൂർണമായ ഒരു കേരളത്തിൽ സമ്പൂർണ്ണമായിട്ട് IT പാർക്കുകൾ ഉണ്ട്. ഇങ്ങനെ ബിൽഡിങ്ങുകൾ മാത്രം പണിതിട്ടാ മതിയോ? അവിടെ വല്ലതും അല്ല, അതൊക്കെ ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ. ആര് പറഞ്ഞു? സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഉണ്ടോ? IT വ്യവസായ മേഖലയിലൊക്കെ ഒരുപാട് നമ്മൾ മുന്നോട്ട് പോയിട്ടില്ലേ? നമ്മൾ ആ മേഖലയിലേക്ക് നമ്മൾ തന്നെ അങ്ങനെ ധനമന്ത്രി വന്നു അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒരു IT പാർക്ക് മാത്രമല്ല കൊല്ലത്ത് അദ്ദേഹത്തിന്റെ മണ്ഡലം. അതിപ്പോ ആര് ഭരിച്ചാലും അങ്ങനെ ഉണ്ടാവില്ല. അവരുടെ മണ്ഡലത്തിലൊക്കെ പലതും ചെയ്യുമല്ലോ. ആര് മന്ത്രിമാര് വന്നാലും ഏത് കൊല്ലത്തിനോട് പ്രത്യേക മമത കാണിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയോട്. അത് കുഴപ്പമില്ല. അല്ല, അത് ജില്ലയ്ക്ക് മൊത്തത്തിൽ വരുന്നൊരു വികസനമാണല്ലോ. എന്റെ മണ്ഡലത്തിലുണ്ടല്ലോ, എന്റെ മണ്ഡലത്തിൽ ഒരു IT കോളേജ് ഉണ്ട്, നല്ലതുപോലെ വർക്ക് ചെയ്യുന്നു. ചവറയിൽ പട്ടകടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു IT കോളേജ് ഉണ്ട്, IT ട്രെയിനിങ് കോളേജ് ഉണ്ട്. അവിടെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന, കഴിഞ്ഞ UDF മന്ത്രിസഭ ഇരുന്നപ്പം അന്ന് ഇവിടുന്ന് മന്ത്രി ആയിരുന്നു സഹ ശിബുവൻ കൊണ്ടുവന്നെയാണ്. അവിടെ അത് വർക്ക് ചെയ്യുന്നു. ചവറയിൽ ആ മണ്ഡലത്തിൽ അത് വർക്ക് ചെയ്യുന്നു, നല്ല രീതിയിൽ വർക്ക് ചെയ്തു പോകുന്നു. അത് UDF ഗവൺമെന്റ് കൊണ്ടുവന്നെയാണ്, ഞങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവന്നില്ല. അപ്പം അത് എല്ലാ മണ്ഡലങ്ങളിലും ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ പ്രധാനമായിട്ട് ക്ഷേമ പെൻഷൻ കൂട്ടിയില്ല. ഉദ്യോഗസ്ഥരുടെ അതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ എന്റെ രണ്ടാമത്തെ റോഡിൽ പറയാം. ഉദ്യോഗസ്ഥരുടെ DA വർദ്ധിപ്പിച്ചിട്ടില്ല, ശമ്പള കമ്മീഷൻ നിയമിച്ചില്ല. ഇങ്ങനെ ചില ആരോപണങ്ങൾ ഉദ്യോഗസ്ഥ വൃത്തങ്ങളിൽ നിന്നും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇനി പ്രതിപക്ഷം നാളെ സാഹചര്യത്തിൽ വരട്ടെ അധികാരത്തിൽ, അവർക്ക് ഈ പറഞ്ഞ ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റില്ല. കാരണം ആ രീതിയിലാണ് നമ്മുടെ സാമ്പത്തിക അവസ്ഥ നിൽക്കുന്നത്. നമ്മുടെ വരവിനകത്ത് നിന്നുള്ള വികസന പ്രവർത്തനങ്ങളിലേക്കല്ലേ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, മേരി ടീച്ചറും ജോയിൻ ചെയ്തിട്ടുണ്ട്. മേരി ടീച്ചർ കേൾക്കാമല്ലോ അല്ലേ? മേരി ടീച്ചർ അല്ല, ആങ്കർ അനിൽ നമ്പ്യാറാ. എൻ്റെ ശബ്ദം മറന്നോ? ഓക്കെ അനിൽ, എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ടീച്ചറെ ഇന്നലെ വരെ ചില പ്രതീക്ഷകളൊക്കെ അർപ്പിച്ചിട്ടുണ്ടാവുമല്ലോ, ബജറ്റ് ഇങ്ങനെ ആയിരിക്കുന്നൊക്കെയുള്ള. ആ പ്രതീക്ഷ നിറവേറ്റാൻ ധനമന്ത്രിക്ക് സാധിച്ചോ? ഇല്ല, ഒരു കാരണവശാലും ബജറ്റിൽ പ്രതീക്ഷിച്ചതൊന്നും തന്നെ സാധ്യമാക്കാനായിട്ട് ഈ ബജറ്റിന് കഴിഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബജറ്റ് തുടങ്ങുന്നത് തന്നെ കേന്ദ്രത്തെ പഴി പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ പഴി പറയേണ്ട കാര്യങ്ങളൊന്നും വസ്തുനിഷ്ഠമായിട്ട് നോക്കുമ്പോഴില്ല. അതായത് കേന്ദ്രത്തിൻ്റെ പ്രശ്നം കേന്ദ്രം അവഗണിച്ചത് കൊണ്ടല്ല കേരളം ധനപ്രതിസന്ധിയിലേക്ക് ആഴ്ന്ന് പോയത്. കേരളത്തിൻ്റെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. കാരണം കേന്ദ്രം 15ാം ധനകാര്യ കമ്മീഷൻ ചതിച്ചു, തന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെ പല ചാനലുകളിലും പറഞ്ഞു, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് 18 സംസ്ഥാനങ്ങൾക്ക് കൊടുത്തതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ സംസ്ഥാനമാണ് കേരളം. അതായത് 54,141 കോടി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കേരളത്തിന് കിട്ടി. അത് ഘട്ടം ഘട്ടമായി ഓരോ വർഷവും കുറഞ്ഞു വരും. അവസാന വർഷം ആയപ്പോഴേക്കും അത് ഇല്ലാതെയായി. അതിന് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് 15th ഫിനാൻസ് കമ്മീഷൻ പക്ഷേ നോംസ് അനുസരിച്ച് ഡിവൈഡ് ചെയ്തപ്പോഴാണ് കേരളത്തിനും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊക്കെ. എന്തുകൊണ്ടാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊക്കെ കുറവ് വന്നത്? അതായത് നമ്മുടെ പോപ്പുലേഷൻ പോളിസി കൃത്യമായിട്ട് നടപ്പാക്കിയ സംസ്ഥാനങ്ങളായതുകൊണ്ടാണ് കുറഞ്ഞു പോയത്. അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഏറ്റവും കുറഞ്ഞത് കർണാടകത്തിനാണ്. അത് കണക്ക് സഹിതം ഞാൻ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ കുറഞ്ഞ കർണാടകത്തിന് ധനപ്രതിസന്ധി ഇല്ല, പക്ഷേ കേരളത്തിന് ധനപ്രതിസന്ധിയുണ്ട്. നമുക്ക് കുറഞ്ഞതിനേക്കാൾ ഇരട്ടിയാണ് കർണാടകത്തിന് കുറഞ്ഞത് 15ാം ധനകാര്യ കമ്മീഷൻ്റെ ഡെവല്യൂഷൻ അനുസരിച്ചുള്ള തുക. എന്നിട്ടും കർണാടകത്തിനോ മറ്റ് ഒരു തെക്കേ ഇന്ത്യൻ സംസ്ഥാനത്തിനും ഇല്ലാത്ത ധനപ്രതിസന്ധി കേരളത്തിനുള്ളത് ഈ 15ാം ധനകാര്യ കമ്മീഷൻ വഴിയാണെന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷേ കേന്ദ്രം ആവശ്യത്തിലധികം സെസ്സും സർചാർജും പിരിക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനങ്ങളെ ധർമ്മസങ്കടത്തിലാക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ ഒരു കാരണവശാലും വിസ്മരിക്കുന്നില്ല. പക്ഷേ അതല്ല ഇവർ പറയുന്നത്, അതെല്ലാവരെയും ബാധിക്കുന്നതാണ്. ഇവരെ മാത്രമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ മാത്രം അവഗണിച്ചു എന്ന് പറയുന്നത് നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ബജറ്റിൻ്റെ ആമുഖത്തിൽ തന്നെ ആരാൻ്റെ തലയിലേക്ക് പഴി ചാരിക്കൊണ്ട് നമ്മളെല്ലാം നന്നായിട്ട് നടത്തുകയാണ് എന്ന് പറയുന്ന ആ രീതി നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനാവില്ല. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ബജറ്റിൽ ഉടനീളം നമ്മൾ കാണുന്നത് വെറും പ്രഖ്യാപനങ്ങളാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ ഓരോ പദ്ധതിക്ക് 5 കോടി 1 കോടി 2 കോടി ഈ തരത്തിലാണ്. അതൊന്നും നിലം തൊടുന്ന പദ്ധതികളല്ല, അതൊന്നും നടപ്പാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന പദ്ധതികളല്ല. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞതെല്ലാം പാലിച്ചു എന്നാണ്. അവർ ടിക്കിട്ട് പാലിച്ചു കാണും.
കാരണം പാലിച്ചില്ല എന്നതിൻ്റെ തെളിവ് നമുക്കുണ്ട്. ജനുവരിക്ക് തൊട്ട് മുൻപാണ് ഗവൺമെൻറ് തന്നെ ഡിക്ലയർ ചെയ്യുന്നത് പദ്ധതി വിഹിതത്തിൻ്റെ 50% വെട്ടിക്കുറച്ചു എന്ന്. അത് കഴിഞ്ഞ് ജനുവരി ആയപ്പോഴേക്കും വീണ്ടും ഡിക്ലയർ ചെയ്യുന്നു, വീണ്ടും വെട്ടിക്കുറയ്ക്കുന്നു പദ്ധതി ചെലവ്. അപ്പം ധനപ്രതിസന്ധി അത്ര രൂക്ഷമായി. അങ്ങനെ രൂക്ഷമായ ധനപ്രതിസന്ധി, ഈ പദ്ധതി ചെലവുകൾ വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? ശമ്പളവും പെൻഷനും പലിശയൊക്കെ കൊടുത്തില്ലെങ്കിൽ കോടതി കയറേണ്ടി വരും. ബാക്കി അതായത് മൂലധനമായിട്ട് ചെലവഴിക്കേണ്ടിയിരുന്ന, അതാണല്ലോ പദ്ധതി ചെലവുകൾ എന്ന് പറയുന്നത്. ആ പദ്ധതി ചെലവുകളാണ് വെട്ടിക്കുറച്ച് കളഞ്ഞത്. അതുകൊണ്ട് തന്നെ അറിയാം, അന്ന് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും പ്രാവർത്തികമാക്കാതെ, അതാണ് ഔട്ട്കം ബജറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരുന്നത് എന്തെങ്കിലും നടപ്പാക്കിയോ എന്ന് നമ്മളൊരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തിയാൽ ഒരു ബിഗ് വട്ടപൂജ്യമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും അതൊരു 30% താഴെയായിരിക്കുമെന്ന് ഉറപ്പാണ്. എന്നിട്ട് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെയൊക്കെ അമ്പരപ്പിക്കുകയാണ്. ഇത്ര രൂക്ഷമായ പ്രതിസന്ധിയും ഇത്ര വെട്ടിക്കുറയ്ക്കലുകൾ നടത്തി കഴിഞ്ഞാലും ഒരു പ്ലെയിനിന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആർക്കും പ്രതീക്ഷിക്കാൻ ഒക്കില്ല. അത് നിലത്ത് കിടന്ന് നിരങ്ങും, അതിൽ കൂടുതലൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരിക്കും, അതിൽ കൂടുതലൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ബജറ്റാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു 70ഓളം പദ്ധതികൾ ഈ 5 കോടി 1 കോടി എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. അതൊന്നും നിലം തൊടില്ല. അതുപോലെ തന്നെയാണ് പിന്നെ നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഏറ്റവും അത്ഭുതത്തോടെ നോക്കിയ ഒരു പ്രൊവിഷൻ, ഒരു ബജറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് കാർഷിക മേഖലയ്ക്ക് 227 കോടിയാണ് കാർഷിക മേഖലയ്ക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. അതേ സമയത്ത് കുടുംബശ്രീക്ക് 275 കോടി. കുടുംബശ്രീ എവിടെ കിടക്കുന്നു? കേരളത്തിൻ്റെ സാർവത്രിക കൃഷി എവിടെ കിടക്കുന്നു? ആ കൃഷിക്ക് 227 കോടി കൊടുത്തുകൊണ്ട് കുടുംബശ്രീക്ക് 275 കോടി കൊടുക്കുമ്പോൾ അവിടെ ഒരു പ്ലാൻ ബി ഉണ്ട് എന്ന് നമ്മൾ സംശയിച്ചു പോകും. ആ സംശയം ദൂരീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയൂ. പക്ഷേ തീർച്ചയായിട്ടും ഈ ബജറ്റിൻ്റെ അസന്തുലിതാവസ്ഥ ഇത് വളരെ പ്രകടമാണ്. ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ 3 വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഇതൊക്കെ കേരളത്തിൽ രൂക്ഷമാണ്. ഓൾ ഇന്ത്യ തലത്തിലുള്ളതിനേക്കാൾ രൂക്ഷമാണ് കേരളത്തിൽ. അതുപോലെ തന്നെ അസമത്വ വർധനവ്. ഈ അസമത്വ വർധനവ് ഇവിടെയുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്ലാൻ സ്പേസിലൊക്കെ പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ, തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി അലോട്ട് ചെയ്ത്, അതായത് 90% കേന്ദ്രവും 10% സംസ്ഥാനവും, അങ്ങനെ കൊടുത്ത ഫണ്ട് പോലും വകമാറ്റി ചെലവഴിച്ചു. അതുകൊണ്ട് ഈ പറയപ്പെട്ട തൊഴിലുറപ്പ് പദ്ധതി അത് കുടുംബങ്ങളെ ആശ്ലേഷിക്കുന്ന പദ്ധതിയാണ്, കുടുംബക്ഷേമത്തിന് സഹായകമായ പദ്ധതിയാണ്. മാത്രവുമല്ല അസമത്വം അതുകൊണ്ട് തന്നെ കുറച്ചു കൊണ്ടുവരും. ആ പദ്ധതിക്ക് കിട്ടിയ ഫണ്ട് പോലും 90% കേന്ദ്രവും 10% സംസ്ഥാനങ്ങളും ചെലവഴിക്കുന്ന ഫണ്ട് പോലും മിസ്യൂസ് ചെയ്തു അല്ലെങ്കിൽ വകമാറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഈ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പക്ഷേ എല്ലാ ചാനലുകളിലും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ CPMൻ്റെ പ്രതിനിധികൾ വന്നു നിന്ന് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വാനോളം പുകഴ്ത്തുകയാണ്. അത് കേട്ട് അതിനനുസരിച്ചാണ് ഇവർ PR വർക്ക് ചെയ്യുന്നത്. ഈ മറ്റ് വകുപ്പ് പദ്ധതി ചെലവുകളൊക്കെ വെട്ടിക്കുറയ്ക്കുമ്പോഴും മുഖം മിനുക്കൽ പരിപാടി, PR വർക്ക്, അതിനൊരു കുറവും വരുത്തുന്നില്ല. അത് ഇഷ്ടം പോലെ വലിയ പുതിയ PR ഏജൻസികളെ കൂട്ടിച്ചേർക്കുക ഓരോ സമയവും. അങ്ങനെ വീണ്ടും ഭരണത്തിൽ വരാനുള്ള എല്ലാ കൺകെട്ട് വിദ്യകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ജനത്തിൻ്റെ നെഞ്ചിൽ ചവിട്ടുന്ന തരത്തിൽ ഒരു ബജറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഒരു ഹൈക്കോടതി ഒരു അഡ്വക്കേറ്റുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, അത് ഞാൻ ഓർത്തു പോവുകയാണ്. അതായത് ധനമന്ത്രി ബാലഗോപാൽ വരുമാന സമാഹരണം നടത്തുന്നു, പക്ഷേ അത് ചെലവഴിക്കേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ മുഖ്യമന്ത്രിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത് വളരെ സർക്കാസ്റ്റിക് ആയിരിക്കുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അതെ സർക്കാസ്റ്റിക് ആണ്, പക്ഷേ അതാണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് ആ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് പറയുന്നത് ഞാൻ കേൾക്കേണ്ടി വന്നു. അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത് എന്ന് ഈ ബജറ്റ് കണ്ടപ്പോൾ ആ അഡ്വക്കേറ്റിനെ ഞാൻ 100% അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ എന്താണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്? ഈ ഗവൺമെൻറ് പോകാൻ സമയത്തേക്ക്, അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നു അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിച്ച് 2500 ആക്കിയില്ല.
അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തില്ല. അതൊക്കെ കാരണം കൊണ്ട് ഈ ഗവൺമെൻറ് വളരെ വസ്തുതാപരമായി വസ്തുനിഷ്ഠമായ ഒരു ബജറ്റാണ് അവതരിപ്പിച്ചത്. ഫ്രീ ബീസോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ അതൊക്കെ ഒരു ജിമ്മിക്സ് മാത്രമാണ്, ഒരു സ്ട്രാറ്റജിയാണ്. ജിമ്മിക്സ് എന്ന് പറയണ്ട. ആ സ്ട്രാറ്റജി ടീച്ചർ നേരത്തെ കാർഷിക മേഖലയ്ക്ക് ഇലക്ഷൻ വരുമ്പോൾ അനുവദിക്കപ്പെട്ട വിഹിതം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞു. നോക്കൂ, ഇവിടെ ഈ വയനാട് തുരങ്കപാതയ്ക്ക് 2234.50 കോടി രൂപയാണ് മാറ്റിവെക്കുന്നത്. തുരങ്കപാതയ്ക്ക് കമ്മീഷനും അതും ഇവരെ പോകുന്നതിന് മുൻപേ അപ്പോയിന്റ് ചെയ്യുന്നത് ഞങ്ങൾ അടുത്ത ഭരണത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശമ്പള പരിഷ്കരണം നടത്തിയിരിക്കും. അപ്പോൾ അടുത്ത ഭരണത്തിൽ ഞങ്ങൾ വരുമ്പോൾ എന്ന അടിവര ഇത് തന്നെയാണ് 1997-98 ശമ്പള പരിഷ്കരണത്തിന് ഇവർ ചെയ്തത്. പക്ഷേ അടുത്ത ഗവൺമെൻറ് UDF ആയി പോയാലോ, UDF ഈ ധനപ്രതിസന്ധി മുഴുവനും തോളിലേറ്റി മുട്ടിൽ വീണു പോകുമെന്നുള്ളതാണ്. ഒരു ഗവൺമെൻറ്റിനും സർവൈവ് ചെയ്യാൻ പറ്റാത്ത അത്ര സീരിയസ് ആയിട്ടുള്ള ധനപ്രതിസന്ധിയിലാണ് ഇപ്പോൾ കേരളം നിലകൊള്ളുന്നത്. അത് ഈ ബജറ്റ് മുഴുവൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എങ്ങും തൊടാതെ കുറേ പദ്ധതികൾ, അതേ സമയത്ത് വളരെ സീരിയസ് ആയി വന്നാൽ നല്ലതാണ് എന്ന് നമുക്ക് തോന്നുന്ന പല പദ്ധതികളും ഈ ബജറ്റിലുണ്ട്. പക്ഷെ നിലം തൊടുമോ എന്നുള്ളത് വർഷാവസാനമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അഡ്വ. ജയസൂര്യൻ, ഇവിടെ സംസ്ഥാന സർക്കാർ എല്ലാം ക്രിയാത്മകമായും സർഗാത്മകമായും ചെയ്യുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷേ കേന്ദ്രമാണ് സാമ്പത്തികമായി ഞെരുക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ബജറ്റ് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. കേന്ദ്രത്തെ പഴിച്ചുകൊണ്ട്, കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ബാലഗോപാൽ ബജറ്റ് അവതരണം തുടങ്ങുന്നത്. ഇവിടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഇപ്പോൾ വലിയ വലിയ പ്രഖ്യാപനങ്ങളൊക്കെയാണല്ലോ നടത്തിയിരിക്കുന്നത്. ശതകോടികളുടെയും സഹസ്രകോടികളുടെയും പദ്ധതികൾ, കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച പദ്ധതികൾ, അതിൻ്റെ തനിയാവർത്തനം ഉണ്ട്. ആ പദ്ധതികൾ നടപ്പിലാക്കാതെ കിടക്കുന്നു. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അനിവാര്യമാണ്, പക്ഷേ അത് ഒരിക്കലും ഉണ്ടാവുന്നില്ല. എന്തിനധികം നോക്കൂ, സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സാധാരണ ബജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് നിയമസഭയിൽ അത് ടേബിൾ ചെയ്യുന്നത്. അതൊരു കീഴ്വഴക്കമാണ്. ആ കീഴ്വഴക്കം പോലും ലംഘിച്ചിരിക്കുന്നു. അത് ബോധപൂർവം തന്നെയാണ് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാതിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം പ്രഖ്യാപിച്ചതൊക്കെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഒരു കേരള വേർഷനായിട്ടല്ലേ കാണേണ്ടത്? തീർച്ചയായിട്ടും ഈ ബജറ്റ് പ്രസംഗം മുഴുവൻ ഞാൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് 85% പ്രഖ്യാപനങ്ങളും കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ കേരളത്തിൻ്റെതാക്കി മാറ്റി പ്രഖ്യാപിക്കുകയായിരുന്നു. സ്വച്ഛ ഭാരത് എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. അതുപോലെ തന്നെ സാഗർമാല പദ്ധതി, നാഷണൽ ഹൈവേ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കേന്ദ്ര പദ്ധതികളാണ്. ഇപ്പോൾ തന്നെ ഡോക്ടർ മേരി ജോർജ് ഇവിടെ പറഞ്ഞല്ലോ, തൊഴിലുറപ്പ് പദ്ധതിയുടെ 90% തുകയും കേന്ദ്രമാണ് തരുന്നത്. ആ തരുന്ന തുക പോലും വകമാറ്റി ചെലവഴിക്കുന്ന രീതിയാണുള്ളത് എന്ന്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ഈ കേന്ദ്ര അവഗണനയെക്കുറിച്ചുള്ള ഒരു ആരോപണമുണ്ടല്ലോ. അതായത് അതിനു മുമ്പുള്ള നരേന്ദ്രമോദി വരുന്നതിന് മുമ്പുള്ള 10 വർഷക്കാലം കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെയാ. കോൺഗ്രസ് എന്ന് പറയുന്നത് ഇവരുടെ സഖ്യകക്ഷിയാ, ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയാ. ആ ഘടകകക്ഷിയായ കോൺഗ്രസ് ഭരിച്ച കാലത്ത് ഒരേ സമയം 7ഉം 8ഉം കേന്ദ്രമന്ത്രിമാരൊക്കെ കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്ന കാലത്ത് ആ 10 വർഷക്കാലം കേരളത്തിന് അനുവദിച്ചത് കേവലം 46,000 കോടി രൂപ മാത്രമാണ്. എന്നാൽ നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള 10 വർഷം 1,57,000 കോടി രൂപയാണ് കേന്ദ്രം കേരളത്തിന് മാത്രമായിട്ട് അനുവദിച്ചത്. 46,000 കോടിയുടെ 10 വർഷവും നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള 1,57,000 കോടിയുടെ 10 വർഷവും നോക്കുമ്പോൾ അറിയാം കേന്ദ്രം കേരളത്തെ സഹായിക്കുകയാണോ ചെയ്തത്, തഴയുകയാണോ ചെയ്തത് എന്നുള്ളത്. ഇത് മാത്രമല്ല, ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു വിധത്തിലുള്ള സന്തുലിതാവസ്ഥ ഇവർ പാലിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ആർക്കാണ് വാരിക്കോരി കൊടുത്തത്? കൊല്ലം ജില്ലയ്ക്ക് വാരിക്കോരി കൊടുത്തു. ധനകാര്യമന്ത്രിയുടെ സ്വന്തം ജില്ല ആയിക്കോട്ടെ. എറണാകുളം ജില്ലയ്ക്ക് കൊടുത്തു, കണ്ണൂർ ജില്ലയ്ക്ക് കൊടുത്തു. എന്നാൽ തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട് ജില്ലകളുടെ നികുതി വരുമാനത്തിന്റെ 10% പോലും അതാത് ജില്ലകളിലേക്ക് കൊടുത്തിട്ടില്ല. കോട്ടയം ജില്ലയും പത്തനംതിട്ട, കാസർഗോഡ് പോലെയുള്ള ജില്ല പോലും കേരളത്തിലാണോ എന്ന് സംശയിക്കണം. കാരണം ഈ മഹാന്മാരൊക്കെ കേന്ദ്ര ബജറ്റിനെ ഗംഭീരമായിട്ട് വിമർശിച്ചവരാണല്ലോ. കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന് ചോദിച്ചാണല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, പത്തനംതിട്ടയും കോട്ടയവും കാസർഗോഡും എന്താ കേരളത്തിലല്ലേ? അപ്പോ ഈ രീതിയിലുള്ള ഒരു അസന്തുലിതമായ ബജറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്.
ഇവിടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. അതുകൊണ്ട് കേന്ദ്രം സഹായിക്കണം. കേന്ദ്രത്തിന്റെ സഹായം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ സംസ്ഥാനം കേരളമാണെന്ന് ഇപ്പൊ ഡോക്ടർ മേരി ജോർജ് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ് കേരളത്തിന് സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത്? ഈ വസ്തുത ആരും ചർച്ച ചെയ്യുന്നില്ല. കേരളത്തിന് എന്തുകൊണ്ടാണ് സാമ്പത്തികം ഇല്ലാത്തത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആദ്യ നാളുകളിലും ആദ്യ 10 വർഷമൊക്കെ കേരള മോഡൽ വേണമെന്ന് പറഞ്ഞ് ഈ ഭാരതം മുഴുവൻ കൊതിച്ച ഒരു കാലമുണ്ട്. അതിനുശേഷം ഇന്നിപ്പോ ഇങ്ങോട്ട് വരുമ്പോൾ കേരളം ഏറ്റവും പുറകിലായി പോകുന്നു. നീതി ആയോഗിനെ കുറിച്ച് മിണ്ടുന്നില്ലല്ലോ. നീതി ആയോഗ് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇടതുപക്ഷ മന്ത്രിസഭയ്ക്ക്. പക്ഷെ ഇപ്പൊ നീതി ആയോഗിന്റെ പുതിയ കണക്ക് വന്നു. 28 സംസ്ഥാനങ്ങൾ ഉള്ളതിൽ എത്രയാ 18 സംസ്ഥാനം, മുൻനിര സംസ്ഥാനങ്ങളിൽ 15ാം സ്ഥാനം. അതാണ് കേരളത്തിലെന്ന് പറയുമ്പോൾ ഇപ്പൊ നീതി ആയോഗിനെ വിട്ടു. സത്യത്തിൽ കേരളത്തിന്റെ പ്രശ്നം എന്താണ്? കേരളത്തിന്റെ പ്രശ്നം ഇതാണ്. കേരളത്തിന്റെ വരുമാന മാർഗം എന്താണെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും അങ്ങനെ മറുപടി പറയുന്നത് ഭൂഷണമാണോ? അതായത് തമിഴ്നാടുകാരനോട് നമ്മൾ ചോദിക്കാതിരിക്കട്ടെ, നിങ്ങളുടെ വരുമാനം എന്താ? തമിഴ്നാടുകാരന് പറയാൻ പല കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് കൃഷിയുണ്ട്, ഞങ്ങൾക്ക് വ്യവസായമുണ്ട്. അതുപോലെ ബാംഗ്ലൂരുകാരനോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ കർണാടകക്കാരനോട് ചോദിച്ചാൽ അവന് പറയാൻ മാന്യമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. മറ്റേത് സംസ്ഥാനത്തിനും ഉണ്ട്. പക്ഷെ കേരളത്തിന്റെ മുഖ്യ വരുമാന മാർഗം എന്തൊക്കെയാ എന്ന് ചോദിച്ചാൽ പറയുന്നത് എന്തൊക്കെയാ? 1 കടം വാങ്ങുക, 2 കള്ളു കുടിക്കുക, 3 ചൂത് കളിക്കുക, 4 പിടിച്ചു പറിക്കുക. ഇതൊരു വ്യക്തിയാണ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. കടം വാങ്ങിച്ച്, കള്ളു കുടിച്ച്, ചൂത് കളിച്ച്, പിടിച്ചു പറിച്ച് നടക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ സാധാരണ എന്താ പറയുക? അപ്പൊ ഒരു സർക്കാർ അത് ചെയ്യുകയാണെങ്കിലോ? അപ്പോ സർക്കാരിന്റെ മുഖ്യ വരുമാന മാർഗം കടം. ഇനി കടം വാങ്ങാൻ വയ്യാത്ത വിധം അത്രമാത്രം കടം വാങ്ങിച്ച് കൂട്ടിക്കഴിഞ്ഞു. അതുപോലെ മുഖ്യ വരുമാനം മദ്യപാനത്തിൽ നിന്നാണ്. അത് കഴിഞ്ഞ് മുഖ്യ വരുമാനം ചൂതുകളിയിൽ നിന്നാണ്. അതിന് നല്ല ഭംഗിയായിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലോട്ടറി എന്ന് പറയും. പിന്നെ സെസ്, ഇത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയേക്കാൾ 5 രൂപ 8 രൂപ കൂടുതലാണ് കേരളത്തിൽ. പിടിച്ചു പറയല്ലേ ഇത്? അങ്ങനെയൊക്കെയുള്ള വരുമാന മാർഗമാണ് കേരളം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ കേരളത്തില് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് IT പാർക്ക് ഉണ്ടാക്കിയ സംസ്ഥാനം കേരള. ആ IT പാർക്കും ITയുടെ അവസ്ഥ ഇപ്പൊ എവിടെ കിടക്കുന്നു? IT ഉണ്ട്, റബ്ബർ ഉണ്ട്, മെഡിക്കൽ ടൂറിസം ഉണ്ട്, പിൽഗ്രിം ടൂറിസം ഉണ്ട്, സ്പൈസസ് ഉണ്ട്, ഫിഷറീസ് ഉണ്ട്, നാളികേരമുണ്ട്, നെല്ലുണ്ട്. എന്തെല്ലാം വരുമാന മാർഗങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും കേരളത്തില്. പക്ഷെ ഇതിലേക്കൊന്നും സർക്കാരിന്റെ കണ്ണു പോകുന്നില്ല. വരുമാന മാർഗത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു ശ്രദ്ധയുമില്ല. വ്യവസായം തുടങ്ങിയാൽ പൂട്ടിക്കും, ആത്മഹത്യ ചെയ്യിക്കും. കൃഷി ചെയ്താൽ അവനെ നശിപ്പിക്കും. നെല്ലിന് താങ്ങുവില കേന്ദ്രം വർദ്ധിപ്പിച്ചു കൊടുത്തത് 2 രൂപ 40 പൈസ സംസ്ഥാനം അടിച്ചു മാറ്റിയ സംസ്ഥാനമാണ് കേരളം. വേറെ ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പൊ കേന്ദ്രം കൊടുത്തത് പോലും കർഷകന് പോകാതെ അടിച്ചു മാറ്റുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ്. നെല്ലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 250 രൂപ റബ്ബറിന് പ്രഖ്യാപിച്ച കഴിഞ്ഞ പ്രകടന പത്രിക ഇപ്പൊ എത്രയുണ്ട്? അപ്പോൾ ഈ രീതിയിലുള്ള പാർട്ടിക്ക് പരാതിയൊന്നും ഇല്ലേ? ജോസ് കെ മാണിക്ക് ഒരു തടയണ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കുളിക്കാൻ പാലായില്. അതിന് 5 കോടി കൊടുത്തിട്ടുണ്ട്. അത് സന്തോഷമായി, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോ കേരളത്തിന്റെ ഈ ഒരു സാമ്പത്തിക അവസ്ഥയിൽ നിന്നുകൊണ്ട് എന്തെല്ലാം ഗിമ്മിക്കുകളാണ് കാണിച്ചിരിക്കുന്നത്. വയനാട് 750 കോടി രൂപ മാറ്റിവെച്ചു എന്ന് കേന്ദ്രം തരാത്തോണ്ടാണെന്ന്. കേന്ദ്രം തന്ന 438 കോടിയും അല്ല അഡ്വക്കേറ്റ് ജയസൂര്യൻ, അതിലും കൂടുതൽ തുരങ്കപാത നിർമ്മാണത്തിന് മാറ്റിവെച്ചിരിക്കുക 2000 കോടി. ഈ സംസ്ഥാന സർക്കാരിന്റെ ഒരു സ്വഭാവം തന്നെ തുരക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ അതിനായിരിക്കും കൂടുതൽ പണം മാറ്റിവെച്ചത്. അപ്പോ കേന്ദ്രത്തിന്റെ 438 കോടിയും സംസ്ഥാനത്തെ ജനങ്ങൾ സംഭാവന ചെയ്തതും കൂടി ചേർത്ത് 783 കോടി രൂപ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഇരിപ്പുണ്ട്. കേന്ദ്രത്തിന്റെ യാതൊരു തടസ്സങ്ങളുമില്ല, യാതൊരു പ്രശ്നങ്ങളില്ല. ഇഷ്ടം പോലെ ചെലവഴിച്ചോളാൻ പറഞ്ഞിട്ടുമുണ്ട്. അതിൽ നിന്ന് 33 കോടി കൂടെ മാറ്റി വെച്ചിട്ട് 750 കോടിയാണ് ഇപ്പൊ അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് നേരത്തെ അങ്ങോട്ട് കൊടുത്താൽ പോരെ? അവിടെ നഷ്ടപ്പെട്ടു പോയ വീടിന്റെ 4 ഇരട്ടി വീട് വെച്ചു കൊടുക്കാവുന്ന ആൾക്കാർ പറഞ്ഞു, സംഘടനകൾ പറഞ്ഞു. പക്ഷേ അതൊന്നും ഭൂമി എടുത്തു കൊടുക്കാൻ ഇന്ന് വരെ പറ്റിയിട്ടില്ല. ഒരു വീടിന്റെ ഭൂമി എടുത്തു കൊടുക്കാൻ ഇന്ന് വരെ പറ്റിയിട്ടില്ല. എത്ര വീടാണ് പോയതെന്ന് ചോദിച്ചാൽ കണക്കില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തിന്റെ മാനേജ്മെന്റ്, ധനകാര്യ മാനേജ്മെന്റിനെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ബജറ്റ് വന്നിരിക്കുന്നത്. എന്നിട്ട് ബജറ്റ് വന്നിട്ട് ഇപ്പൊ ആരെയൊക്കെയാ സഹായിച്ചത്, ആരെയൊക്കെയാ ദ്രോഹിച്ചത്? സർക്കാർ ഭൂമി പാട്ടത്തിനെടുത്തിരിക്കുന്ന എസ്റ്റേറ്റ് ഉടമകൾക്ക് ഇളവ് ചെയ്തു കൊടുക്കും. അവരുടെ കുടിശ്ശിക, അവരുടെ പലിശ, അവരുടെ പിഴപ്പലിശ ഇതൊക്കെ സെറ്റിൽമെന്റ് ചെയ്യാൻ തയ്യാറാണ്. ബജറ്റിൽ പറയുകയാണെന്ന് ഓർക്കണം. സാധാരണക്കാരൻ ഇവിടെ നിലം പുരയിടമാക്കാനും പുരയുടെ നിലവാക്കാനും തോട്ടം പുരയിടമാക്കാനും കിടന്ന് നെട്ടോട്ടം ഓടുകയാണ്. അവരെ കുറിച്ച് പരാമർശം പോലും ഇല്ല. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾക്ക്
അധിക നികുതി ഏൽപ്പിച്ച് വരുമാനം നേടും, കോടിക്കണക്ക് 1.5 കോടി രൂപ അങ്ങനെ നേടുമെന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ടൂറിസത്തിന്റെ കടക്കൽ കത്തിവെച്ചിരിക്കല്ലേ. ഇലക്ട്രോണിക് വെഹിക്കിൾസ് EVകൾക്ക് അധികമായിട്ടുള്ള നികുതി വരും, 30 കോടി രൂപ അങ്ങനെ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാർ ഹോട്ടലുകാർക്കും ഡിസ്റ്റിലറി ഉടമകൾക്കുമുള്ള പിഴയും പിഴപ്പലിശയും ഇളവ് ചെയ്തു കൊടുക്കും, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കൂറ് കാണിക്കണല്ലോ. അത് വേണം. കാരണം അവരാണല്ലോ നമ്മളെ വെള്ളം കുടിപ്പിക്കുന്നത്. അതെ. അതുപോലെ ഗഹാൻ കർഷകന് ഇത് നിലയില്ലാത്ത കർഷകൻ ഒരു വായ്പ എടുക്കാൻ സഹകരണ സംഘത്തിൽ ചെന്നാൽ ഗഹാൻ എഴുതണം. 200 രൂപയായിരുന്നു 500 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അപ്പോൾ ഭൂനികുതി കൂട്ടിയ കാര്യം ഇവിടെ പറഞ്ഞു, ഞാൻ പിന്നെ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഭൂനികുതി കൂട്ടുമ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷം പ്രതിപക്ഷത്തായിരുന്നെങ്കിലുള്ള സ്ഥിതി എന്താ? അപ്പൊ ഇങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ദീർഘവീക്ഷണവും ഇല്ലാത്ത സർക്കാരിന്റെ വരുമാനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നിലപാടുകളാണ് ഈ സർക്കാർ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്താ? പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി എടുത്തിട്ട് സംസ്ഥാന ധനമന്ത്രി വായിച്ച് കേൾപ്പിച്ചിട്ട് ഇതൊരു ബജറ്റാണ്, സ്റ്റേറ്റ് ബജറ്റാണ് എന്ന് പറയുന്ന ഒരു തരംതാണ ഒരു അവസ്ഥ ഇവിടെ പ്രഖ്യാപിച്ചത്. നേരത്തെ ഡോക്ടർ നേരിജോർ ചൂണ്ടിക്കാണിച്ചു, 70-ലധികം പദ്ധതികൾ. ഞാനും ശ്രദ്ധിച്ചു വായിച്ചപ്പോ 50 ലക്ഷം, 1/2 കോടി നീക്കി വെച്ചിരിക്കുന്നു, 1 കോടി നീക്കി വെച്ചു, 2 കോടി നീക്കി വെച്ചു, 5 കോടി നീക്കി വെച്ചു എന്ന് പറഞ്ഞ് 70-ലധികം പദ്ധതികളാണ് ഏതാണ്ട് 1/2 കോടി മുതൽ 5 കോടി വരെ നീക്കി വെച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളുടെ കെട്ടിടത്തിന് പെയിന്റ് അടിക്കാൻ പോലും തികയില്ല ഈ പറയുന്ന 1 കോടി 2 കോടി 5 കോടി ഒന്നും. കാരണം അങ്ങനെയല്ല ഇവിടുത്തെ ചെലവ് പോകുന്നത്. എന്നാൽ മറുവശത്ത് എത്ര വലിയ തുകയാണ് ധൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, കേരളത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന IAS IPS ഉദ്യോഗസ്ഥന്മാര് വടക്കേ ഇന്ത്യയിലുള്ളവര് എന്താ വടക്കേ ഇന്ത്യയിലേക്ക് തിരിച്ചു വീട്ടിലോട്ട് പോകാത്തത്? അവരെയൊക്കെ ഇവിടെ പുനർനിയമനം നടത്തിയിരിക്കുക. കണ്ണൂർ എയർപോർട്ട് കൊടും നഷ്ടത്തിലാണ്. എന്നിട്ട് അതിന്റെ MD ആയിട്ട് വെച്ചിരിക്കുന്ന ആളിന്റെ ശമ്പളം 24 ലക്ഷം രൂപ ശമ്പളം ഒരു വർഷം ഉണ്ടായിരുന്നത് 50 ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചു കൊടുത്തു. 2.5 ലക്ഷം രൂപയോളം പെൻഷനും ആനുകൂല്യവും വാങ്ങുന്നവർക്കാണ് വീണ്ടും ഒരു 2.5 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം ഒക്കെ ശമ്പളം കൊടുത്ത് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇതിന്റെ പുറകിലുള്ള രഹസ്യം എന്താ? ഇത് അന്വേഷിക്കേണ്ട കാര്യമല്ലേ? കാരണം അതിന്റെ പിന്നിൽ രഹസ്യങ്ങളുണ്ട്. കാരണം ഇവരൊക്കെ സർവീസിലിരുന്ന കാലത്ത് ഇഷ്ടം പോലെ കൽക്കാനും മോഷ്ടിക്കാനും മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും അനുവാദം വെച്ച് കൊടുത്തവരാണ്. അപ്പൊ അവരെ ഉദ്ദിഷ്ട കാര്യത്തിൽ ഉപകാരസ്മരണ എന്നുള്ള നിലയിൽ നിയമിക്കണ്ടേ? അഡ്വക്കേറ്റ് ജയസൂര്യ, അതുപോലെ എത്രയേറെ ബോർഡുകളും കോർപ്പറേഷനും ഉണ്ട് അല്ലേ? നോക്കൂ, ഈ ബോർഡുകളും കോർപ്പറേഷനും അതിന്റെ ആവശ്യം എന്താ? അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്പ്യാരെ, നമുക്ക് ഈ സംസ്ഥാനത്തെ ജനസംഖ്യ അറിയാം, ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം അറിയാം. ഇവിടെ PSC മെമ്പർമാരുടെ എണ്ണം, അതെ, ആ എണ്ണം ഒന്ന് എടുത്തു നോക്കുന്നു. PSC മെമ്പർമാർ എത്രയാണ്? 10 അല്ല 20 അല്ല, അങ്ങ് പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഉത്തർപ്രദേശ് അമേരിക്കയുടെ ശമ്പളവും കൂട്ടി ലക്ഷം രൂപ ഇരട്ടിയാക്കി ശമ്പളം. അമേരിക്കയുടെ ഒപ്പം ജനസംഖ്യയുള്ള ഉത്തർപ്രദേശ്, ഉത്തർപ്രദേശിൽ PSC മെമ്പർമാരുടെ എണ്ണം 3 ആണെന്ന് ഓർക്കണം. വെറും 3. അവിടെ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇവിടെ എന്തിനാണ് 10-30 പേരെ വെച്ചിരിക്കുന്നത്? അവർക്കെല്ലാം ഈ ലക്ഷക്കണക്കിന് വാരിക്കോരി കൊടുക്കുന്നത്. അതുപോലെ പേഴ്സണൽ സ്റ്റാഫ്, ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനത്തേ ഉള്ളൂ 2-2.5 കൊല്ലം പേഴ്സണൽ സ്റ്റാഫായ ജീവിതകാലം മുഴുവൻ പെൻഷൻ. എന്ത് വലിയ കൊള്ളയാണ് നടത്തുന്നത്! ഇതിന് ആരും പറയാത്ത വലിയൊരു കൊള്ള ഇതിന്റെ പുറകിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് നമ്പ്യാരെ. നമ്മള് ജനങ്ങൾ അറിയേണ്ട വിഷയമാണ്. ഒരു സമാന്തര ഖജനാവ് CPM സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാന്തര ഖജനാവ് എന്താണെന്നറിയാമോ? ഈ പദ്ധതികൾക്കെല്ലാം കൊടുക്കുന്ന ഈ പണം ഊരാളുങ്കൽ സൊസൈറ്റിയിലേക്കാണ് പോകുന്നത്. ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കോടാനുകോടി രൂപ കൊടുക്കുന്നു. എന്നിട്ട് ഈ ഊരാളുങ്കൽ സൊസൈറ്റി ആരുടെയാ? അത് പറയുന്ന തൊഴിലാളി സംഘം എന്നാ പറയുന്നത്, തൊഴിലാളി സൊസൈറ്റിയാണ്. ഞാൻ ചോദിക്കുന്നു, അല്ല, വാഗ്ബടാനന്ദനൊക്കെ തുടങ്ങും. ഊരാളുങ്കൽ കുറിച്ച് പറയുമ്പോഴേക്ക് വാഗ്ബടാനന്ദൻ ചരിത്രത്തിലേക്ക് പോകും. അതെ, വാഗ്ബടാനന്ദന്റെ കാലത്ത് തുടങ്ങി, പിന്നെ കോൺഗ്രസ്സുകാരുടെ കയ്യിലെത്തി, CPMന്റെ കയ്യിലാ. എന്റെ ചോദ്യം ഇതാണ്, അവിടെ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ഈ പറയുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടോ? വോട്ടവകാശം കൊടുത്തിട്ടുണ്ടോ? അവർ ഷെയർ ഹോൾഡേഴ്സ് ആണോ? അപ്പോ തൊഴിലാളികൾക്ക് അവകാശമില്ലാത്ത ഊരാളുങ്കൽ സൊസൈറ്റി വെച്ച് CPIMന്റെ ഖജനാവ് വീർപ്പിക്കാൻ കേരള ഖജനാവിനെ ചോർത്തിയെടുക്കുന്ന ഒരു സംവിധാനമല്ലേ? അല്ലെങ്കിൽ കൃത്യമായിട്ട് ഓടിച്ചു നടക്കട്ടെ. അപ്പോൾ പറയുന്നത് ഇത് വേറൊരു സംഭവമാണ്, കിഫ്ബി പോലെ. ഇപ്പൊ കിഫ്ബി ഏതായാലും ഈ കടമെടുപ്പ് പരിധിക്ക് അകത്തായി. ഞാൻ പറയുന്നു, ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഇടപാടുകളെ സംബന്ധിച്ച് സുതാര്യമായിട്ട് അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകും ഇതെങ്ങോട്ടാണ് പോകുന്നത്, ടെൻഡർ ഇല്ലാതെ. അതുപോലെ ഇവിടുത്തെ തൊഴിലില്ലാ പണിക്ക് കൊടുത്തിരിക്കുന്ന എത്ര വലിയ ശിക്ഷയെന്നറിയാമോ?
ഇവിടെ ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് 8,393 പേർക്ക് സ്ഥിര നിയമനം നൽകി. അതോടൊപ്പം 39,793 പേർക്ക് താൽക്കാലിക നിയമനം നൽകി. ഈ താൽക്കാലിക നിയമനം നാട്ടുകാരുടെ കണ്ണിപ്പൊടിയിടാനാണ്. നാട്ടുകാർക്ക് ഇതറിയാം. ഇതിന്റെ പേരാണ് പിൻവാതിൽ നിയമനം. 39,793 പേരെ താൽക്കാലികമായിട്ട് നിയമിക്കുമ്പോൾ അത് ഭരണകക്ഷിയുടെ ആഗ്രഹത്തിനും ആവശ്യത്തിനും നിന്ന് അടിയും തല്ലും കുത്തും വെട്ടും ചവിട്ടും കൊള്ളുന്ന കുറെ പേരെ കയറ്റിവിടും. അവന് യാതൊരു യോഗ്യതയും വേണ്ട, ക്വാളിഫിക്കേഷനും വേണ്ട. എന്നിട്ട് ഇത്ര വർഷം കഴിയുമ്പോൾ സ്ഥിരം ആയിട്ട് നിയമിക്കും. അതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ PSC എഴുതി പാസ്സായി റാങ്ക് ലിസ്റ്റിൽ പേരും വന്ന് മൂക്കിൽ പല്ല് വരുന്നവരെ കാത്തിരിക്കുന്നവൻ ആത്മഹത്യ ചെയ്തോളം ഈ താൽക്കാലിക നിയമനക്കാരൻ പിന്നീട് സ്ഥിരമായി മാറും. ഇത് എത്ര വലിയ ഭീകരതയാണ്! ഇതൊക്കെ ഏതായാലും ബജറ്റ് പ്രസംഗത്തിൽ വായിച്ചു, ഈ പറഞ്ഞ രണ്ട് കണക്കും. അത്രയും നന്ദി പറയാം. ആത്മാർത്ഥത കാണിച്ചു ആ കാര്യം. കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. 30 എണ്ണം വിവരാവകാശ നിയമപ്രകാരം എന്റെ കയ്യിൽ അതിന്റെ കണക്കുണ്ട്. 30 എണ്ണമാണ് നടപ്പാക്കിയിട്ടേ ഇല്ല, തുടങ്ങിയിട്ട് പോലും ഇല്ല. എന്നിട്ട് എന്തെല്ലാം വലിയ പദ്ധതികളാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രജൻ ഉണ്ടാക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തവണ കോവിഡിന് വാക്സിൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ സംസ്ഥാനമാണ്. അതുപോലെ മാലദ്വീപിലേക്ക് ക്രൂസ് തുടങ്ങും, കൊല്ലത്തുനിന്ന് മാലദ്വീപിലേക്ക് ക്രൂസ് തുടങ്ങുമെന്ന് പറഞ്ഞവരാണ്. ഇത്തവണ പറഞ്ഞത് ഹൈഡ്രജൻ ഇന്ധനം വെറുതെ പറയുകയല്ല, 5 കോടി രൂപ. ആ മിക്കവാറും മിച്ചം വരും. 5 കോടി രൂപ ഹൈഡ്രജൻ ഇന്ധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ പണവും കൂടെ മിച്ചം വരും. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യനെ ചിരിപ്പിക്കുന്ന സംഗതിയായിട്ട് ഈ ബജറ്റിനെ ഇത്ര നിസ്സാരമാക്കി മാറ്റാൻ ഇദ്ദേഹത്തിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. എന്നിട്ട് അത് മഹത്തരമാണെന്ന് പാടിപ്പോഴ്ത്തുന്ന പാണന്മാരെ കൊണ്ട് അവർക്ക് കോടാനുകോടി വാരിക്കൊടുത്ത് ഈ പറയുന്ന മാധ്യമ പടയെ ഇറക്കി ന്യായീകരിച്ചാൽ വിജയിക്കാൻ പോകുന്നില്ല. കാരണം ജനങ്ങൾ പോറതി മുട്ടിക്കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ യുവാവ് അഡ്വക്കേറ്റ് വസന്ത് കൂടി വന്നിട്ടുണ്ട്. വസന്ത്, യുവാക്കൾക്ക് പ്രതീക്ഷയ്ക്ക് വല്ല വകയും തന്നിട്ടുണ്ടോ ബാലഗോപാൽ എന്നുള്ളതാണ്. വസന്ത്. ശ്രീ അനിൽ നമ്പ്യാർ, നമ്മൾ എന്താണ് ഇവരുടെ പദ്ധതികളെ പറ്റി കേൾക്കുന്നത്? പണ്ട് റേഷൻ കട ഉണ്ടായിരുന്നു, ഇവരത് വന്ന് കെ സ്റ്റോർ ആക്കി. പണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ലാൻഡ് ലൈൻ ഫോൺ ഉണ്ടായിരുന്നു, ഇവരത് വന്ന് കെ ഫോൺ ആക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം K5, നാട്ടിൽ മുഴുവൻ കെ കൂട്ടിയുള്ള പരിപാടികളായിരുന്നു. ഹോം വന്നിട്ടുണ്ട് ഇപ്പോ. അതെ, ഒരു കെ മന്ത്രിയുമുണ്ട്. പക്ഷെ ഈ ബഡ്ജറ്റ് ഒരു കോ ബഡ്ജറ്റ് ആണ്, അങ്ങ് തെറ്റിദ്ധരിക്കേണ്ട. ആ കോ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ കൊല്ലം കൊട്ടാരക്കര കൊലച്ചതി ബഡ്ജറ്റാണ് ഇത്. ഈ ബഡ്ജറ്റ് ഒക്കെപ്പാടെ നീക്കിയിരിപ്പുള്ളത് കൊല്ലത്തിനും കൊട്ടാരക്കരയ്ക്കും. പിന്നെ ഇവരെ വിശ്വസിച്ച് ഇവരുടെ പുറകെ നടക്കുന്ന കുറെ പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് കൊലച്ചതിയും കൊലച്ചോറിന്റെ അകത്ത് വിഷം മേടിച്ചുണ്ടാനുമുള്ള വക മാറ്റി വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് ഒന്നുമില്ല. നോക്കൂ, 100 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വാഹനങ്ങൾ മാറ്റാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. എന്നാൽ ഭൂനികുതി വർദ്ധിപ്പിക്കുന്നതിൽ നിന്ന് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത് 86 to 100 കോടി രൂപയാണ്. ഒരുപക്ഷെ പുതിയ വാഹനങ്ങളൊന്നും എടുക്കണ്ട, തൽക്കാലമുള്ള വാഹനത്തിൽ തന്നെ നമുക്ക് അങ്ങ് യാത്ര ചെയ്ത് കളഞ്ഞേക്കാമെന്ന് ഈ സർക്കാർ തീരുമാനിച്ചാൽ ഞാനും താങ്കളും അടങ്ങുന്ന സാധാരണക്കാരൻ ഭൂനികുതി അധികമായി അടക്കേണ്ടി വരില്ല. കേന്ദ്ര സർക്കാർ ഇവിടുത്തെ പരിസ്ഥിതിയെ പരിഗണിച്ചുകൊണ്ട്, പരിസ്ഥിതിയുടെ ഇക്കോളജിക്കൽ ഡെവലപ്മെന്റ് പരിഗണിച്ചുകൊണ്ടാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കുറയ്ക്കാൻ വേണ്ടി അതിന്റെ ലിഥിയത്തിനും ബാറ്ററിക്കും വില കുറയ്ക്കുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ അടക്കം അതിനെ നോക്കിക്കണ്ടത്. പക്ഷേ ആ ബഡ്ജറ്റ് പ്രഖ്യാപിച്ച് 2 ദിവസത്തിനിപ്പുറം ഇലക്ട്രിക് വാഹനങ്ങളുടെ വില ഇവിടെ വർദ്ധിക്കുകയാണ്. അതായത് കേന്ദ്ര സർക്കാർ ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കുറച്ച് കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വിപണിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ, പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നിലവിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ പണം കൊടുത്ത് നമ്മൾ അത് മേടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുകയാണ്. സംസ്ഥാന സർക്കാരിന് ഫണ്ട് പിരിക്കാൻ കഴിയാത്തതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും കേന്ദ്രത്തിന്റെ അവഗണനയില്ല എന്നൊന്നും ഞങ്ങൾ പറയില്ല. പക്ഷേ സംസ്ഥാന സർക്കാരിന് ബാർ മുതലാളിമാരുടെ കയ്യിൽ നിന്നും കോറി മുതലാളിമാരുടെ കയ്യിൽ നിന്നും ഫണ്ട് പിരിച്ചെടുക്കാൻ കഴിയാത്തതിന്റെ മിടുക്കില്ലായ്മ മുഴുവൻ കേന്ദ്രത്തിന്റെ തലയിൽ വെച്ച് ഊരിക്കളഞ്ഞേക്കാം എന്നാണ് ധനമന്ത്രി ബാലഗോപാൽ വിചാരിക്കുന്നതെങ്കിൽ അരിയാഹാരം ഉണ്ടെന്നവരാരും അത് വിശ്വസിക്കുമെന്ന് അദ്ദേഹം കരുതേണ്ടതില്ല. ഇനി ശ്രീ അഡ്വക്കേറ്റ് ബലദേവ സച്ചിദാനന്ദൻ പറഞ്ഞൊരു കാര്യം ഓർത്ത് ഞാൻ ഇങ്ങനെ അത്ഭുതം കൂറുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹം വളരെ മികച്ച ഒരു അഭിഭാഷകനാണ്, പക്ഷെ അദ്ദേഹത്തിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ വലിയ പരിജ്ഞാനമില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞാണ് കേന്ദ്രത്തിന് എത്ര പദ്ധതി വേണമെങ്കിലും പ്രഖ്യാപിക്കാമല്ലോ, കാര്യം മറ്റേ റിസർവ് ബാങ്കിലെ കറൻസി അടിക്കുന്ന കമ്മട്ടം ആരുടെ കയ്യിലാണ്? കേന്ദ്രത്തിന്റെ കയ്യിലല്ലേ എന്നാണ് ചോദിച്ചത്. ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ അങ്ങേ പോലെ ഇത്ര സീനിയറായ ഒരു അഭിഭാഷകൻ പോലും പണ്ട് ഈ SFIക്കാരും DYFIക്കാരും പറഞ്ഞ് ഈ ക്യാപ്സ്യൂളാണ് വിശ്വസിക്കുന്നതെങ്കിൽ
ധനമന്ത്രി ബാലഗോപാലിനെ, SFI DYFI ഡിഗ്രി മാത്രമുള്ള ബാലഗോപാലിനെ ഞാൻ കുറ്റം പറയില്ല. കേന്ദ്രത്തിന് പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ പിറ്റേ ദിവസം റിസർവ് ബാങ്കിൽ ചെന്നിട്ട് ആ ഗവർണർ ഒരു കാര്യം ചെയ്യൂ, ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആ കമ്പട്ടം എടുത്ത് ഒരു 10 നോട്ട് അടിക്കൂ, വെയിലത്ത് കൊണ്ടുപോയിട്ട് ഉണക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ വിവരക്കേട് പറയാതെ വിവരക്കേട് പറയാതെ ഡെഫിസിറ്റ് നികത്താൻ കേന്ദ്രത്തിന്റെ റിസർവ് ബാങ്കിന് പണം അടിക്കുന്നത് വിവരക്കേട് പറയാതെ ടീച്ചർ പറഞ്ഞു തരും. വിവരക്കേട് പറയാതെ റിസർവ് ബാങ്കിനെ കൊണ്ട് പണം നോട്ട് എടുപ്പിക്കാൻ ഡെഫിസിറ്റ് നികത്താൻ 2 രീതിയിൽ അവർ ചെയ്യുന്നത്. വിവരക്കേട് പറയാതെ ചുമ്മാ ഇരുന്നോട്ട് വിവരക്കേട് പറയാതെ തർക്കിക്കണ്ട. പിന്നെ എന്തിനാ നോട്ട് അടിക്കുന്നത്? 16 ലക്ഷം കോടി 32 ലക്ഷം കോടി ആയതെങ്ങനെ വിവരക്കേട് പറയാതിരുന്നുണ്ട്? സാമ്പത്തിക സാധ്യത വിവരക്കേട് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രിയിൽ വിവരക്കേട് പറയരുത്. കേന്ദ്ര സർക്കാർ ഡെഫിസിറ്റ് നടത്തുന്ന 2 രീതിയിലാണ്. സംസാരിക്കും വിവരക്കേട് പറയുന്നുണ്ട്. ഡെഫിസിറ്റ് വന്നാൽ പല രീതിയിൽ നടത്താം. കേന്ദ്രത്തിന് നോട്ട് അടിക്കാതെ സംസ്ഥാന ഗവൺമെന്റ് അടിക്കാൻ പറ്റത്തില്ല. പറയട്ടെ, വിവരക്കേട് വന്നിട്ടുകൊണ്ട് പറയരുത്. അത് രണ്ടും കൂടെ പറയരുത്. അറിഞ്ഞുണ്ടാക്കി ആരെങ്കിലും അറിയാവുന്നവരോട് ചോദിച്ചിട്ട് വേണം. അല്ല, വിവരക്കേട് പറയരുത്. അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായം പറഞ്ഞോണ്ട് വേറെ ആരുടെ പേരിന്റെ പുറത്ത് വിവരക്കേട് പറയരുത്. പല പ്രാവശ്യം ബസൂരോട് പറഞ്ഞിട്ടുണ്ട്, സംസാരിക്കുമ്പോൾ ബസത്തിന് പറയാനുള്ളത് പറയാം, വേറെ ആരുടെ കോളേജ് ആരും വിവരക്കേട് പറയും. മടയത്തരം, മണ്ടത്തരം, ഭോഷത്തരം പറഞ്ഞത് അങ്ങാണ്. ഈ ചർച്ച ഒന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കൂ. ഒരു കാര്യം, വിവരക്കേട് പറയരുത്. വിവരമുള്ളവരാരും പറയട്ടെ പ്ലീസ്. അല്ലല്ല, കേന്ദ്ര ഗവൺമെന്റ് ഡെഫിസിറ്റ് വന്നാൽ, സാമ്പത്തിക കമ്മി വന്നാൽ ആ സമയത്താണ് അല്ല ബജറ്റിനല്ല അടിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തിക കമ്മി വന്നാൽ അവർ റിസർവ് ബാങ്കിന് ഇപ്പൊ 2014 കേരളത്തിൽ എത്രയോ 16.25 ലക്ഷം കോടി, 2024 32 ലക്ഷം കോടിയാണ്, 16 ലക്ഷം കോടിയാണ് ഈ ഗവൺമെന്റ് അധികം അടിച്ചത്. അറിയാമോ? ഈ 10 വർഷം കൊണ്ട് അടിച്ച നോട്ടാ. കണക്ക് പഠിക്കാതെ വന്നിരുന്നത്, അല്ല കണക്ക് പഠിക്കാതെ ഇവരൊക്കെ വന്നിരുന്നത് ടീച്ചർ കേൾക്കുന്നുണ്ടോ? ടീച്ചർ ഒരു വ്യക്തത വരുത്തിയാൽ കൊള്ളാം. ടീച്ചർക്ക് നല്ലപോലെ അറിയാം. ഒരു മിനിറ്റ് ടീച്ചർ പറയട്ടെ. 2016 ഒരു സെക്കൻഡ് ടീച്ചർ, ഒരു സെക്കൻഡ് ടീച്ചർ, 2016 നോട്ട് നിരോധിക്കുമ്പോൾ 16.25 ലക്ഷം കോടിയാണ് മുഴുവനും. ഞാൻ പറയട്ടെ, എനിക്കറിയാവുന്ന കാര്യം. അതായത് ഒരു ഗവൺമെന്റ്, അതായത് സെൻട്രൽ ഗവൺമെന്റിനാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് ഉത്തരവാദിത്വം മുഴുവനും നോട്ട് അടിക്കേണ്ടത്. സെൻട്രൽ ഗവൺമെന്റ് ആവശ്യപ്പെട്ടാലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് അടിക്കില്ല. അതിന് ചില നോംസ് ഉണ്ട്. ഒന്നാമത്തെ നോം, GDPയുടെ വളർച്ചയ്ക്ക് അനുസൃതമായിട്ട് ഒരു ഡിഫ്ലേഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട്, പിന്നെ GDPയുടെ വളർച്ചയ്ക്ക് അനുസൃതമായിട്ട് ഇപ്പോൾ വളർച്ച 6% ഒരു പക്ഷേ 10% വർധനവ് നോട്ടിലുണ്ടാകും. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസെൻറ്റീവ് എന്ന രീതിയിൽ, അതായത് ഒരു തേങ്ങ ഉൽപ്പാദിപ്പിച്ച് 20 രൂപയ്ക്ക് വിറ്റു, അല്ല 100 തേങ്ങ ഉണ്ടായിരുന്നപ്പോൾ അത് 10 രൂപ വീതം വിറ്റു, 200 തേങ്ങയായി വർദ്ധിപ്പിക്കുമ്പോഴത്തേക്കും അത് 10 രൂപ കിട്ടിയാൽ പോരാ, ഇനിയും വർധനം ഉണ്ടാകണമെങ്കിൽ 12 രൂപ ആ രീതിയിൽ വില വർദ്ധിക്കണം. അതൊരു ഇൻസെൻറ്റീവാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസെൻറ്റീവ് എന്ന രീതിയിൽ കറൻസി നോട്ട് GDPയുടെ ഇത്തിരി ഉയർന്ന പെർസെൻറ്റേജ്, 10% GDP വളർച്ചയുണ്ടെങ്കിൽ 11-12% നോട്ട് അടിക്കാം. പക്ഷെ സാധാരണ രീതിയിൽ ആ നിയമം നിലവിലിരിക്കെ തന്നെ ഡെഫിസിറ്റ് ഫിനാൻസിങ്, അതായത് ഡെഫിസിറ്റ് ഉണ്ടാകുമ്പോൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡെഫിസിറ്റ് ഉണ്ടാകുമ്പോൾ ആ ഡെഫിസിറ്റിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കറൻസി പ്രിൻ്റ് ചെയ്യും. പക്ഷേ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ഡെഫിസിറ്റ് ആണെന്നും കൂടി നമ്മൾ ഓർക്കണം. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിൻ്റെയും കൂടി ചേർന്ന ഡെഫിസിറ്റാണ്. എന്ന് വെച്ചാൽ സംസ്ഥാന ഗവൺമെൻറ് ഡെഫിസിറ്റ് നേരിട്ട് അങ്ങ് എടുക്കുകയല്ല ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ്, സംസ്ഥാനങ്ങൾക്കാണ് പ്രയോജനപ്പെടുന്നത്. ആ സംസ്ഥാനങ്ങളുടെ സമുച്ചയമാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പണിയുന്ന നാഷണൽ ഹൈവേ നാച്ചുറലി അതിനുവേണ്ടി നോട്ടടിക്കേണ്ടി വരും. അങ്ങനെ നോട്ടടിക്കേണ്ടി വരുന്നത് കേന്ദ്രത്തിൻ്റെ മാത്രം ആവശ്യത്തിനല്ല, സംസ്ഥാനങ്ങളുടെ കൂടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് വരുന്നു. അപ്പോൾ ഈ ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത് ഒരു ഭാഗം കടം മേടിച്ച് ഫില്ല് ചെയ്യും, അടുത്ത ഭാഗം പുതിയ കറൻസി അടിച്ച് ഫില്ല് ചെയ്യും. അങ്ങനെ കറൻസി അടിക്കുമ്പോൾ പോലും നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ നോം GDPയുടെ വളർച്ചയേക്കാൾ
2-3% മാത്രം കൂടുതലായിരിക്കും കറൻസി അടിക്കുന്നത്, അല്ലെങ്കിൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇത്തരം നോംസ് വെച്ച് കറൻസി നോട്ട് അടിക്കുന്നത്. ഇപ്പൊ വ്യക്തമായില്ല ഇത് തന്നെ ഞാൻ പറഞ്ഞത്. ടീച്ചർ പറഞ്ഞ അല്ല, ഒരു ടീച്ചറെ ഒരു സംശയം കൂടെ, ടീച്ചറോട് ഒരു സംശയം കൂടെ ടീച്ചറോട് ചോദിക്കുക. അതായത് നോട്ട് നിരോധിക്കുമ്പോൾ ടീച്ചറോട് ഒരു സംശയം, ടീച്ചർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ടീച്ചർ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ വസന്ത് പറഞ്ഞ എന്താ, നോട്ട് അടിക്കാൻ എന്താ വിവരക്കാണ് വന്നിരുന്ന് പറഞ്ഞേ? ഡെഫിസിറ്റ് ഫില്ല് ചെയ്യാൻ നോട്ട് അടിക്കും. ഡെഫിസിറ്റ് ആരുടെ ആയിരുന്നാലും നോട്ട് അടിക്കും. പിന്നെ എങ്ങനെ 16 ലക്ഷം കോടി 32 ലക്ഷം കോടി അത് 8 വർഷം കൊണ്ട്? ടീച്ചർക്ക് അറിയാം നല്ല വൃത്തിയായിട്ട് പറയാൻ സമ്മതിക്കും. 2016 ലക്ഷം കോടിയായിരുന്നു, ഇപ്പൊ 32 ലക്ഷം കോടിയാണ്. സാധ്യതയില്ല. ടീച്ചറെ റിസർവ് ബാങ്ക് പുറത്തുവിട്ട കണക്കാണ് 32 ലക്ഷം കോടി. റിസർവ് ബാങ്ക് പുറത്തുവിട്ട കണക്കാണ് 32 ലക്ഷം കോടി. ടീച്ചറെ റിസർവ് ബാങ്ക് പുറത്തുവിട്ട കണക്കാണ് 32 ലക്ഷം കോടി. അല്ലാതെ പിന്നെ വിവരക്കേട് പറയരുത്. ടീച്ചർ പറഞ്ഞല്ലോ ഡെഫിസിറ്റ് ഫില്ല് ചെയ്യാൻ നോട്ട് ഡെഫിസിറ്റ് ഫില്ല് ചെയ്യാൻ നോട്ട് ടീച്ചർ വ്യക്തമാക്കിയല്ലോ അത്. അല്ല, സംസാരിക്കാതിരിക്കും. അല്ല, ഈ ചർച്ചയിൽ അദ്ദേഹം അരമണിക്കൂർ സംസാരിച്ചപ്പോൾ മിണ്ടാതിരുന്ന് കേട്ട ആളാണ് ഞാൻ. അദ്ദേഹം ഒരു സീനിയർ ആണല്ലോ, പ്രായം കൊണ്ട് മുതിർന്ന ആളാണല്ലോ. അത് പരിഗണിച്ചായിരുന്നത്. ഞാൻ സംസാരിച്ച് 2ാമത്തെ മിനിറ്റിൽ ഇടപെട്ട് വീണ്ടും അരമണിക്കൂർ സംസാരിക്കാനാണെങ്കിൽ ഈ ചർച്ചയിൽ അങ്ങ് സംസാരിക്കില്ല. മനസ്സിലാക്കിക്കോളൂ. അങ്ങ് ഞങ്ങൾ 3-4 പേര് സംസാരിച്ചല്ലോ. പറയട്ടെ പല്ലേ, വിവരക്കേട് പറഞ്ഞാൽ പറയും. അല്ല, ടീച്ചർ പറഞ്ഞല്ലോ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞെന്താ, ഈ ചർച്ച കഴിഞ്ഞിട്ട് അങ്ങ് സമയമുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയി അങ്ങ് പറഞ്ഞത് കേൾക്കണം. അങ്ങ് പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ കമ്മട്ടമില്ലല്ലോ, നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടല്ലോ എന്നാ പറഞ്ഞത്. അതിനാ ഉത്തരം പറഞ്ഞത്. അതിന് ഞാൻ പറഞ്ഞ ഉത്തരം വ്യക്തമാണ്. അത് വ്യക്തമാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവും. അങ്ങേക്ക് മനസ്സിലാവില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ബാലഗോപാൽ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആണ്. അത് മനസ്സിലാവാത്തതിന് എനിക്ക് കുഴപ്പമില്ല. അങ്ങും അഭിഭാഷകനാണ്, ഞാനും അഭിഭാഷകനാണ്. ഈ രാജ്യത്ത് നിയമ സംവിധാനത്തിലൂടെ കടന്നു പോകാൻ ഏത് സാധാരണക്കാരനും സാധിക്കണം എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതിന് 1 രൂപ പോലും മുടക്കേണ്ടി വരരുത് എന്നതാണ് എന്റെ നിലപാട്, അങ്ങയുടെ നിലപാട്. അതായിരിക്കണം. പക്ഷെ അതിനെ കൂട്ടിയതിന് ഇത്രക്കല്ലേ കൂട്ടിയുള്ളൂ എന്ന് പറയാൻ എന്തൊരു നാണക്കേടില്ലേ. നോക്കൂ, കുടുംബശ്രീക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. കഴിഞ്ഞ കുടുംബശ്രീ പദ്ധതികൾക്ക് വേണ്ടി നിങ്ങൾ 230 കോടി മാറ്റിവെച്ചിരിക്കുന്നു. കുടുംബശ്രീ പദ്ധതികളിലായിരുന്നല്ലോ നിങ്ങളുടെ 20 രൂപ ഊണ്. എത്രയാ കുടിശ്ശിക കൊടുക്കാനുള്ളത്? സപ്ലൈകോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന പൈസ കഴിഞ്ഞ തവണ സപ്ലൈകോയിൽ നിന്ന് പ്രൊക്യൂർ ചെയ്ത പണത്തിന്റെ കടം കൊടുത്തു തീർക്കാൻ സാധിക്കുമോ? ഈ നെൽ കർഷകർക്ക് കൊടുക്കാനുള്ള, അതായത് ഈ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്ന എല്ലാ പണവും കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾ ഉണ്ടാക്കിയ കടം വീട്ടാൻ പോലുമില്ല. കാരുണ്യ ബെലവൻസ് ഫണ്ട് 1500 കോടി രൂപ കടത്തിലാണ്. ഈ സർക്കാർ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് 700 കോടി രൂപ. അനിൽ നമ്പ്യാർ, അതായത് കഴിഞ്ഞ വർഷത്തെ കടം തീർക്കണമെങ്കിൽ ആവശ്യമായത് 1500 കോടിയാണെങ്കിൽ ഈ വർഷത്തേക്ക് കൂടി ഞങ്ങൾ 700 കോടിയാണ് പ്രഖ്യാപിക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്ര രൂപ മിച്ചമുണ്ടാകും? അതായത് നിങ്ങൾ അര മുറുക്കി ഉടുക്കണം എന്ന് പറയുമ്പോൾ ആ അര മുറുക്കാനുള്ള കയറെടുത്ത് സാധാരണക്കാരന്റെ കഴുത്തിനിട്ട് ഒരു സൈഡിൽ ബാലഗോപാലും ഇപ്പുറത്തെ സൈഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടി കഴുത്തങ്ങ് മുറുക്കി ഞങ്ങളെ കഴുത്ത് മുറുക്കുകയും നിങ്ങൾ അര മുറുക്കാതെ പുതിയ വണ്ടി മേടിക്കുക, പുതിയ സംവിധാനങ്ങളുമായി പോവുക. ഒരു കാര്യം കൂടി, നിങ്ങളുടെ വേറൊരു പദ്ധതി ഉണ്ടല്ലോ, എന്താണ് കെ ഹോം പദ്ധതിക്ക് വേണ്ടി 5 കോടിയാണ് അനിൽ നമ്പ്യാർ മാറ്റി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ബഡ്ജറ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ ബലദേവ് സച്ചാനന്ദൻ മനസ്സിലാവും. ബഡ്ജറ്റ് തന്നെ പറയുന്നു ആ 5 കോടി രൂപ സാധ്യതാ പഠനത്തിന് വേണ്ടിയാണ്. പിന്നെ ഇപ്പൊ ജയസൂര്യൻ പറഞ്ഞതുപോലെ ഹൈഡ്രജൻ ഹബ്ബാക്കി മാറ്റും അത്രേ. അതിനുവേണ്ടി 50 കോടി രൂപ മാറ്റി വെച്ചു. എന്തിനാണത്? അതും എത്രയാ? 5 കോടി. ഓക്കെ. അതും എന്തിനാ? സാധ്യതാ പഠനത്തിനാണ്. അതായത് കൺസൾട്ടൻസി പഠനങ്ങൾ നടത്താൻ വേണ്ടി കൺസൾട്ടൻസി ഏജൻസികൾക്ക് അഴിമതി നടത്താൻ വേണ്ടി നിങ്ങൾ പണം മാറ്റി വെക്കുക. അല്ലാതെ നിങ്ങൾ എന്താണ് ഈ കെ ഹോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാട്ടിൽ മുഴുവൻ ഒരുപാട് പേര് വീടടച്ചിട്ടുണ്ട്. നാളെ മുഴുവൻ നിങ്ങൾ സർക്കാർ പ്രൊക്യൂർ ചെയ്ത് കളയും. കേരളയിൽ വിട്ടു കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഒരു കെ വേണല്ലോ. അതെ, കേരളം ഇത് കോയാണ്. ഇത് കോ ബഡ്ജറ്റാണ്. കൊലച്ചതി, കൊട്ടാരക്കര, കൊല്ലം ബഡ്ജറ്റ് പാവപ്പെട്ടവന്റെ അടിവാരം ഇളക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. അവരമുറുക്കില്ല കേട്ടോ.
അവർക്ക് 100 കോടിയുടെ വണ്ടി മേടിക്കണം, അവർക്ക് പുതിയ കെട്ടിടങ്ങളിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അവരുടെ മക്കൾ നടത്തുന്ന കൺസൾട്ടൻസി, ഞാൻ വളരെ ആധികാരികതയോട് കൂടിയാണ് പറയുന്നത്, അവരുടെ മക്കൾ നടത്തുന്ന കൺസൾട്ടൻസി ഏജൻസികളിലേക്ക് പണം കൊടുക്കാൻ വേണ്ടി പണം മാറ്റിവെക്കണം. അതിലൊന്നും അവർക്ക് ഒരു അരമുറുക്കലുമില്ല, ഒരു കേന്ദ്ര ഞെരുക്കലുമില്ല, ഒരു വിധത്തിലുള്ള കേന്ദ്ര ധനസഹായത്തിന്റെ കുറവുമില്ല. പക്ഷേ സാധാരണക്കാരൻ നികുതി കൊടുക്കുമ്പം അരമുറുക്കണം. കേന്ദ്രം നമ്മളെ മുറുക്കുന്നു അല്ലേ? സാധാരണക്കാരൻ ഒരു EV വെഹിക്കിൾ മേടിച്ചേക്കാം. ശ്രീ അനിൽ നമ്പ്യാർ 8% to 10% വർധനവ്. അതായത് 15 ലക്ഷത്തിൽ കുറഞ്ഞ കൊള്ളാവുന്ന ഒരു മിഡ് SUV വെഹിക്കിൾ പോലും EV വെഹിക്കിൾ കിട്ടില്ല. ആ 15 ലക്ഷത്തിന്റെ 10% എന്ന് പറയുമ്പോൾ 1.5 ലക്ഷം രൂപയാണ് ഒരു വണ്ടിയിൽ കൂടാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വണ്ടിയിൽ 1.5 ലക്ഷം രൂപ വർദ്ധിക്കാൻ പോകുന്നു. എന്താണ് നിങ്ങൾ സർക്കാരിന്റെ നയം? നിങ്ങൾ വലിയ പരിസ്ഥിതി സംരക്ഷകരാണ് എന്ന് പറഞ്ഞ് പണ്ട് ഗെയിൽ പൈപ്പ് ലൈനെതിരെ നിൽക്കുകയും പിന്നീട് അതേ ഗെയിൽ പൈപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോഴല്ലേ വയൽക്കിളി കൂട്ടം സമരം ചെയ്യുമ്പോൾ അവരെ SDPI എന്ന് വിളിച്ചവരല്ലേ? വയൽക്കിളിയുടെ ഈ പറയുന്ന കേരളത്തിനെതിരെ സമരം ചെയ്യുന്നവരെ RSS എന്ന് വിളിച്ചവരല്ലേ? അപ്പൊ നിങ്ങൾക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപയാണോ ഒരു EV വെഹിക്കിളിൽ വർദ്ധിപ്പിക്കേണ്ടത്? ഒരു മര്യാദ വേണ്ട കൊള്ളയടിക്കുന്നതിൽ. വട്ടിപ്പലിശക്കാരന്റെ മനസ്ഥിതിയാണ് ധനമന്ത്രിക്കുള്ളത് എന്ന് ഈ ബഡ്ജറ്റ് വായിച്ചാൽ മനസ്സിലാകും. നിങ്ങൾ പറയുന്ന കേന്ദ്ര അവഗണന സത്യമാണെങ്കിൽ പോലും അത് ഫോഷ്കാണ് എന്ന് ജനം വിശ്വസിച്ച് പോകുന്ന രീതിയിൽ നിങ്ങൾ ഇതാ ഈ പോക്കറ്റ് അടിക്കുന്ന കുറുവാ സംഘത്തെ പോലെ, രാത്രിക്ക് രാത്രി ഇറങ്ങി നടക്കുന്ന കുറുവാ സംഘത്തെ പോലെ നിങ്ങൾ പകൽ സാധാരണക്കാരന്റെ പോക്കറ്റ് അടിക്കുന്ന സർക്കാരായി മാറിയിരിക്കുകയാണ്. ടീച്ചർ ഈ കബളിപ്പിക്കലും കണ്ണിൽ പൊടിയിടലും ഇതൊക്കെ എപ്പോൾ അവസാനിക്കും? എല്ലാ ബജറ്റ് ചർച്ചകളിലും നമ്മൾ കാണുന്നത് ഇതൊക്കെ തന്നെയാണല്ലോ അല്ലേ? കണക്ക് വെച്ചുള്ള കളി, ശതകോടികൾ സഹസ്രകോടികൾ അനുവദിക്കുന്ന പദ്ധതികൾക്ക്. ഇവരിപ്പോൾ വിചാരിക്കുന്നത് ജനങ്ങൾ ഇതൊക്കെ മറക്കുന്നതാണ്, ഒരു വർഷം കഴിയുമ്പോൾ മറക്കുന്നതാണ്. പക്ഷേ കൃത്യമായിട്ട് നോക്കൂ, ഇന്ന് സോഷ്യൽ മീഡിയ പരിശോധിച്ചപ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് ജയസൂര്യനും പറഞ്ഞു, അതേ റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി എടുത്ത് വെച്ചിട്ടുണ്ട്. 30 പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷേ നടപ്പിലായിട്ടില്ല. ഇതിന് ഒരു മാറ്റം വേണ്ടതല്ലേ? ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കേണ്ടതല്ലേ അല്ലേ? ആത്മാർത്ഥമാണെങ്കിൽ, സമീപനത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രോഗ്രസ് റിപ്പോർട്ട് അത് ധനമന്ത്രി സഭയിൽ തന്നെ അവതരിപ്പിക്കേണ്ടതാണ്. മാത്രമല്ല ടീച്ചർ ഒരു കാര്യം കൂടി, അതിനുകൂടെ ടീച്ചർ മറുപടി പറയണം. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് അല്ലേ, ബജറ്റിൻ്റെ അവതരണത്തിൻ്റെ തലേ ദിവസം അത് ടേബിൾ ചെയ്യുന്നതാണ്. അത് ഉണ്ടായിട്ടില്ല. അതെ, അത് രണ്ടും തെറ്റാണ്. അതായത് പ്രോഗ്രസ് റിപ്പോർട്ട് വേണം, അവലോകന റിപ്പോർട്ടും വേണം. അവലോകന റിപ്പോർട്ട് തീർച്ചയായിട്ടും അവതരിപ്പിച്ചിരിക്കണം തലേന്ന് തന്നെ. കാരണം തലേന്ന് തന്നെ സംസ്ഥാനം ഈ ഒരു വർഷം നേടിയ നേട്ടങ്ങൾ എന്തൊക്കെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബജറ്റ് ശ്രദ്ധിക്കാനും ബജറ്റിനെ പറ്റി അതിനെപ്പറ്റി ഒരു ഉൾക്കാഴ്ച ഉണ്ടാകാനും, ബജറ്റ് കേൾക്കുമ്പോൾ ഒരു ഉൾക്കാഴ്ച ഉണ്ടാകാനും ഒക്കെ അവലോകന റിപ്പോർട്ട്, അതാണല്ലോ ഇക്കണോമിക് റിവ്യൂ എന്ന് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ച്, കേന്ദ്രത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇക്കണോമിക് സർവേ റിപ്പോർട്ട്, അത് അത്യാവശ്യമായിട്ടും തലേന്നെങ്കിലും മേശപ്പുറത്ത് വെച്ചിരിക്കണം, അത് പുറത്തു വിട്ടിരിക്കണം. പത്രങ്ങളിലൊക്കെ അപ്പോഴേ അത് വരുള്ളൂ. അതുപോലെ തന്നെ ആണ് ഈ പറയപ്പെട്ട രണ്ടാമത് ചോദിച്ചത്, അനിൽ ചോദിച്ചത്. ഞാൻ അതിനെ പറ്റി എന്തായിരുന്നു രണ്ടാമത്തെ അത്ര പ്രോഗ്രസ് റിപ്പോർട്ട് വേണ്ടേ? പറഞ്ഞു. പ്രോഗ്രസ് റിപ്പോർട്ട്, അതായത് ഔട്ട്കം ബജറ്റ് എന്ന് പറയും അതിന് സാധാരണ സാമ്പത്തിക ശാസ്ത്രത്തിൽ. അതായത് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നതിൻ്റെ എത്ര ശതമാനം അല്ലെങ്കിൽ മുഴുവനും നടപ്പാക്കിയോ അതാണ് ഔട്ട്കം ബജറ്റിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു ഔട്ട്കം ബജറ്റ് ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും വേണ്ടതാണ്. അങ്ങനെ ഒരു ഔട്ട്കം ബജറ്റ് വയ്ക്കുകയാണെങ്കിൽ ഒരു ബിഗ് സീറോ ആയിരിക്കും ഈ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൻ്റെ എന്താ പറയുക, പ്രഖ്യാപനങ്ങളും നടത്തിപ്പും തമ്മിലുള്ള ബന്ധം നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നും തന്നെ കാണില്ല. അതാണ് പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്ന, അപ്പോൾ ഇപ്പം എൻ്റെ ഒരു പേടി, ഈ ഔട്ട്കം ബജറ്റ് നോക്കണമെന്ന് പറയുമ്പോൾ അനിൽ നമ്പ്യാരൊക്കെ ഓർക്കുന്നുണ്ടാകും, നമ്മുടെ പ്രളയം കഴിഞ്ഞപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കൂടി നെതർലാൻഡ്സിലേക്ക് പോയി കുട്ടനാടിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു പാക്കേജ് ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് റൂം ഫോർ റിവർ എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വട്ടം കറങ്ങി എത്ര വർഷമായി കുട്ടനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? അത് തന്നെ ആകുമോ പാവപ്പെട്ട വയനാട്ടിലെ ചൂരൽ മലക്കാർക്കും മുണ്ടക്കൈക്കാർക്കും എന്ന ഭയം എനിക്കിപ്പോഴും ഉണ്ട്. ഈ 750 കോടിയുടെ പാക്കേജ്, ഈ പാക്കേജ് ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ തന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്വകാര്യ വ്യക്തികളും ഏജൻസികളും അവർ ചെയ്യാമെന്ന് പറഞ്ഞതൊക്കെ അവർ തൃപ്തികരമായിട്ട്, വളരെ നന്നായിട്ട്, തൃപ്തികരമായിട്ടില്ല അങ്ങേയറ്റം നന്നായിട്ട് ചെയ്യും.
പക്ഷേ ഗവൺമെന്റ് ആണല്ലോ അത് ഇനിഷ്യേറ്റ് ചെയ്യണം. നേരത്തെ അനിൽ നമ്പ്യാർ തന്നെ പറഞ്ഞതുപോലെ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക, അതിൻ്റെ കടമ്പകൾ ഓവർകം ചെയ്യുക. അത് ഗവൺമെന്റ് ചെയ്തു കഴിഞ്ഞാൽ അത് നന്നായി പോകും. ഇല്ലാത്ത പക്ഷം ആ പാവപ്പെട്ട ജനങ്ങൾ, ഈ കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ വീടും പുരയിടവും ഒക്കെ നഷ്ടപ്പെട്ടില്ല, വെള്ളം കയറും, സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഒക്കില്ല എന്ന ഭയമാണ് അവരെ അലട്ടുന്നത് എങ്കിൽ ഈ പറയപ്പെട്ട ചൂരൽമല മുണ്ടക്കൈക്കാർ സർവ്വതും നഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഈ പാക്കേജ് പോലും റൂം ഫോർ റിവർ പോലെ ആയി പോകുമോ എന്ന ഭയം എനിക്കുണ്ട്. അവിടെയും അയ്യോ കേന്ദ്രം തന്നില്ല അതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്യാതിരിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കാം. പക്ഷേ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനവുമായിട്ട് മുൻപോട്ട് പോകണം സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കോടതി പറഞ്ഞാൽ ഇവർക്ക് പുല്ല് വിലയാണ്. കാരണം ഈ നോക്കുകൂലി, കേരളത്തിലെ നോക്കുകൂലി നിർത്തലാക്കണം, ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ ഈ കൊലപാതക രാഷ്ട്രീയം നിർത്തലാക്കണം എന്നൊക്കെ എത്രയോ പ്രാവശ്യം കോടതി തന്നെ ഇടപെട്ട് പറഞ്ഞിരിക്കുന്നു. പക്ഷെ അതൊന്നും ഈ സർക്കാരിൻ്റെ ചെവിയിൽ എത്തുന്നില്ല. നമുക്കറിയാം എന്നും ക്യാമ്പസിലുള്ള രാഷ്ട്രീയം എങ്ങനെയാണ്. എന്നും നോക്കുകൂലി. തിരുവാർപ്പിലെ സംഭവം നടന്ന് ആ ബസ് ഓണറിനെ ചെകിട്ടത്തടിക്കുന്നത് കണ്ടിട്ട് കോടതി പറഞ്ഞത് അത് കോടതിയുടെ ചെകിട്ടത്താണ് അടിച്ചതെന്ന്. അതൊന്നും നമ്മൾ മറന്നുപോയിട്ടില്ല. അപ്പോൾ ഈ സർക്കാർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടുത്തും എന്ന് പറയുന്നു, പക്ഷേ അതിനുവേണ്ടി ചെറുവിരൽ അനക്കുന്നില്ല. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്നുള്ള കാര്യം ഗവൺമെൻറ്റിന് അറിഞ്ഞുകൂടെ? കാരണം അവർ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഏകജാലക സംവിധാനത്തിലൂടെ വ്യവസായത്തിന് അംഗീകാരം കൊടുക്കണം, 3 വർഷത്തിനകം രജിസ്ട്രേഷൻ എടുത്താൽ മതി, ഇങ്ങനെ കുറേ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും നിലം തൊടുന്ന കണ്ടീഷൻസ് അല്ല. നിലം തൊടുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗം എങ്ങനെ സഹകരിക്കുന്നു എന്നാണ്. മാർക്സ് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്താണ് മൂലധനം തൊഴിലാളികളുടെ ശത്രുവാണെന്ന്. മൂലധനം ഉണ്ടെങ്കിലേ ഉൽപാദനം ഉണ്ടാകൂ. അപ്പം മൂലധന ശക്തികളെ പക്ഷെ നിയന്ത്രിച്ച് നിർത്തണം. അത് മാത്രമാണ് മാർക്സ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ അവരെ കൈകാര്യം ചെയ്യാൻ തൊഴിലാളികൾക്ക് വിട്ടുകൊടുക്കണമെന്ന് മാർക്സ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇവരൊന്നും മാർക്സിയൻ പ്രിൻസിപ്പിൾസ് വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നവരല്ലെന്നാണ് ഞാൻ കരുതുന്നത്. അതല്ലെങ്കിൽ ഇക്കണോമിക് ഹിസ്റ്ററിയൊക്കെ പഠിച്ചിട്ടുള്ളവർ ഒരിക്കലും ഈ തരത്തിൽ ഈ തൊഴിലാളികൾ മുന്നോട്ട് പോകാനോ ഇങ്ങനെയുള്ള പ്രവർത്തനം നടത്താനോ ഒന്നും സമ്മതിക്കത്തില്ല. അങ്ങനെ സംഭവിക്കാതിരുന്നെങ്കിൽ തന്നെ കേരളത്തിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ യഥാർത്ഥത്തിൽ നിലം തൊടുമായിരുന്നു, ഇവിടെ വ്യവസായങ്ങൾ വരുമായിരുന്നു. കാരണം അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റഡ് യൂത്തുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എടുക്കാൻ ഇപ്പോൾ ഈ പല പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരു എന്താ പറയുക, സയൻറ്റിഫിക് കേപ്പബിലിറ്റി സെൻറ്റർ മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല മിഷൻസും ഉണ്ട്. അതുപോലെ എന്താണ് കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും തന്നെ അത് 7 മികവിൻ്റെ കേന്ദ്രങ്ങൾ കൊണ്ടുവരും. ശരിയാണ്. അതുപോലെ തന്നെ എല്ലാ ക്യാമ്പസുകളിലും സ്റ്റാർട്ടപ്പുകൾ, അത് കഴിഞ്ഞ ബജറ്റിലും അതിൻ്റെ അപ്പുറത്തെ ബജറ്റിലും ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ സ്റ്റാർട്ടപ്പ് വന്നിട്ടുണ്ടോ? ഞാൻ ആകെ കണ്ടത് സ്റ്റാർട്ടപ്പ് വന്ന ഒരു ക്യാമ്പസ് അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരിയാണ്. അത് ഈ ബജറ്റ് കൊണ്ടല്ല, അത് ആ ക്യാമ്പസിലുള്ള അധ്യാപകരുടെയും പ്രിൻസിപ്പലിൻ്റെയും ഒക്കെ കൂട്ടായ്മ കൊണ്ടാണ് ആ ക്യാമ്പസിൽ സ്റ്റാർട്ടപ്പ് വന്നത്. സ്റ്റാർട്ടപ്പ് വന്നാൽ തന്നെ അത് ഇന്റേൺഷിപ്പിന് തുല്യമാണ്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വരണമെന്നുണ്ടെങ്കിൽ മൂലധന ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അത് പ്രഖ്യാപനത്തിൽ പോരാ. ഈ കഴിഞ്ഞ ബജറ്റുകളിലൊക്കെ പ്രഖ്യാപനത്തിൽ ധാരാളം മൂലധനം വന്നു, പക്ഷേ അതൊന്നും തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മൂലധന നിക്ഷേപമായിട്ട് കലാശിച്ചില്ല. അതുകൊണ്ടാണ് കേരളം 2016 എങ്ങനെ ഇരുന്നോ അതിനേക്കാൾ വളരെ മാരകമായ രീതിയിൽ മുറിവേറ്റ് ധനപ്രതിസന്ധി കൊണ്ട് അതായത് മുറിവേറ്റ് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എന്ന് പറയാതെ നിവൃത്തിയില്ല. ഓക്കെ, അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അതായത് ഈ ബജറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 85% ബജറ്റും കേന്ദ്ര ബജറ്റിന്റെ തനിയാവർത്തനം മാത്രമാണ്. 30 പദ്ധതികൾ കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞ 30 പദ്ധതികൾ ഒരു പൈസ പോലും നടപ്പാക്കിയിട്ടില്ല, മുടക്കിയിട്ടില്ല. മാത്രമല്ല അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും അടിയന്തരമായി ചെയ്യാൻ കയ്യിൽ പണമുണ്ടായിട്ടും അത് ചെയ്തിട്ടില്ല. അത് ബജറ്റ് പ്രഖ്യാപനത്തിലേക്ക് കൊണ്ടുവന്ന് ഒതുക്കുകയാണ് ചെയ്തത്. ഞാൻ പറയുന്നത് വയനാട് പാക്കേജിന്റെ കാര്യമാണ്. അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് പണ്ടുണ്ടായിരുന്നതിനേക്കാൾ 3 ഇരട്ടിയിലധികം തുക ഇപ്പോൾ കൊടുത്തിട്ടും ഇപ്പോഴും കേന്ദ്രത്തെ കുറ്റം പറയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലൂടെ നഷ്ടപ്പെട്ട മുഖം തിരിച്ചു പിടിക്കാൻ നടത്തിയ ഒരു പാഴ്വേല മാത്രമാണ് ഈ ബജറ്റ്.
ഈ ബജറ്റിൽ എന്തെങ്കിലും കേരള ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര പദ്ധതികൾ മാത്രമാണ്. കേരളത്തിൻ്റെതായ ഒരു പദ്ധതിയും വരുമാനമുണ്ടാക്കുന്ന ഒരൊറ്റ പദ്ധതിയും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ബജറ്റിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോ, ഒരൊറ്റ തവണ 2.5 മണിക്കൂർ ബജറ്റ് പ്രസംഗത്തിൽ ഒരു തവണ പോലും ഡെസ്കിൽ കൈയടിക്കാൻ ഭരണപക്ഷത്തിന് അവസരം കൊടുക്കാത്ത ബജറ്റാണ് കടന്നുപോയത്. ഇത് കേരളത്തിന്റെ സർവനാശത്തിന്റെ മുഖചിത്രം തന്നെയാണ് ഈ ബജറ്റ്. ഓക്കെ, എന്തായാലും കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളിൽ ഭൂരിപക്ഷവും നടപ്പിലാക്കാൻ ആയിട്ടില്ല. സാമ്പത്തിക അവലോകന റിപ്പോർട്ടില്ല, വികസനത്തിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടില്ല. കയ്യടി കിട്ടാനും കണ്ണിൽ പൊടിയിടാനും മാത്രമായി ചില പ്രഖ്യാപനങ്ങൾ. അത് മതിയോ എന്ന് ധനമന്ത്രിയും അതുപോലെ സർക്കാരും സ്വയം വിലയിരുത്തട്ടെ. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.